കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പേ രാമന്റെ പാദപത്മങ്ങളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ സീതാപഹരണം, ഈ മാരീചന്റെ പൊന്മാനായിട്ടുള്ള വേഷപ്രച്ഛന്നത, അത് കഴിഞ്ഞിട്ട് ജടായുവിന്റെ അന്ത്യസംസ്കാരം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഒരു പക്ഷിക്ക് പോലും പ്രപഞ്ചത്തിലെ ഓരോ സസ്യങ്ങളായാലും മൃഗങ്ങളായാലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം രാമൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ കർമ്മഗതി ആർക്കും മാറ്റാൻ സാധിക്കില്ല. ദശരഥ മഹാരാജാവ് തൻ്റെ മക്കളെ ചൊല്ലി 4 പേരെയും കാണാതെ അവരിൽ നിന്ന് വെള്ളമോ എന്തെങ്കിലും സ്വീകരിച്ച് ഒരു അന്ത്യശ്വാസം വലിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പുത്രന്മാരെ തുളസീജലം അല്ലെങ്കിൽ ഗംഗാജലം ഇറ്റിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ മോക്ഷപ്രാപ്തി ഉള്ളൂ എന്ന് പറയും. പക്ഷെ എങ്ങനെയാണോ ആ താപസ ദമ്പതികൾ തൻ്റെ പുത്രന്റെ ദശരഥന്റെ അമ്പേറ്റ് മരിച്ച ആ ഒരു ഋഷിപുത്രന്റെ പേരൻസ്, അച്ഛനമ്മമാർക്കുണ്ടായിരുന്ന ദുഃഖം, അതുപോലെ തന്നെ നമ്മുടെ ദശരഥൻ, അതാണ് കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത്. ആ ദശരഥനും 4 പുത്രന്മാരും അടുത്തില്ലാതെ വളരെ ദുഃഖത്തോടുകൂടി തൻ്റെ ശരീരം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കർമ്മഗതി നമ്മൾ രാമായണത്തിൽ കാണും. നിയോഗം കണ്ടു, പ്രയോഗം കണ്ടു, യോഗം കണ്ടു, പല പല എന്താ പറയാ ഘട്ടങ്ങളാണ് രാമായണം. അത് നമ്മുടെയും ജീവിതത്തിൽ വരുന്ന ഓരോ മനുഷ്യന്റെ, രാമായണം പുരാണമല്ല, പണ്ട് നടന്ന ഒരു സംഭവമല്ല, അതിലെ കഥാപാത്രങ്ങൾക്ക് ഓരോ പേര് കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് തത്വം ഉൾക്കൊണ്ട് നമുക്കിനി മനസ്സിലാക്കാം. ഇനി പോകുമ്പോൾ നമ്മൾ പലരുടെയും ഉപദേശമായിട്ട് നമ്മൾ ഇത് കേൾക്കും. യോഗ സാധനയിലുള്ള ഒരു യാത്രയാണ്. അല്ലാതെ ഇത് എന്താ പറയുക, ഒരു രാമനും സീതയും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു സാധാരണ മനുഷ്യ തലത്തിൽ ഒരിക്കലും എടുക്കരുത്. ഒരു നോവല് വായിക്കുമ്പോഴോ, ഒരു പൈങ്കിളി കഥ, ഒരു സിനിമാ കഥ കേൾക്കുമ്പോഴോ അല്ല രാമായണം. കാരണം എന്ന് വെച്ചാൽ അത്യുന്നതമായിട്ടുള്ള യോഗ തത്വങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാമായണം. അത് റിവീൽ ചെയ്യുമ്പോൾ നമ്മളും ആ യോഗത്തിലേക്ക് ചരിക്കുന്നവര്, നമ്മൾ യോഗ സാധനയിൽ ഏർപ്പെട്ട ഒരു ഉപാസകൻ അല്ലെങ്കിൽ സാധകൻ, അവരെ സംബന്ധിച്ച് ഇത് ഒരുപാട് അടഞ്ഞു കിടക്കണ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ മനസ്സിനെ പലതിന്നും പല ക്ലച്ചസ് എന്ന് പറയില്ലേ, നമ്മളൊരു പക്ഷി എങ്ങനെയാണോ ഒരു ഇറച്ചി കഷ്ണം കടിച്ചു പിടിച്ചിരിക്കുന്നത്, തൻ്റെ ആ ഒരു ക്ലോസ്, അതിന്റെ കാലിന്റെ ആ നഖങ്ങളില് പിടിച്ചിരിക്കണം, അതുപോലെ അതും കൊണ്ട് പറക്കുമ്പോഴും ആ പക്ഷി എപ്പോഴാണോ ആ ഒരു ഇറച്ചിയില് ആ ഒരു മാംസ കഷ്ണത്തിൽ അതിന്റെ ചിന്ത കേന്ദ്രീകരിക്കുമ്പോൾ ഒരുപാട് കാക്കകൾ അത് കൊത്തിപ്പറിക്കാനായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. അത് എപ്പോ അത് വിടുന്നോ, ഈ കാക്കകൾ തന്റെ പുറകെ വരുന്നതെന്ന് ഓർത്ത് ആ ഇറച്ചി കഷ്ണം വിടുമ്പോ ആ കാക്കകള് ഈ ഇറച്ചിയുടെ പുറകെ പോകുന്നതാണ്. അപ്പൊ നമുക്കറിയാം അത് പക്ഷിയെ ഉപദ്രവിക്കാൻ ചെന്നതല്ല എന്ന്. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഈ ശരീരമാകുന്ന ഇറച്ചി കഷ്ണത്തിലൂടെ എത്രത്തോളം താതാത്മ്യം പ്രാപിച്ച് അതിനെ പിടിച്ചു നിൽക്കുന്നോ, ദുഃഖങ്ങളാകുന്ന കാക്കകൾ വന്ന് നമ്മളെ കൊത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ മാനസ സരസിലെ അരയന്നത്തെ പോലെ, ഹംസത്തിനെ പോലെ, ആ ഹംസമന്ത്രം ജപിക്കുന്ന ഓരോരുത്തരും തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജലത്തിൽ സഞ്ചരിക്കുന്ന ഹംസത്തെ മനസ്സിലാക്കാതെ നമ്മൾ ജീവിതത്തില് എന്തൊക്കെയോ ദുഃഖങ്ങളും സുഖങ്ങൾക്ക് ഇടയിൽ മിശ്രിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് നമ്മൾ പോവുകയാണ്. അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ദുഃഖങ്ങൾ വന്നാലും സുഖം വന്നാലും ഈ ജീവിതത്തിന്റെ ആ ഒരു 2 ഭാഗമായിട്ട് കാണാൻ ഒരു സാധകനെ ആ ഒരു ട്രെയിൻ ചെയ്ത്, ഒരു പ്രത്യേകം നമുക്ക് സാധന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതല്ല. ഒരു അഗ്നി ചൂളയിലൂടെ, തണുത്ത ജലത്തിലൂടെ, പല വർഷത്തിലൂടെ, കാറ്റിലൂടെ ഒക്കെ പോയി നമ്മുടെ ആ ഒരു ശരീരത്തെ ഒരു ജിതേന്ദ്രിയനാക്കി, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം ഒന്നിൽ ഉറപ്പിച്ച് ഏകമായ സത്യത്തെ ഉൾക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് രാമായണം എന്ന് എപ്പോഴും ഈ രാമായണ കഥ കേൾക്കുമ്പോഴെല്ലാം തന്നെ ഇത് കഥയല്ല, അതിൽ കാര്യമുണ്ട്, കഥാപാത്രങ്ങൾ അവിടെ ഇരുന്നോട്ടെ, ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണമെങ്കിൽ മാത്രമേ ഈ രാമായണം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവൂ. ആ പുണ്യമാസം, നമ്മുടെ കർമ്മകാണ്ഡം ആരംഭിക്കുന്ന ഈ പുണ്യമാസത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമായിട്ട് ചെയ്യാനും അതിന്റെ ഫലം അനുഭവിക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പൊ രാമായണം എന്ന് പറയുന്നത് രാമന്റെ അയനം മാത്രമല്ല, നമ്മുടെ ഓരോ ജീവാത്മാവിന്റെയും രാമനിലേക്കുള്ള അയനമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അടുത്ത കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്തത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, സീതയെ പിരിഞ്ഞ ഒരു വിയോഗം, ദുഃഖാർത്ഥനായിട്ടുള്ള രാമലക്ഷ്മണന്മാര്, തന്റെ ഭാര്യ, പ്രകൃതിയെ പിരിഞ്ഞ പുരുഷൻ,
അദ്ദേഹത്തെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി സംയോഗം വരുന്നിടം വരെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളും എല്ലാം നമ്മുടെ ജീവാത്മാവ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ വരുമ്പോൾ നമ്മൾ പരമാത്മാവ് ചൈതന്യത്തിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ എന്തിനോ വേണ്ടിയിട്ടുള്ള പ്രയാണമാണ്. ഈ ശരീരം ഉപേക്ഷിക്കുമ്പോഴോ ശരീരത്തിൽ ഇരിക്കുമ്പോഴോ എന്തിനെയോ തേടിയുള്ള ഒരു അദമ്യമായിട്ടുള്ള അടക്കാനാവാത്ത ഒരു ആഗ്രഹത്തോടെ എന്തിനൊക്കെയോ തേടി അലയുന്ന മനുഷ്യൻ അത് പിന്നെയാണ് തിരിച്ചറിയുന്നത് എന്തുകൊണ്ടും നിറയ്ക്കാൻ പറ്റാത്ത ഒരു വാക്വം, ഒരു പൊള്ളയായ ശൂന്യമായ സ്ഥലം നമ്മുടെ ഉള്ളിലുണ്ട്. അത് എന്താ നിറയ്ക്കേണ്ടത്? ആ ഒരു ചൈതന്യം, നശിക്കാത്തതായിട്ടുള്ള ആ ഒരു സുഖം, ആ ഒരു ആനന്ദം, അതിനെ നിറയ്ക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ പല സാധനങ്ങളുടെ പുറകെയുള്ള പാച്ചില് ഒരു മനുഷ്യൻ അവസാനിക്കുകയുള്ളൂ നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് ഓരോ മനുഷ്യനും യോഗ സാധനയിൽ പ്രവേശിക്കുന്നത്. അതുപോലെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെല്ലാം എന്താ? വിയോഗം സംഭവിച്ച രാമനെയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം പ്രകൃതിയെ വിട്ടുപോയ പുരുഷൻ. നമുക്കറിയാം ശിവനും ശക്തിയും, ശിവശക്തിയായ യുക്തവും നമ്മൾ കേട്ടു. രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ മാത്രമേ അത് ചലിക്കാൻ പോലും, ശിവന് ചലിക്കണമെങ്കിൽ ശക്തി വേണം. ആ ശക്തി പിരിഞ്ഞാൽ എന്താ? ആ ഒരു ശവമായിട്ടുള്ള ഒരവസ്ഥ, ആ ഒരു നിർജീവ അവസ്ഥയിൽ വീണ്ടും ചൈതന്യം വരണമെങ്കിൽ ശക്തിയുമായിട്ട് സംയോജിക്കണം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ വിയോഗങ്ങളുടെ ആ വിയോഗത്തിലും പല പല ആളുകൾ വരുന്നതും സാധനയില് ഓരോരുത്തരും വന്ന് ഒരു സാധകനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാം. അപ്പോ കിഷ്കിന്ധ കാണ്ഡ പ്രവേശനാണ്. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഒരാളെ കൂടെ ആരണ്യകാണ്ഡത്തിൽ അവസാനം കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. അതായത് ആ മതംഗ ആശ്രമത്തിലെ അന്തേവാസിയായിട്ട് വർഷങ്ങളോളം ശ്രീരാമനെ കാത്തിരിക്കുന്ന ശബരി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ. നമുക്ക് കേരളത്തിലെ ശബരിമലയുമായിട്ട് വളരെയധികം നമ്മൾ ഏത് ജനിച്ച കുഞ്ഞും ഒരു പുണ്യസ്ഥലം എന്നുള്ള രീതിയിൽ ശബരിമലയെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശബരി ആരാണ്, ഈ ശബരി സ്ത്രീ ആരാണെന്നൊന്നും അറിഞ്ഞു പോണം. ഇല്ലെങ്കിൽ എന്താ പറയാ, ആ രാമന്റെ ആ ഒരു മാനുഷിക മൂല്യങ്ങള്, അവിടെ യാതൊരു ജാതി ഭേദവുമന്യേ ആ ഒരു ഭക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രാമനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ശബരി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജാതി പേരാണ്. ശബരി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പേരല്ല. ശബരി എന്ന് പറഞ്ഞാൽ ഒരു വനവാസി, സംസ്കാരമില്ലാത്ത വനവാസി, കാട്ടാള സ്ത്രീ എന്നൊക്കെ പറയാം. അപ്പൊ അവിടെ ഈ പറഞ്ഞ അവർക്ക് ഈ കാട്ടുജാതിക്കാർക്ക് ഒരു പേരുണ്ട്. ആ ഒരു പേരാണ് ശബരി. ശബരി എന്നത് തുലോം എന്ന തരം താണ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. തരം താണ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉന്നത കുലജാതരി ചെയ്യുന്ന കർമ്മങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഉയർന്ന തലമാണ് ഈ ശബരിയൊക്കെ ചെയ്യുന്നത്. ഈ എന്താ, നമ്മുടെ ശങ്കരാചാര്യര് ചണ്ടാള വേഷത്തിലാണ് വന്നത്. ശങ്കരാചാര്യരുടെ മുമ്പിൽ ശിവൻ ചണ്ടാള വേഷത്തില് 4 പട്ടികള്, 4 വേദങ്ങളാകുന്ന പട്ടികളെയും കൊണ്ടുവന്ന് നിന്നാ ചോദിക്കുന്നത് വഴിമാറെന്ന് പറയുമ്പോ ആരാ മാറേണ്ടത്? ഞാനാണോ എന്റെ ശരീരമാണോ എന്ന് ചോദിക്കുക ശങ്കരാചാര്യരോട്. അപ്പൊ അന്നേ ബ്രാഹ്മണൻ ചണ്ടാളൻ എന്നൊക്കെയുള്ള ഒരു വ്യത്യാസമുണ്ട്. ശരീരമാണെങ്കിൽ മാറാം, അല്ല നീ മാറാൻ പറയുന്ന എന്നെ ഞാനെന്ന് നീ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇത് ചോദിച്ചപ്പോഴാണ് ശങ്കരാചാര്യർക്ക് മനസ്സിലായത് ശിവന് പോലും ചണ്ടാള വേഷം ധരിക്കാം. നമ്മള് ഈ ജാതി, നമ്മുടെ കുലം ജാതി നിശ്ചയിക്കുന്ന ശരിക്കും നമ്മുടെ കർമ്മമാണ്, നമ്മുടെ ഗുണമാണ്. അത് ആ ഒരു തലത്തില് കാണാതെ നമ്മള് എന്താ വേണ്ട സ്ത്രീ. ഇപ്പൊ നമ്മള് കണ്ടു രാമായണത്തില് വാൽമീകിയുടെ മനസ്സിന് മാറ്റം വരുത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു എഴുത്തും വായനയും ഇല്ലാത്ത ഒരു കാട്ടാള സ്ത്രീയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ ആ ഒരു കാട്ടാളനായിട്ടുള്ള രത്നാകരൻ വാൽമീകിയായി തീരുന്നു. അപ്പോ ആ ഏത് തലത്തിലും നല്ല ധാർമ്മികമായിട്ട് ജീവിക്കുന്നവരെല്ലാം തന്നെ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരും കുലസ്ത്രീകളാണ്. അവരെ നമുക്ക് അങ്ങനെ അധിക്ഷേപിക്കാൻ യാതൊരു കാരണവുമില്ല. അപ്പോ ഈ പണ്ട് ഈ പറഞ്ഞ ചണ്ടാലിയായിട്ടുള്ള ശബരി എവിടെയാണ് താമസിച്ചിരുന്നത്? മതംഗ മുനിയുടെ ആശ്രമത്തില്. അദ്ദേഹം ആ ഒരു നമ്മുടെ മാതംഗി ദേവി എവിടെയാണ് ജനിച്ചതും വളർന്നതും. ആ മതംഗ മുനി തന്റെ ശരീരം വിട്ടു പോകുമ്പോ ഈ ശബരിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കണം, നിനക്കിനി ഒരു നിയോഗമുണ്ട്. ഈ പറഞ്ഞ ഭൂമിയിലെ രാമൻ വരും, രാമപാദം സ്പർശം ഇവിടെ ഈ ശബരിമലയിൽ ഉണ്ടാകും. അപ്പൊ നിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന ഭഗവാനെ നീ കാണും. അത് ഈ ശബരിക്ക് മനസ്സിലായില്ല. കാരണം എന്താന്ന് വെച്ചാൽ എഴുത്തും വായനയില്ല, പഠിത്തമില്ല. പക്ഷെ ഈ പറഞ്ഞ മതംഗ മുനിയുടെ ആശ്രമത്തില് അവിടുത്തെ ഹോമത്തിനും യാഗത്തിനും മന്ത്രധ്വനിയിലും ജീവിതം മുഴുവനും കഴിച്ചു കൂട്ടിയ വ്യക്തിയാണ്. അവർക്ക് വിറക് കൊണ്ടു കൊടുക്കുക, അവരുടെ പാത്രം കഴുകി കൊടുക്കുക, സദാ സത്സംഗമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കാട്ടാള സ്ത്രീയുടെ മനസ്സ് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ആ ഒരു ഇത് കേട്ട് മന്ത്രങ്ങളെല്ലാം ആ മനസ്സിലുണ്ട്. അവർക്കൊന്നും പ്രത്യേകമായിട്ട് ജപിക്കേണ്ട ആവശ്യമില്ല. സദാ ഈ യാഗവും ഹോമവും ചെയ്യുമ്പോൾ വെളിയിരിക്കുക, അതിന്റെ പുക ഏൽക്കുക. അപ്പൊ അവിടുത്തെ ആ മന്ത്ര ഉച്ചാരണം, പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ യാഗങ്ങൾക്ക് പൂ കൊണ്ടുകൊടുക്കുക, സഹായിക്കുക, അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ശബരി കൊച്ചിലെ തന്നെ ആ എന്താ പറയാ മനസ്സിന് മാറ്റം വന്ന ആ യഥാർത്ഥമായ യോഗം ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു.
മതംഗ മുനി പറയുകയാണ്, രാമൻ വരും, അപ്പൊ നീ എന്താ ചെയ്യണം, രാമന്റെ പാദസ്പർശം ഏറ്റതിന് ശേഷം നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്താ, ഈ ശബരി കാത്തിരിക്കുകയാണ്, രാമൻ എന്ന് വരും അറിയില്ല. എന്നാ പറഞ്ഞ ത്രേതായുഗം എപ്പോഴാ, കാലത്തിന്റെ ഒഴുക്ക് ശബരി അറിയുന്നില്ല, ആശ്രമത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു. എപ്പോഴും ഇന്ന് രാമൻ വരുമെങ്കിൽ കൊടുക്കാൻ വേണ്ടി വെച്ചാൽ മരണം എപ്പോഴാണ് നമുക്ക് വരണം എന്ന് അറിഞ്ഞൂടാ. അപ്പോ എന്നും കാട്ടിച്ചെന്ന് ഏറ്റവും നല്ല പഴങ്ങളെ പറിച്ച് കടിച്ചു നോക്കും, ഏതാ നല്ലത്. അതിൽ പച്ചയാണെങ്കിൽ പഴുക്കാത്തതെല്ലാം ശബരി കളയും. എന്നിട്ട് നല്ലൊരു പാത്രത്തില് കൊണ്ടുവയ്ക്കും, കുറച്ച് ജലം എടുത്തു വെക്കും, തീർത്ഥം ഭഗവാന്റെ കാല് കഴുകി ഒരു ആസനസ്ഥാപൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എല്ലാം കണ്ട് രാമനെ ഇരുത്തി പൂജിക്കാനുള്ളതെല്ലാം. ആ കാട്ടിൽ വേറൊന്നുമില്ല, പഴങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ തന്റെ മനസ്സ് സദാ രാമ രാമ, എപ്പ വരും എപ്പ വരും എപ്പ വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാള് ചിന്തിച്ചു നോക്കൂ. കാട്ടിൽ വേറെ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല, സദാ രാമനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശബരി. ഇത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹം ആ വഴി വരികയാണ്. അപ്പൊ എന്താ, ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചണ്ടാള സ്ത്രീയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയത്തെ രാമൻ തിരിച്ചറിയണം. സന്തോഷത്തോടെ എന്താ വന്നുടനെ രാമനെ കാണുന്നു, രാമപാദങ്ങളിൽ നമസ്കരിക്കുന്നു. സീതയെ പിരിഞ്ഞ് ദുഃഖിതനായിട്ടുള്ള രാമനാണ് വരുന്നത്. പക്ഷെ സന്തോഷത്തോടുകൂടി ശബരിയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കാലുകഴി അവിടെ ഇരിക്കുകയാണ്. തന്റെ പാത്രത്തിലെല്ലാം ചെറിയ ചെറിയ പല്ലിന്റെ പാടുകൾ കാണുക, ശബരി കടിച്ചിട്ട് വെച്ചതാണ്. ഭഗവാൻ എന്ത് ചെയ്തു, സന്തോഷത്തോടെ വാങ്ങിച്ച് കഴിക്കുകയാണ്. ഭക്തദാസനാണ് ഭഗവാൻ. അതാണ് നമ്മളെ കാണിക്കുന്നത്. തന്നെ മറന്ന് താൻ ആരാധിക്കുന്ന ഈശ്വര സ്വരൂപത്തിലെ ലയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധക, അതാണ് ശബരി. അതായത് തനിക്കിനി ഒന്നും വേണ്ട, ഈ ശരീരം എപ്പോ വീണ് പൊക്കോട്ടെ, ആ മുനിയുടെ അനുഗ്രഹമാണ്, രാമൻ വരുമ്പോ നിനക്ക് മോക്ഷം കിട്ടുന്നത്. അതിങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു ഉപാസക. അതാണ് ശരിക്കും ശബരി. ആ ശബരി നമുക്ക് ഇന്ന് ഈ പ്രപഞ്ചത്തില്, അതായത് നമ്മൾ ജാതി വ്യവസ്ഥതയില് പലരെയും തരം താഴ്ത്തുന്നു. ബ്രാഹ്മണര് പൂജിക്കണം, ഇല്ലെങ്കിൽ ക്ഷത്രിയര് രാജ്യസേവനം നടത്തണം, വൈശ്യര് വ്യവസായം നടത്തണം, ശൂദ്രര് ഇവരെല്ലാം സേവിക്കുക. ഇങ്ങനെയുള്ള കുലസമ്പ്രദായം, ഈ ജാതി സമ്പ്രദായം വരുത്തിയത് ശരിക്കും കർമ്മം കൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണനാകുന്നത്. ആ കർമ്മം ആണ് നമ്മളെ ആ ബ്രാഹ്മണ്യം നമുക്ക് തരുന്നത്. ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുക, ബ്രഹ്മത്തെ അറിയാനുള്ള വാഞ്ച, ബ്രഹ്മത്തിലോട്ട് ചരിക്കുക. യഥാർത്ഥ ബ്രാഹ്മണൻ ഗായത്രി മന്ത്രത്തോടുകൂടി തന്റെ ആ ഉപാസന ആരംഭിക്കുന്ന ഏതും, അതാണ് പൂണൂലിട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണൻ. ദ്വിജനാണ്, രണ്ടാമത്തെ ജന്മമാണ്. അതുപോലെ ഏതൊരു വ്യക്തിയും, ആ ഒരു ശൂദ്രനാവട്ടെ വൈശ്യനാവട്ടെ, ഇന്ന് ജാതിയും മതമൊന്നും ഇല്ലാത്ത ഈ കാലത്തും നമ്മൾ ചിലപ്പോൾ ജാതിയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു ഉപാസനാ മാർഗത്തിലേക്ക്, ഒരു സാധനാ മാർഗത്തിലേക്ക് കയറുന്ന ഒരാള് എന്നാണോ ഗുരുമന്ത്രത്തെ ലഭിക്കുന്നത്, അവൻ ദ്വിജനാണ്, ബ്രാഹ്മണനാണ്. തന്റെ ആത്മസത്യത്തെ അറിയാൻ വേണ്ടി രണ്ടാമതൊരു ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ എഴുതിയ കുറെ കോളങ്ങളുണ്ടല്ലോ, നവഗ്രഹങ്ങള്, അത് എന്താ പറയാ, ഞാൻ ഇന്ന വ്യക്തിക്ക് ഇന്ന കാലം വരെ ജീവിക്കും, ആ ഒരു ഒരു നിയമം, നമ്മുടെ നവഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹൊറോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ജാതക ചാർട്ട് ഉണ്ട്, അത് അവിടെ നശിക്കുകയാണ്. ബിക്കോസ് പുതിയൊരു ജന്മം, ഒരു ജന്മം കഴിഞ്ഞു നമ്മുടെ. എന്ന് നമ്മുടെ ആ ഒരു ആത്മാവിനെ അറിയാൻ, ആ ഒരു ആത്മാവിനെ തേടി നമ്മൾ അതിലോട്ട് വന്നു കഴിഞ്ഞോ, ആ നമ്മുടെ കുലദൈവം മാറുകയാണ്. നമ്മുടെ ആ ഒരു തലയിലെഴുത്ത്, നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള കർമ്മങ്ങളും അവിടെ അവസാനിച്ചു. രണ്ടാമതൊരു പുനർജന്മമായിട്ട് കാണണം നമ്മുടെ സാധന. ഓരോ സാധനയെ കയറുന്ന വ്യക്തിയും ഈ തലത്തിൽ വേണം കാണാൻ. അപ്പൊ നമ്മൾ എന്താ, കഴിഞ്ഞ ജന്മത്തിൽ കുറെ കാര്യങ്ങൾ വെച്ചിരുന്നു, ഇത് ഞാൻ പിന്തുടരുന്ന ഉറച്ചു പിടിക്കാൻ പറ്റുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞു, അടുത്ത ജന്മം, എന്താ ജന്മം എന്ന് പറയാ, അടുത്ത ജന്മം ജീവിക്കുക, അടുത്ത ഒരു തലത്തിലോട്ട് പോവാ. ഒരാള് ഗർഭപാത്രത്തിൽ പ്രവേശിക്കാതെ ഒരു സെക്കൻഡ് ജന്മം എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തത് നമ്മൾ മരിച്ചതിനായിട്ട് കണക്കാക്കണം. കഴിഞ്ഞതൊക്കെ അവിടെ എന്താ, ആ ഒരു ചിതയിൽ കത്തിക്കുന്ന പോലെ അത് നമ്മൾ കത്തിച്ചു കളയണം. അല്ലാതെ പാസ്റ്റിൽ നിൽക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ ജന്മത്തിൽ കയറിയാലും അവിടെ തടസ്സങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ആ ഭൂമി തത്വത്തിൽ നമ്മൾ ആ ഒരു ആദ്യത്തെ നമ്മുടെ ആ ഒരു പലായനം തുടങ്ങുന്നത് എവിടെയാ, മൂലാധാര ചക്രത്തിൽ. ആ ഗ്രോസ് ആയിട്ടിരിക്കുന്ന ഞാൻ എന്റേത് എനിക്കുള്ളതെന്ന് എന്തിലൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നു, ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത ആ ഒരു മനോഭാവം, ഇതിനെയൊക്കെ രണ്ടാമത്തെ തലത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, ജലതത്വം, ഫ്ലൂയിഡിറ്റി വേണം, ഒഴുകാൻ പഠിക്കണം നമ്മൾ. ഈ ഒഴുകുക എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കരുത്. കെട്ടിക്കിടക്കുന്ന ജലത്ത് മലിനമാകും, അവിടെ അഴുക്ക് പിടിക്കും, മേളില് പൂപ്പ് വരും, പായല് വരും, അതൊക്കെ ചിന്തകളാണ്. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് ഒഴുകണം. ഈ പറഞ്ഞ ഗ്രോസ് ആയിട്ടുള്ള ഭൂമി വിടണം. എന്നാൽ മാത്രമേ നമുക്ക് ദ്വിജൻ, ദേവിയുടെ ആ 32 പല്ലുകളാകുന്ന, നമുക്കറിയാം, ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജ പങ്ക്തി ദ്വയോജ്വല, ദേവിയുടെ 16 മുകളിലുള്ള പല്ലുകളും 16 താഴത്തെ പല്ലുകളും ചേർന്ന 32 പല്ലുകൾ. എന്താ അത്? ശുദ്ധ വിദ്യ.
ശുദ്ധവിദ്യ, ആത്മവിദ്യ, ശ്രീവിദ്യ, നമുക്കെല്ലാം അറിയാം. ആ ദേവിയുടെ 16 അക്ഷരങ്ങൾ ചേർന്ന മന്ത്രമാണത്. അപ്പോ നമ്മളത് ദേവിയുടെ മന്ത്രം സ്വീകരിക്കുമ്പോൾ ഓരോരുത്തരും വിടേണ്ടത് വിട്ടോളണം. അല്ലെങ്കിൽ എന്താ, ഈ ജന്മത്തിൽ കിട്ടേണ്ട കാര്യം പിന്നെയും കുറച്ചും കൂടെ നമ്മൾ ശബരിമലയിൽ കയറുന്ന പോലെ 16ഉം 18ഉം പടിയൊന്നും പോരാ. പിന്നെയും ഓരോ വർഷവും 41 മല കയറി, 51 മല കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയും ആ താഴത്തെ പടി തന്നെ നമ്മൾ നിൽക്കും. അപ്പൊ ശബരി നമുക്ക് കാണിച്ചു തരുന്നത് എന്താ, ആ പൂർണ്ണമായിട്ടുള്ള സമർപ്പണ ഭക്തി, ആ സത്സംഗം. ആശ്രമത്തിൽ ജീവിച്ചിരുന്നു. അപ്പൊ നമ്മളും ആശ്രമ ജീവിതമാണ്. ഗൃഹസ്ഥ ആശ്രമമാണ്. ഗൃഹസ്ഥന്റെ ആശ്രമം ഏതാ? ഈ പറയുന്ന ഈ നമ്മുടെ വീട്, അത് തന്നെ ഗൃഹസ്ഥന്റെ ആശ്രമം. ആ ആശ്രമത്തില് നമ്മള് ആ ഒരു വിവാഹിതയായിട്ടുള്ള സ്ത്രീ വന്ന് കയറും. ഒരു ഗൃഹസ്ഥാശ്രമത്തില് ജനിച്ച നമ്മുടെ അച്ഛനമ്മമാര് ഗൃഹസ്ഥാശ്രമത്തിലൂടെ നമ്മളെ ഉണ്ടാക്കി. അവിടെയാണ് നമ്മൾ ജനിക്കുന്നത്. അതും ആശ്രമമാണ്. ആ ഒരു ആശ്രമം എന്ന് പറഞ്ഞാൽ ശ്രമം ഇല്ലാതെ ജീവിക്കണം. അവിടെ അടി വഴക്ക്, എന്താ പറയാ, അങ്ങ് പരസ്പരം വിശ്വാസം ഇല്ലായ്മയല്ല. എല്ലാരും സന്തോഷം. ആശ്രമ പരിസരം എന്ന് പറഞ്ഞാൽ എന്താ, ക്രൂര മൃഗങ്ങൾ പോലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ആധ്യാത്മിക സാധന ഉണ്ടാവും. അച്ഛൻ അമ്മയുടെ ഒരു പാരസ്പര്യം ഉണ്ടാവും, ഒരു സ്നേഹം ഉണ്ടാവും, ഒരു എന്താ പറയാ, എപ്പോഴും ഒരു തണല്. നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ സ്വന്തം വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറയാൻ കാരണം എന്താ, ആ സന്തോഷം തരുന്ന ഒരു അന്തരീക്ഷം. അല്ലാതെ കല്ലും മണ്ണും വെച്ച് കെട്ടുന്നതല്ല ഒരു വീട്. അത് ഗ്രഹമാവണമെങ്കിൽ, അതൊരു സന്തോഷമുള്ള സ്ഥലമാവണമെങ്കിൽ എന്താ വേണ്ടത്? ആ ഒരു ആധ്യാത്മിക സാധന വേണം അവിടെ. അച്ഛനമ്മമാര് ധാർമ്മികമായിട്ട് ജീവിക്കണം. നല്ലൊരു അന്തരീക്ഷം വേണം. ഏത് കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചു വീണാലും ഒരു ആധ്യാത്മികമായിട്ട് ആ കുട്ടിക്ക് ഒരു ഉയർച്ച. എങ്ങനെയാണോ ഭൗതികമായിട്ട് അച്ഛനമ്മമാര് ശ്രദ്ധിക്കുന്നത് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക്, അതുപോലെ ആധ്യാത്മിക സാധനങ്ങളും ആ കുഞ്ഞിന് കൊടുക്കണം. ഇല്ലെങ്കിൽ ശരീരം വളരും, മനസ്സ് വളരും, എപ്പോഴും ബാഹ്യമായിട്ട് നിൽക്കും. മനസ്സ് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോയിട്ട് എന്താ, ഈ പറഞ്ഞ ശരീരത്തെ താങ്ങി നിൽക്കുന്ന മനസ്സ് പതിക്കുമ്പോൾ ശരീരം ഇല്ലാതാകും. ഇതാണ് ഇന്നത്തെ ഇതിൽ നമ്മൾ കാണുന്നത്. ഈ ആശ്രമ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ആശ്രമങ്ങളുണ്ട് നമുക്ക്. വർണ്ണാശ്രമങ്ങളല്ല, അത് ഈ പറഞ്ഞ ജാതിയിലല്ല കാണുന്നത്. നമ്മളെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ, നമ്മുടെ ആ ഒരു ഗുണകർമ്മ വിഭാഗിന, ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് നമ്മൾ അതിനെ കാണണം. ഒരുപാട് പേർക്ക് അതിനെ ഓരോ തരത്തില് അതിനെ എന്താ പറയാ വിശദീകരിക്കാം. അവരവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് നമ്മൾ ഏത് തലത്തിൽ നിൽക്കണം. ഒരാൾക്ക് പറയാം ഇത് മറ്റേ ആശ്രമമാണ്, ഇത് ജാതിയാണെന്ന് പറയാം, ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ. സാധന തലത്തിലാണ് ഞാൻ പറയുന്നത്. സാധന തലത്തില് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയുന്നതാണ്. 4 ആശ്രമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹസ്ഥാശ്രമം തന്നെ. ആ നമ്മള് ഒരു ആശ്രമ ജീവിതത്തിൽ ജനിച്ച നമ്മളെ നാളെ വിവാഹിതയായിട്ട് വേറൊരു വീട്ടിൽ ചെന്ന് ഒരു പുരുഷനുമായിട്ട് ചേർന്ന് എന്താ ഗാർഹസ്ഥ്യം 2ാമത്തെ പടിയിലോട്ട് നമ്മൾ കയറണം. അത് നന്നായിട്ട് ഒരു ധർമ്മപത്നിയായിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തി അവരവരുടെ കർമ്മങ്ങൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അവിടുന്ന് നമ്മൾ മനസ്സ് വിടുക. ആ മനസ്സ് വിട്ടിട്ട് മൂന്നാമത്തത് നമ്മുടെ വാനപ്രസ്ഥം. വനത്തിൽ പ്രസ്താപിക്കണം. വനം എന്ന് പറഞ്ഞാൽ കാട്ടിപ്പോണം എന്നല്ല, വീട് തന്നെ വനമാക്കണം. അതായത് എല്ലാ കാര്യത്തിൽ നിന്നും കുറച്ച് വിഡ്രോയൽ, അത്രേ ഉള്ളൂ. വനം എന്ന് പറഞ്ഞാൽ ഏകാന്തമായ സ്ഥലം. അപ്പോ ഈ ഒരുപാടടുത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏകാന്തമായിട്ടുള്ള ഒരു തലത്തിലോട്ട് നമ്മുടെ മനസ്സുകൊണ്ട് വരണം. അത് കഴിഞ്ഞ് എന്താ, അതിൽ നിന്ന് പതുക്കെ വിട്ട് ലാസ്റ്റില് സംന്യാസം, സമ്യക്കായിട്ട് ലസിക്കണം. എല്ലാത്തിൽ നിന്നും വിട്ടുപോകണം. മനസ്സ് വിട്ടിട്ട് എന്ത് ചെയ്യണം? എന്താണോ തന്റെ ജീവിത ലക്ഷ്യം, എന്തിനാണോ ഭൂമിയിൽ ശരീരം എടുത്തത്, എവിടേക്കാണോ പോകണമെന്ന് നിശ്ചയമായിട്ടൊരു ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. ഒരു ലക്ഷ്യമില്ലാതെ ഒരാള് അമ്പെയ്യുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ട്, അർജുനനെ കറങ്ങുന്ന തത്തയുടെ കണ്ണിൽ അമ്പെയ്യാനാ പറഞ്ഞേക്കുന്നത്. ആ അർജുനൻ അത്രയും ഏകാഗ്രചിത്തനായതുകൊണ്ടാണ് എത്ര കറങ്ങിക്കൊണ്ടിരുന്നിട്ടും കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ പറ്റിയത്. അതുപോലെ അതോ പ്രതിഫലനത്തില്, ജലത്തിൽ കാണുന്ന പ്രതിഫലനത്തിലാ അമ്പെയ്യാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ മനസ്സിനെ ലാസ്റ്റിൽ എവിടെ പോകണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് ജീവിതത്തില് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ തീരുമാനിച്ചോളണം എവിടെയാണ് അമ്പെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് പദമാണ്, അതായത് എനിക്ക് പിതൃലോകത്തിൽ അലഞ്ഞ് അവിടെ അലഞ്ഞ് ഇവിടെ അലഞ്ഞ് വീണ്ടും ഭൂമിയിൽ വരണോ, അതോ ഇനി ഭൂമിയിൽ വന്നാൽ ശ്രേയസ്കരമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഉടമയാകണോ, നമുക്ക് ഹയർ ലെവലിൽ പോണോ, സിദ്ധാശ്രമത്തിൽ ഇരിക്കണോ, അല്ല വൈകുണ്ഠം, ഒരുപാട് ലോകങ്ങളുണ്ട് നമ്മളെ എങ്ങനെ ആകർഷിക്കാനായിട്ട്. എവിടെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും, ഞാനീ പറയുന്നത് ഈ പൊതുജനത്തിന്റെ കാര്യമല്ല. പൊതുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ ഉപാസനാ മാർഗം സ്വീകരിച്ചവർക്ക് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോവാതെ ആ ലക്ഷ്യത്തിലോട്ടുള്ള യാത്രയായിരിക്കണം നമ്മുടെ ഏത് ആശ്രമധർമ്മവും. അപ്പോ നമ്മൾ ശബരിയെ കാണുകയാണ്, ശബരി മോക്ഷം കിട്ടുകയാണ് രാമപാദങ്ങളെ നമസ്കരിച്ച്. അപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു വലിയ ഒരു രാമായണത്തിന്റെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് സീത ശരിക്കുള്ള ആ നിയോഗം
പ്രാവർത്തികമാക്കാൻ വേണ്ടി രാമൻ തുടങ്ങുകയാണ്. അപ്പൊ എന്താ, ആ സീത പോയി കഴിഞ്ഞു, സീതയെ കട്ടോണ്ട് പോയി കഴിഞ്ഞു, സീത അന്വേഷണം തുടങ്ങുകയാണ്. സീതയെ അന്വേഷിക്കുക. തന്റെ മനസ്സ് ബുദ്ധിയിൽ നിന്ന് വിട്ടുപോയി, ശരീരത്തില് ആ പ്രകൃതി നമ്മളെ വിട്ടുപോയ പുരുഷൻ ഏകനായിട്ട് ഒറ്റയ്ക്ക് ആ വല്ലാത്ത താപങ്ങളും വിഷമങ്ങളുമായിട്ട് അദ്ദേഹം എവിടെ കയറുകയാണ്? കിഷ്കിന്ധ പ്രവേശനമാണ്, അവിടെയോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോ നമ്മളെന്താ, ആ ഭഗവാനെ ശരിക്കും കിഷ്കിന്ധയിലാണ് സുഗ്രീവൻ, ഹനുമാൻ മുതലായ ആളുകളെയെല്ലാം നമ്മൾ കാണുന്നത്. വാനരന്മാര്, മനസ്സിന്റെ വിവിധ തലങ്ങള്, ബാലി, സുഗ്രീവൻ, ഹനുമാൻ എന്ന് പറയുന്ന ഒരുപാട് വാനരന്മാരെ നമ്മൾ കാണും. വാനരൻ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്താ പറയാ, കുരങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇന്ദ്രന്റെ വേറൊരു ഭാവമാണ് ഈ കുരങ്ങൻ എന്ന് പറയുന്നത്. ഏത് സമയം ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക്, ഒരു മിനിറ്റ് അവർക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു കുരങ്ങിനെ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു തറയിൽ ഇരിക്കുകയാണെങ്കിലും അവർ ഒന്നി കണ്ണുകൊണ്ട് എന്തെങ്കിലും ചേഷ്ട കാണിക്കുക, ഇല്ലെങ്കിൽ നാക്ക് കൊണ്ട് കാണിക്കില്ലേ, കൈ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും അവർക്ക് നിശ്ചലമായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. അവരെയാണ് രജോ ഗുണികൾ എന്ന് പറയുന്നത്. നമ്മളെ ഗുണങ്ങൾ കണ്ടു, 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണമുള്ളവർ കുംഭകർണനെ പോലെ ഫുൾ ടൈം ഉറങ്ങും. അതുകൊണ്ട് അവർ ഒരു നിരുപദ്രവികളാണ്. അവർ ഉണരുകയില്ല, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വീണ്ടും ഭക്ഷണം കഴിക്കും, ഉറങ്ങും. അവർക്ക് ലോക ചിന്തയില്ല. പക്ഷെ രജോ ഗുണികൾ വലിയ പ്രശ്നമാണ്. അവർ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കാൻ അവർക്ക് പറ്റില്ല. അവർക്ക് സാധനാ തലത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടും. കാരണം ശരീരത്തെ ഒന്ന് നമ്മൾ സാധനയിൽ ഇരിക്കുമ്പോൾ ശരീരം ഒന്ന് എന്താ പറയാ, ആ ഒരു യോഗാവസ്ഥയിൽ ഇരിക്കണമെങ്കിൽ ശരീരം എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്ന ശരീരവുമായിട്ട് ഒരിക്കലും വിട്ടുപോകാത്തതാണ് മനസ്സ്. അപ്പൊ ആ ശരീരത്തിന് നമുക്ക് ആ ഒരു പതഞ്ജലി യോഗ സൂത്രത്തിലൊക്കെ പത്മാസനത്തിൽ ഇരിക്കൂ, നമ്മുടെ അട്ടല് നിവർത്തിയിരിക്കും എന്നൊക്കെ പറയാൻ കാരണം എന്താ? ശരീരത്തിന്റെ ചലനങ്ങളെ നിർത്തിയിട്ട് വേണം മനസ്സിനെ അകത്തോട്ട് കൊണ്ടുവരാൻ. എന്നാലേ അവിടെ ഇരിക്കുന്ന ആ തത്വവുമായിട്ട് യോഗം ചെയ്യാൻ പറ്റൂ. അപ്പൊ അതില്ലാത്തപ്പോ ഈ പറഞ്ഞ നമ്മള് അതില്ലാതെ ഇരിക്കും. നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് നല്ലവണ്ണം മനസ്സ് നിയന്ത്രിച്ച കുരങ്ങന്മാരെ കാണുന്നുണ്ട്. അവർക്ക് കുരങ്ങിന്റെ വേഷമൊന്നും അല്ല, ഒരു മനുഷ്യനെക്കാളും ഉയർന്ന തലത്തിൽ കാണുന്നുണ്ട്. ബാലി ആരാണ്? ബാലി ഏറ്റവും ഉയർന്ന ഒരു സാധകനാണ്. പക്ഷെ ചില ബാഡ് ക്വാളിറ്റീസ്, ചില ആ ഒരു എന്താ സ്വഭാവ വിശേഷങ്ങളാണ് അദ്ദേഹത്തിന്റെ രാമബാണങ്ങളേറ്റ് കൊല്ലാൻ കാരണം. അതിന് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു. സുഗ്രീവൻ ഉയർന്ന തലമാണ്, ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മൾ കാണുന്നു രാമദൂതനായിരിക്കുന്ന ഹനുമാൻ. അപ്പൊ ഇവരെ എങ്ങനെ നമുക്ക് കുരങ്ങന്മാരെന്ന് പറയാൻ പറ്റും? കുരങ്ങനല്ല, കുരങ്ങൻ മനുഷ്യന് മാതൃക കാണിക്കാണ്. ബിക്കോസ് എവല്യൂഷൻ എന്ന് പറയുന്നത് കുരങ്ങനിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് മനസ്സ് ചഞ്ചലമായിട്ടുണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഏത് സാധനാ മാർഗത്തിൽ പ്രവേശിച്ചാലും മനസ്സിന്റെ ചഞ്ചലത നിർത്താതെ ശരീരം, അതുകൊണ്ട് കുറച്ചു നേരം എപ്പോഴും നമ്മൾ ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മൾ പറയും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കൂ, അവിടെ കണ്ണടച്ചിരിക്കൂ, ശരീരത്തെ അധികം കാലിട്ടാട്ടാതിരിക്കുക, കൈ കൊണ്ട് അനക്കാതെ വളരെ സ്റ്റില്ലായിട്ട് മനസ്സ് സ്റ്റില്ലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരം ആദ്യം സ്റ്റില്ലാവണം. ആ ഒരു യോഗിക് പോസ്ചർ എന്ന് പറയുന്നത്, നമ്മുടെ പോസ്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇതാണ്. അല്ല നടന്നുകൊണ്ട് ജപിക്കുക, ഓടിക്കൊണ്ട് ജപിക്കുക, അതൊന്നും ഒരു കാര്യമല്ല. മനസ്സിനെ കൊണ്ട് ജപം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനെ ഒരിടത്ത് തളച്ചു നിർത്തുക. ആ ഒരു ഇഷ്ട ദേവതയുടെ നാമരൂപങ്ങൾ മനസ്സിലൂടെ എന്താ അവിടെ പ്രതിഫലിക്കണം. ഈ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന എങ്ങനെയാ നമുക്ക് നാമരൂപങ്ങൾ വരിക? ആദ്യം ദേവിയുടെ രൂപമല്ലേ നമുക്ക് വേണ്ടത്. പഞ്ചദശി ജപിക്കുമ്പോൾ 3 കൂടങ്ങളിലൂടെ സഞ്ചരിക്കണം. അമ്മയുടെ കരചരണങ്ങൾ കാണണം. ആദ്യം നമുക്ക് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും കാണണം, പാശവും അങ്കുശവും കാണണം. ആ പഞ്ചപ്രേതമഞ്ചത്തിലിരിക്കുന്ന അമ്മയെ കാണണം, ഇല്ലേ? വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ? അതിൽ നിന്ന് പതുക്കെ ഉള്ളിലോട്ട് വരണം. അപ്പോൾ ശരീരം സ്റ്റേബിളായി. അമ്മയുടെ സ്ഥൂല ശരീരം കാണുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഒരു എന്താ ആ ഒരു ഭംഗി കണ്ടിട്ട്, അമ്മയുടെ ആ ഒരു എന്താ രൂപം കണ്ടിട്ട്, ആ ഒരു ഭംഗിയും ഒരു വല്ലാത്ത ആകർഷണീയതയും കണ്ട് നമ്മുടെ ശരീരം അറിയാതെ അതാണ് നമ്മുടെ മനസ്സ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ശരീരം അറിയാതെ നിശ്ചലത്വത്തിൽ വരും. അപ്പം മനസ്സിനെ കൊണ്ടുവരിക. മനസ്സ് കൊണ്ടുവന്നിട്ട് എന്താ? ആ നമ്മുടെ കുണ്ടലിനി അമ്മയുടെ മന്ത്രസ്വരൂപം കാണാൻ പറ്റില്ല. അതിങ്ങനെ എന്താ മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് കയറി ശിരസ് വരെ പോകും, താഴെ വരും. 3 കൂടങ്ങൾ അതിക്രമിച്ച് ഒരു മാല പോലെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് മനസ്സ് പതുക്കെ കുറച്ചൊരു 54 പ്രാവശ്യം സ്ഥൂലമായിട്ട് കണ്ടു ജപിക്കുക. അപ്പോൾ മനസ്സിനെ പതുക്കെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ സൂക്ഷ്മമായിട്ട് താഴേന്ന് ഒരു മിന്നൽ പിണറിന്റെ ആകൃതിയിൽ വളരെ തടില്ലത സമരുചി, ഒരു മിന്നൽ പിണർ പോലെ ഒരു പ്രകാശം, ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ദേവി. അപ്പൊ എന്താ? പിന്നെ ഒരു 54 പ്രാവശ്യം ആദ്യം മോളിൽ നിന്ന് താഴോട്ട് നമ്മൾ രൂപം കാണുമ്പോൾ വാഗ്ഭവകൂടം മുഖം, കാമരാജകൂടം നടുക്ക്, മൂന്നാമത്തെ കൂടം കാലുകള്, അങ്ങനെ വരിക. അപ്പൊ ആ രൂപം നല്ല കണ്ടൊന്ന് മനസ്സിൽ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ദേഹം നിശ്ചലമാവും. പിന്നെ ഇതാണ് പഞ്ചദശി മന്ത്രം ജപിക്കേണ്ട ഒരു രീതി. രണ്ടാമത് ജപിക്കുമ്പോൾ താഴേന്ന് മേളിലോട്ട് പോവുക. മന്ത്രസ്വരൂപം എപ്പോഴും എവിടുന്നാണ്?
മൂലാധാരത്തിൽ നിന്ന് മേളിലോട്ട്. അവിടുന്നുള്ള അവിടെയാണ് വാഗ്ഭവകൂടം വരുന്ന ആദ്യത്തത്. അവിടുന്ന് കായലഹരിയും ഹസാലഹരിയും സകലഹരിയും അങ്ങനെ പോവുക. അങ്ങനെ രണ്ടും കൂടെ വരുമ്പോ എന്താ, ആ ഒരു സംയോഗം നമ്മുടെ ശരീരവും ഒന്ന് നിശ്ചലമായി മനസ്സ് എത്തേണ്ടടുത്ത് എത്തിച്ച് അമ്മയുടെ രൂപവും നാമരൂപങ്ങൾ അമ്മയെ കണ്ട ആ നാമത്തിന്റെ കൂടെ ഈ മന്ത്രത്തിന്റെ രൂപത്തെ നമ്മൾ കണ്ടു, ദേവതയെ കണ്ടു, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി. ഇതാണ് അതിന്റെ ഒരു മന്ത്രയോഗം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ മന്ത്രം ജപിക്കുക അല്ല, അതിന്റെ ദേവതയുണ്ട്. ഓരോ മന്ത്രത്തിനും ദേവതയുണ്ട്. ചുമ്മാ വിളിച്ചു വരുത്താൻ പറ്റില്ല അവര്. അതുകൊണ്ടാണ് ഈ പ്രാഥമിക മന്ത്രങ്ങളൊക്കെ ജപിച്ച് ശരീരം ഒന്ന് എന്താ ഫ്രഷ് ആയിട്ട് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ ഗണപതിയെ ജപിക്കണു, സുബ്രഹ്മണ്യനെ ജപിക്കണു, ചണ്ഡികയെ ജപിക്കണു, എല്ലായിടും ഒന്ന് ആ കുലപഥത്തെ ഫ്രഷ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്, മഹാരാജ്ഞിയെ കൊണ്ടുവരുന്നത്. അമ്മയുടെ പഥം എന്താ, അവിടെ പൂവിട്ട് അമ്മയുടെ കാലുകളിൽ നമസ്കരിച്ച് കൊണ്ടുവരണം അമ്മയെ. ആ അമ്മയെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മുടെ കുലപഥം ഒന്ന് വൃത്തിയാക്കി, നമ്മൾ പറയില്ലേ നല്ല വലിയ വിശിഷ്ട വ്യക്തികൾ വരുമ്പോ ഒന്ന് തൂത്തു തുടച്ചിടുന്നത്, അതുപോലെ ആ വഴികളൊക്കെ വൃത്തിയാക്കി തോരണങ്ങൾ കെട്ടുന്ന പോലെ മഹാരാജ്ഞി വരുമ്പോ ആ വഴികൾ, ആ ചെറിയ മന്ത്രങ്ങളൊക്കെ എന്താ, ആ ദേവതകൾ ഉണർന്ന് അമ്മയ്ക്കുള്ള വഴി ഒരുക്കിക്കോളും. ആ ഒരുക്കലാണ് നമ്മുടെ ആദ്യത്തെ ജപങ്ങളെല്ലാം. ഒരു തലം കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ കുലപഥത്തിൽ നിന്ന് എപ്പോഴാണോ നമ്മുടെ അനാഹതവും വിശുദ്ധിയൊക്കെ കഴിഞ്ഞ് ആജ്ഞയിലെത്തണോ, അപ്പൊ ഈ താഴത്തെ മന്ത്രങ്ങളൊക്കെ നമുക്ക് വേണ്ട. ഒരു തലം കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം ആ ഒരു വഴിയില്. പക്ഷെ അത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഈ രീതിയില് നമ്മൾ സജ്ജമാക്കണം ആ ദേവതയെ കൊണ്ടുവരാനായിട്ടും ആ തലത്തിലെത്താൻ. അപ്പൊ ഈ പറഞ്ഞ കൊരങ്ങന്മാരെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ആ ഒരു കപീന്ദ്രന്മാരെന്ന് കാണല്, നമുക്ക് നിർദ്ദേശം തരാനും നമുക്ക് ഒരു ഉദാഹരണങ്ങളാക്കാനും പറ്റുന്ന അത്ര ഉയർന്ന മനസ്സിന്റെ ഉടമകളാണ്. അപ്പൊ നമുക്ക് കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അതിനു മുമ്പേ ഭഗവാനെ ഒന്ന് നമസ്കരിക്കാം. രാമനെ, അതായത് കിഷ്കിന്ധാകാന്ഡത്തിൽ കയറുമ്പോൾ അദ്ദേഹം എന്താ ഒരു പ്രത്യേക രീതിയിൽ പലരുമായിട്ട് എന്താ പറയുക ഒരു യോഗം, പലരുടെയും സഹായം തേടി രാമന്റെ അനുഗ്രഹം നേടുകയാണ് ഇവരെല്ലാം. അപ്പൊ നമുക്കൊന്ന് രാമനെ ഒരു 4 വരി ഒന്ന് സ്തുതിച്ചുകൊണ്ട് കിഷ്കിന്ധാകാന്ഡത്തിൽ കയറാം. ബാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകരം സുന്ദരം സുഗ്രീവാദി സമസ്ത വാനരഗണൈ സംസേവ്യ പാദാംബുജം നാദേനൈരിവ സമസ്ത രാക്ഷസഗണാൻ സംത്രാസയന്തം പ്രഭും ശ്രീമത് രാമപാദാംബുജ സ്മൃതിരഥം ധ്യായാമി വാതാത്മജം. ഈ രീതിയിൽ ഈ ത്രിഭുവനങ്ങളെയും പ്രക്ഷോഭിക്കുന്ന സുന്ദരനായിട്ടുള്ള രാമൻ ആരൊക്കെയാലും സേവിക്കപ്പെടുന്നു? സുഗ്രീവാദി സമസ്ത വാനരഗണൈ സംസേവ്യ പാദാംബുജം. അവര് സേവിക്കുന്ന ആരെയാ? രാമപാദങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ രാമൻ എന്ത് പറയുന്നു ശിരസാ വഹിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നവർ. ആ പറഞ്ഞ രാക്ഷസന്മാര് പോലും, ആ എല്ലാ രാക്ഷസന്മാരാലും പൂജിക്കപ്പെടുന്ന അല്ലയോ ശ്രീമദ് രാമപാദാംബുജ സ്മൃതി രഥം. ആ സ്മൃതി ഒന്ന് സ്മരിക്കുമ്പോ തന്നെ അത് രമിക്കുക, നമ്മള് അതിൽ സന്തോഷിക്കുക. എന്ന് വെച്ചാല് ദുഃഖങ്ങളില്ല, രമിക്കുന്നു. രാമൻ രഞ്ജിപ്പിക്കുകയാണ്. ആ രാമന്റെ സ്വരൂപം ഒന്ന് ആ ധ്യായാത്മിവാതാത്മജം, എപ്പോഴും ഈ ഒരു രൂപം, ആ ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കയറാം. അപ്പോ രാമായണം കിഷ്കിന്ധാകാന്ഡം, ഓരോ കാണ്ഡങ്ങൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ കാണ്ഡങ്ങളുടെ പേര് മറന്നു പോവാറുണ്ട് അല്ലെ? ആദ്യം എന്ത്, രണ്ടാമത്. അപ്പൊ അതിനൊരു ചെറിയ പ്രയോഗമുണ്ട്, വളരെ രസകരമായിട്ട് നമുക്ക് ഓർമ്മിക്കാനായിട്ട്. ഒരു യോഗം എല്ലാ കാണ്ഡങ്ങളും ചേർത്ത് പോകാൻ അതിന് പറയാറുണ്ട്. ഒരു എന്താ പറയാ, ഒരു പ്രോവർബ് പോലെ തന്നെ കേൾക്കാറുള്ളതാണ്. ബാലകൻ അയോധ്യയിൽ. അപ്പൊ നമ്മൾ മറക്കില്ല, ബാലകൻ എവിടെയാ? അയോധ്യയില്. ആരണ്യം പുക്ക ശേഷം, ആരണ്യത്തില് കാട്ടിലെത്തി. എന്താ? കിഷ്കിന്ധാപതേ, കിഷ്കിന്ധാധിപനോട് എന്ന് പറയാം, അവിടുത്തെ സുഗ്രീവനോട്. സുന്ദരൻ, അടുത്തത് സുന്ദരകാന്ഡം എന്നർത്ഥം. യുദ്ധം ചെയ്തു എന്ന് പറയുക. സുന്ദരൻ യുദ്ധം ചെയ്തു, അതായത് സുന്ദരകാന്ഡം കഴിഞ്ഞിട്ട് യുദ്ധകാന്ഡം. അപ്പൊ ഇതിങ്ങനെ ചുമ്മാ ഒരു എന്താ പറയാ, ഒരു ചൊല്ലെന്നുള്ളതേ ഉള്ളൂ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏത് കാണ്ഡങ്ങളാണെന്ന്. അപ്പോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ കാണാൻ പോകുന്നത്, തുടങ്ങുന്ന എന്താ? ഹനുമത് ദർശനമാണ്. ഹനുമാനെ കുറിച്ച് കൂടുതൽ പറയുന്നത് സുന്ദരകാന്ഡത്തിലാണ്. പക്ഷെ ഇവിടെ നമുക്ക് ബാലിയെ കാണാം, സുഗ്രീവനെ കാണാം, പ്രധാനപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് തുടക്കത്തില് ഇവര് രണ്ടുപേരും, രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് എവിടെ വന്ന് കയറുന്നു? കിഷ്കിന്ധ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്ന് കയറുകയാണ്. അവരിങ്ങനെ മരങ്ങളോടും ചെടികളോടും വായുവിനോടും കാറ്റിനോടും ഒക്കെ സീതയെ കണ്ടു. രാമൻ വളരെ ദുഃഖാർത്ഥനായിട്ട് വിഷമിച്ച്, തന്റെ ഭാര്യ അത്രത്തോളം ഇതുവരെ വിവാഹത്തിന് ശേഷം ഇന്ന് വരെ പിരിഞ്ഞിരിക്കാത്ത ഭാര്യ ഭർത്തൃ ദമ്പതികൾ, അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ശരീരം കൊണ്ട് മാത്രമല്ല അവര് നമ്മളും ഇതുപോലെയാണ്. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടെ നിന്ന് പിരിഞ്ഞിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്കത് അറിയാനുള്ള
ഒരു ആഗ്രഹം, എവിടെയാണ് നമുക്ക് ചേരേണ്ടതെന്ന്. അതുപോലെയുള്ള രാമനെയൊക്കെ സംബന്ധിച്ച് എത്രയോ ഉയർന്ന തലം ആ ഭഗവാൻ മഹാലക്ഷ്മിയും വിഷ്ണുവും ഇന്ന് വരെ പാൽക്കാവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അനന്ത ശായിയായിട്ടുള്ള ലക്ഷ്മിയെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഹൃദയത്തില്. ഭൂമി ദേവിയെ കാലിൽ വെച്ചിരിക്കുന്ന മഹാവിഷ്ണു. അപ്പൊ പിരിയുമ്പോ എത്രത്തോളം വിഷമമായിരിക്കും. അത് തന്നെയാണ് അവതാരത്തിലും വരുന്നത്. അവരങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ ആദ്യമായിട്ട് ഹനുമാൻ ആദ്യം കാണാൻ പോവുകയാണ്. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഹനുമാൻ എന്താ പറയാ, ഒരു ബ്രാഹ്മണന്റെ വേഷധാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ എത്തുകയാണ്. ഹനുമാനെ രാമൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോ കാണുന്നത് ഈ പറഞ്ഞ കപിയുടെ രൂപത്തിലല്ല, കുരങ്ങന്റെ രൂപത്തിലല്ല. അദ്ദേഹം ഒരു ബ്രാഹ്മണ വേഷത്തിൽ വരികയാണ്. അപ്പോ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ഉള്ള അഭിപ്രായം, നമ്മളൊരു എന്താ പറയാ, നമ്മുടെ എല്ലാരെയും കാണും, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട്. ഒരാളെ കാണുമ്പോൾ ചിലര് പറയും നമുക്ക് കാണുമ്പോ തന്നെ എന്തോ ഒരു വശ്യത, എന്തോ ഒരു സ്നേഹം തോന്നി എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ പറയും കാണുമ്പോ എനിക്ക് തോന്നിയ ആളുമായിട്ട് ഇനി ബന്ധം വേണ്ട. ഇത് രണ്ടും ആരാ പറയണത്? ഉള്ളിലിരിക്കുന്ന ആ ഒരു സത്യം. നമ്മുടെ കർമ്മങ്ങള്, വാസനകൾ എന്തിലുമായിട്ട് അടുപ്പിക്കും, ചിലതിനോട്ട് നമുക്ക് വിരക്തി തോന്നും. അതുപോലെ രാമൻ ആദ്യമായിട്ട് കണ്ടപ്പോ എന്താ പറയാ, ആ ഒരു അഭിപ്രായം പറയാണ് ലക്ഷ്മണനോട്. അദ്ദേഹം വന്ന് ഇദ്ദേഹം ചോദിക്കണ ബ്രാഹ്മണൻ വഴി ചോദിച്ച് നിങ്ങൾ ആരാണ്, അല്ലയോ നിങ്ങൾ രണ്ട് സുന്ദര കളേബരമുള്ള രണ്ടുപേര് കാട്ടിൽ എന്ത് പറ്റി, നിങ്ങൾ മനുഷ്യ എവിടുന്ന് വരുന്നു, ആര്, എന്ത്, ഇതൊക്കെ ചോദിക്കണു. നമ്മൾ ഒരാളെ കാണുമ്പോ തന്നെ ചോദിക്കില്ലേ നിങ്ങൾ ആരാണ്, എവിടുന്ന് വരുന്നു, എന്താ കാര്യം, ഈ കാട്ടിൽ എന്തിനാ വന്നത്? അപ്പൊ ഇവർക്ക് പേടി എന്താ? സുഗ്രീവൻ ബാലി അയച്ച വല്ല ചാരന്മാരുമാണോ സുഗ്രീവനെ പിടിക്കാൻ വരുന്ന ഇവരുടെ പേടി. അതിനാണ് വേഷം മാറി വന്നത് തന്നെ. പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കാതെ വളരെ പഠിത്വം, വളരെ നല്ല നല്ല അറിവുള്ള ആളിനെ പോലെ ഹനുമാൻ ചോദിക്കുകയാണ് ആരാണ് എന്താണെന്നൊക്കെ. ഇത് കേട്ടപ്പോ തന്നെ രാമൻ പറയണം, നോക്കൂ, ആദ്യത്തെ തന്നെ രാമൻ എന്ന് പറയുന്ന ആ ഉയർന്ന, നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഉയർന്ന തലത്തിലുള്ള എന്തിനേയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, ശബരിയെ കണ്ട് ഓരോരുത്തരെയും കണ്ടു വരികയാണ്. രാക്ഷസനെയും സത്യമായിട്ടുള്ളവരെയും ഡിസ്ക്രിമിനേഷൻ പവറുള്ള, അനിത്യ വിവേകമുള്ള രാമൻ ആദ്യമായിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ശബ്ദം, ഭാഷ കേട്ടിട്ട് പറയണ ലക്ഷ്മണനോട്, എന്തൊരു ഉയർന്ന ഭാഷ, എന്തൊരു നല്ല ഭാഷ, ഒരു തെറ്റില്ലല്ലോ, ഒരു അപശബ്ദമില്ല. ഈ വടുരൂപിയായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള ഇദ്ദേഹം ആരായിരിക്കാം? ആരെ കുറിച്ചാ പറയുന്നത്? മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധി മതാംവരിഷ്ടം പാദാത്മജം വാനരയൂഥം മുഖ്യം ശ്രീരാമദൂതം ശരണമഹം പ്രബദ്ധി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഹനുമാനാണ് ഈ നിൽക്കുന്നത്. അപ്പൊ മഹാമതിയാണ്, മഹാബുദ്ധിമാനാണ് അദ്ദേഹം എന്നൊക്കെ നമ്മളെ ഉപാസിക്കുന്നത്. അതായത് ഈ നമ്മളെ ഹനുമാനെ കാണുമ്പോൾ ഒരു പച്ച വേഷം ധരിച്ച എപ്പോഴും കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി, ഒരു കൊരങ്ങൻ എന്നൊക്കെ പറയുമ്പോൾ ശരീരപ്രകൃതിക്ക് ചെറിയ താതാത്മ്യമുണ്ട് ഇല്ലേ? പച്ചപ്പട്ടിന് ഹനുമാൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറയാൻ ആ പച്ച അമൃതത്തിന്റെ സാന്നിധ്യമാണത്. സമ്പൂർണമായിട്ട് ആ ശരീരത്തിന് അമൃതത്വം എന്ന് വെച്ചാൽ മരിക്കാത്തത്, ആ മരിക്കാത്തതായിട്ടുള്ള ആത്മതത്വത്തെ യോജിപ്പിച്ചവൻ ഹനുമാൻ. അല്ലാതെ അമൃതം കുടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അമൃതത്വം ഈ ശരീരത്തിലിരുന്ന്, അത് ഹനുമാന് ഒരു യുഗങ്ങളിലും മരണമില്ല, ചിരഞ്ജീവിയാണെന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? എല്ലാം എന്താ വെച്ചാൽ ആ അമൃതത്വത്തെ ഒരു മന്ത്രവും ജപിക്കാതെ തന്നെ ഈ പറഞ്ഞ രാമമന്ത്രം തന്റെ ഉള്ളിലിരിക്കുന്ന മഹാശക്തിയുമായിട്ട് യോജിച്ച് യോഗം ചെയ്തിരിക്കുന്ന ആളാണ് ഹനുമാൻ. അപ്പൊ ഒരു അമാനുഷിക പ്രകൃതിയായിരിക്കും അദ്ദേഹത്തിന്. ആ അമൃതത്തിൻ്റെതായിട്ടുള്ള ഒരു സമ്പൂർണ്ണ സാന്നിധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആരാണ്? ശരിക്കും പറഞ്ഞ രുദ്ര അവതാരമാണ്. ഈ ഹനുമാൻ സ്വാമിക്ക് സംഗീതത്തിൽ അപാര ജ്ഞാനമുണ്ട്, നല്ല ഭിഷഗ്വരനാണ്, വിദ്യയില് സമ്പൂർണനാണ്. അതായത് ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ, അതിൽ സമ്പൂർണമായിട്ടുള്ള ജ്ഞാനം കിട്ടിയ ആളാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു പൂർണ്ണത്വം അദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കും. നമ്മൾ ഇനി എത്ര സംസാരത്തിൽ എത്ര തരംതാണ ഒരാളാണെങ്കിലും ആ ഒരു മന്ത്രത്തിന്റെ പ്രഭാവം, ആ ഒരു ഉപാസനയുടെ പ്രഭാവം, നിത്യപൂജ ചെയ്യുന്ന ഒരാളുടെ പ്രഭാവം, ഏത് 1000 പേര് നിന്നാലും അവർക്ക് അവിടെ ഒരു പ്രത്യേകത കാണും. കാരണം അവരുടെയുള്ള ആ ഒരു ആത്മജ്ഞാനത്തിന്റെ പ്രഭാവം മറച്ചു വെക്കാൻ പറ്റില്ല. അവരുടെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, കണ്ണുകളിലൂടെ ആ ഒരു തേജസ്സിറ്റ ഒരു സ്വരൂപം നമുക്ക് പെട്ടെന്ന് അതിലോട്ട് ആകർഷിക്കാം. കാരണം നമ്മൾ ഈ പറഞ്ഞ സാധാരണ മനുഷ്യരെല്ലാം തന്നെ ആ ഒരു മാംസമാകുന്ന, ഈ ശരീരമാകുന്ന ആ ഒരു വസ്ത്രം കൊണ്ട് നമ്മുടെ ആ ഒരു ഡയമണ്ട്, ആ ഒരു രത്നത്തെ മറച്ചു വെച്ചവരാ. നമ്മുടെ ഉള്ളിൽ ഉണ്ട് ആ രത്നം, പക്ഷെ ആ രത്നം മറനീക്കി പുറത്തു വരാൻ പറ്റുന്നില്ല. ആ ഒരു ആകർഷണം ഇല്ലാത്ത കാര്യം എന്താ? അത് തുരുമ്പ് പിടിച്ച പോലെ കാലങ്ങളായിട്ട് ഈ ദേഹിയുടെ കർമ്മങ്ങൾ കൊണ്ട് അതിങ്ങനെ മറഞ്ഞു കിടക്കുക. എന്നാലും
അത് കാണുമ്പോൾ നമുക്കൊരു കാന്തം ആകർഷിക്കുമ്പോൾ ഒരു ആകർഷണം വരും. കാരണം അവരത് എന്താ നേടിയെടുത്തവരാണ്. അപ്പൊ അതുപോലെ ഹനുമാനെ കണ്ടപ്പോൾ തന്നെ എന്താ ഒരു വല്ലാത്ത ഒരു ആകർഷണം, എന്തോ ആ ഒരു സന്തോഷം രാമന്, ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിനെ കണ്ടു എന്നൊരു തോന്നല്. നമ്മൾ കുട്ടികൾക്ക് ബുധന്റെ എന്തെങ്കിലും കുറവ് വരുമ്പോൾ ഹനുമാന് പച്ചപ്പട്ട് ചാർത്തുക എന്നുള്ള ഒരു ഇതുണ്ട് കുട്ടികൾക്ക്. ആ ബുധൻ എന്തോ 12 നിൽക്കുക, അല്ലെങ്കിൽ ചില മോശമായിട്ടുള്ള അവരുടെ പഠിത്തത്തിന് അതാ പഠിത്വം, ആ ഒരു ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഇത് പച്ചപ്പട്ട് ചാർത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം വിചാരിച്ചാലും മാറാത്ത രോഗങ്ങളില്ല, പല പല വിദ്യകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നമുക്കറിയാം ഹനുമാന്റെ ഒരു വലിയ പ്രതിമ ഈ നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒബാമ കൊണ്ടുപോയിട്ട് അമേരിക്കയെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ എത്രയോ പ്രതിമകൾ നമുക്കുണ്ട്, ഹനുമാന്റെ കൊണ്ടുപോകാൻ കാരണം എന്താ? ഹനുമാനെ കുറിച്ച് ഇദ്ദേഹം വായിക്കുകയും കേട്ടറിയുകയും ചെയ്ത, അതായത് ഒരു യുഗത്തിലും അദ്ദേഹത്തിന് മരണമില്ല. നമുക്കറിയാം ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടായപ്പോ ഈ പറഞ്ഞ രാമക്ഷേത്രം പണിതെടുത്ത് ഇടയ്ക്ക് മുസ്ലിങ്ങളുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിന്ന്. അപ്പൊ അവിടെ കുറെ പണ്ഡിറ്റുമാരുണ്ടായിരുന്നു രാമക്ഷേത്രത്തിൽ പൂജിച്ചുകൊണ്ടിരുന്ന. ഈ പറഞ്ഞ അവിടെ ഒരു വലിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ സംഭവിച്ചപ്പോഴത്തേക്ക് ഒരു വലിയ ആള്, ഒരു 6 അടി പൊക്കം ഉണ്ടെന്ന്, വലിയ ഒരു ബ്രാഹ്മണ വേഷത്തില് അകത്തുനിന്ന് ഇറങ്ങി ഒരു സൈഡ് ക്ഷേത്രത്തിൽ നിന്ന്, രാമന്റെ ഇപ്പുറത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഈ പറഞ്ഞ ഇതുവരെ അവരവിടെ കണ്ടിട്ടില്ലെന്നാ പറയണത്. വന്ന് ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന് എതിരായിട്ട് വഴക്ക് കൂടിയവരെല്ലാം നിമിഷം പ്രതി എല്ലാവരും അടിച്ച് തൂക്കിയെടുത്ത് എറിഞ്ഞു. ഈ ആള് അപ്രത്യക്ഷപ്പെട്ടു. ഇവരെല്ലാം ഈ പണ്ഡിറ്റുകളെല്ലാം പറയുന്നത് ഹനുമാനായിരുന്നു. രാമക്ഷേത്രത്തിന് എന്തെങ്കിലും രാമൻ ഇരിക്കുന്നിടത്തോ രാമനെ വിശ്വസിക്കുന്നിടത്തോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഹനുമാൻ വെറുതെ ഇരിക്കില്ല. അപ്പോ അത്ര ശക്തനാണ്. ഒരു കാലത്തിനെ അതിജീവിച്ച ആളാണ് ഹനുമാൻ. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഹനുമാന്റെ വലിയ പ്രതിമ വളരെ അന്നത്തെ അതൊരു വലിയ ഇഷ്യൂ ഒക്കെ ആയിട്ട് മാറിയിരുന്നു. അതായത് അമേരിക്കയില് ഹനുമാന്റെ പ്രതിമ കൊണ്ടുപോയി എന്തിനാണ് മറ്റാണ്. പിന്നെ നമുക്കറിയാലോ എല്ലാ ഇഷ്യൂവും അവസാനം വെറും എല്ലാം പറയുന്ന അല്ലാതെ കൊണ്ടുപോകേണ്ടവര് കൊണ്ടുപോകും. എവിടെ സ്ഥാപിച്ചാലും എന്താ, അമേരിക്കക്കാർക്ക് എന്താ നല്ല മനസ്സുണ്ടെങ്കിൽ സ്ഥാപിച്ചാല് ആർക്കും എവിടെയും നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ പൂജിക്കാൻ പറ്റും. അപ്പോ ആ ഒരു ഔന്നത്യം, അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഔന്നത്യം പറയാൻ നമുക്ക് വാക്കുകളില്ല. അദ്ദേഹത്തെയാണ് രാമൻ വടുരൂപി എന്ന് പറയുന്നത്. ഒരു ബ്രാഹ്മണനായിട്ട് വന്ന് നിൽക്കുകയാണ്. ആദ്യം വടു എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ ആളെന്നൊക്കെ അർത്ഥമുണ്ട്. ബ്രാഹ്മണൻ, നമ്മുടെ വാമനൻ വടുരൂപിയായിട്ട് വന്നു. ഇത് ശരിക്കും ബ്രാഹ്മണൻ എന്നുള്ളതാണ് അർത്ഥം. ആദ്യമായിട്ട് രാമലക്ഷ്മണന്മാരെ ഹനുമാനെ കാണുന്ന യഥാർത്ഥത്തില് സുഗ്രീവൻ അയച്ചതാണെന്ന് അറിയുന്നില്ല. പിന്നെയാണ് അദ്ദേഹം പറയുന്നത് രാമലക്ഷ്മണന്മാർ ആരെന്നറിയാൻ ബാലി അയച്ചതാണോ, തന്നെ വധിക്കുവാൻ വേഷം മാറി വരുന്നതാണോ എന്നൊക്കെ അറിയാനാണ് ഈ ഹനുമാൻ വടുരൂപം ധരിച്ചെത്തിയത്. അപ്പോ അക്ഷരങ്ങൾ കുടികൊള്ളുന്ന മനുഷ്യ ശരീരത്തില് ഷഡ്ചക്രങ്ങളിലാണ്. നമുക്കറിയാം നമ്മുടെ ഷഡ്ചക്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ ആധാര ചക്രങ്ങളും. അതിലാണ് നമുക്ക് എന്താ 4 ദളം, 6 ദളം, 10, 12, 16 ഇങ്ങനെയുള്ള ദളങ്ങളില്. ആജ്ഞാചക്രത്തില് 2 ദളം. അപ്പൊ 51 അക്ഷരങ്ങൾ. ആ 51 അക്ഷരങ്ങളും ഷഡാധാരത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ ആ ഒരു അക്ഷര സ്ഫുടത നമുക്ക് എവിടുന്ന, ഈ ശരീരാന്തർഗതത്തില് ഷഡ്ചക്രങ്ങളിൽ ഇരിക്കുന്ന അക്ഷരങ്ങള്, അതായത് അതിനെ നമ്മൾ എവിടുന്ന് തുടങ്ങണം, പരയിൽ തുടങ്ങിയിട്ട് പശ്യന്തി, മധ്യമ, വൈഖരിയായിട്ട് പുറത്തേക്ക് വരുന്നു. അക്ഷരങ്ങളെല്ലാം തന്നെ എന്താ സ്ഫുടതയുള്ളതായിരിക്കണം. ഈ ഹനുമാന്റെ വാക്കുകൾ കേട്ടിട്ട് എന്താ പറയാ, ആ ഒരു യോഗാവസ്ഥയിൽ ഇരിക്കുന്ന ആളാണെന്ന് എങ്ങനെ രാമൻ തിരിച്ചറിഞ്ഞു? നല്ല അക്ഷര സ്ഫുടതയുണ്ട്. പറയുന്നത് കൊഴകൊഴാന്നല്ല. ചിലത് നമുക്കറിയാം നാക്ക് കുഴഞ്ഞ് ഒന്നും പറയണ മനസ്സിലാവില്ല. ചിലര് പറയണത് എന്താ, ഈ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഒരു യോഗാവസ്ഥയെ പ്രാപിച്ച ആള് തന്റെ ഉള്ളിലെ ആ അക്ഷരത്തെ ഉണർന്ന ആൾക്ക് എപ്പോഴും എന്താ, ആ ദേവിയുടെ വാക്സ്ഫുടത, അതാണ് വാഗ്ദേവി. ആ വാഗ്ദേവി വിലാസം എന്നൊക്കെ നമുക്ക് പറഞ്ഞു. മേധയും സരസ്വതിയും ഭാരതിയും കൂടെ ചേർന്ന്, സരസ്വതി ദേവിയുടെ 3 മുഖങ്ങളാണ്, 3 അവതാരങ്ങളാണ് ഇവര്. അത് നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ കാണാം. അപ്പോ ആ വാക്പടുത്വം എന്ന് പറയുന്നത് പറയേണ്ട കാര്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം. ആ ഹൃദയം നിറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നാക്കിൽ കൂടെ അത് വന്നില്ലെങ്കിൽ വേറൊരാൾക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള ദേവിയുടെ അനുഗ്രഹം മാത്രമാണ്. പാടുക, ഈ പറയുക, ഡാൻസ് ചെയ്യുക, ആ ഒരു കലകളെല്ലാം തന്നെ, നല്ല പടം വരയ്ക്കുക, ഇതെല്ലാം ആ ശക്തിപാതം എന്ന് പറയും. ആ ഒരു ശക്തിപാദം, ദേവിയുടെ അനുഗ്രഹം. ശക്തിപാദം എന്ന് പറഞ്ഞാൽ ആരിലാണോ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കടാക്ഷിച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ പറഞ്ഞ ഹനുമാന്റെ ആ ഒരു വാക്കുകൾ കേട്ടിട്ട് സ്ഫുടമായിട്ട്. അതുകൊണ്ടാണ് ദേവിക്ക് നമ്മൾ അക്ഷര എന്ന് പേര്, നാശമില്ലാത്തവൾ. അതായത് ശരിക്കും അക്ഷര എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം.
എന്നുവെച്ചാൽ ബ്രഹ്മമാണ് നാശമില്ലാത്ത, നാമരൂപങ്ങൾ വന്നു പോകുന്നത്. അപ്പോ ഈ ബ്രാഹ്മണന്റെ വ്യാകരണം അദ്ദേഹത്തിന്റെ എല്ലാത്തിനും സിദ്ധി കൈവരിച്ച ആളാണ് എന്ന് തോന്നുന്നു. ആദ്യ കാഴ്ചയിൽ ഒരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുക. നോക്കൂ, ഈ പറഞ്ഞ രാമൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തെ കുറിച്ചുള്ള ആ രാമന്റെ വിലയിരുത്തല് ശത്രു പോലും നിന്നു പോകും. അദ്ദേഹം ലക്ഷ്മണനോട് പറയാ, ഈ ശബ്ദത്തിന്റെ ഗാംഭീര്യം, മാധുര്യം എല്ലാം ചേർന്ന് ഇദ്ദേഹം ഇത് ആരുടെ ദൂതനായിരിക്കും? ആരായാലും ഇദ്ദേഹത്തെ ദൂതനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുണ്യവാനാണ്. ഒരു ദൂതനെ വെച്ചിട്ട് ആ യജമാനനെ വിലയിരുത്തുക. ഇത് തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സഭയില്, ഒരു എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു സഭയിൽ ഒരാളുടെ വാക്കുകൾ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം എന്താ? അവിടെ നമ്മൾ എന്തെങ്കിലും ആലോചിക്കാതെ, ഒരു സഭയിൽ ചില മാന്യതകൾ നമ്മൾ പാലിക്കണം. എല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല, ഒന്നും മിണ്ടാതിരിക്കാനും പറ്റില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ വളരെ പ്രിസൈസ് ആയിട്ട് ഒരുപാട് നീട്ടി പരത്തി പറയാതെ ആളുകൾക്ക് പറയുന്ന രീതിയിൽ ആ ഒരു ആ ശബ്ദ ഗാംഭീര്യത്തോടെ ഉള്ളിലിരിക്കുന്ന കരുത്തില് ഉൾക്കൊണ്ട് പ്രസന്റേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ്. നമുക്കറിയാം കുട്ടികളുടെയൊക്കെ പരീക്ഷയ്ക്ക് ഈ റിട്ടേൺ എക്സാം പോലെ തന്നെയാണ് വൈവ. വൈവ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഒരു 10 പേരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അതിനാണ് മാർക്ക് കൂടുതൽ. കാരണം ആ ഒരു പ്രാക്ടിക്കലായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ, ഈ ലോകത്ത് എല്ലാവരുമായിട്ട് കുട്ടികളെ പല കമ്പനിയിലും ഇടപെടുമ്പോൾ ഈ ആ ബാഹ്യമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുമായിട്ട് ഇടപെടേണ്ടി വരും. സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തവരും തെറ്റായിട്ട് ഭാഷ പ്രയോഗിക്കണവരും ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരിൽ നിന്ന് പല നേട്ടങ്ങളും നമുക്ക് വേണമെങ്കിൽ നല്ലതായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി വേണം. ഇപ്പൊ നമ്മൾ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് പെരുമാറും. അവരെങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല, എങ്കിലും അവരുടെ പെരുമാറ്റം, ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അത് തന്നെ നമുക്ക് പലതും നഷ്ടപ്പെടുത്തും, പലതും നേടിയെടുക്കാനും പറ്റും. അതുപോലെ നമ്മൾ ഹനുമാനെ കണ്ട ഉടനെ പറയുകയാണ്, ഇദ്ദേഹം ആരുടെ ദൂതനാണോ എന്തൊരു നല്ല ഭാഷ, എന്തൊരു ശബ്ദം, എന്തൊരു ഗാംഭീര്യം, കാണുമ്പോൾ തന്നെ ഒരു യോഗം ചെയ്തിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു ആകർഷണമുള്ള ഇദ്ദേഹം ആരുടെ ആയിരിക്കും? ആ ഭാഗ്യവാൻ തന്നെ ആ യജമാനൻ എന്ന് പറയുന്ന. നമുക്കറിയാം ഭാഷയ്ക്ക് ഒരു പ്രാധാന്യമില്ല. ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെയോ മംഗ്ലീഷ് എന്നൊക്കെ പറയുന്നു. ആ ഒരു ഭാഷ കംപ്ലീറ്റ് വിട്ടുപോയി. നമ്മുടെ വിദേശീയരുടെ ഇവിടുത്തെ ഭരണം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷ മോശം എന്നല്ല, എല്ലാം നല്ല ഭാഷകളാണ്. പക്ഷെ ഉപയോഗിക്കേണ്ട മലയാള ഭാഷയാണെങ്കിൽ മലയാള ഭാഷ നന്നായിട്ട് വരിക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പ്രയോഗിക്കുക. ഏതിനും ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആശയവിനിമയമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങളെ പറഞ്ഞ് ഒപ്പിക്കാനുള്ള ഒരു മീഡിയമാണ്. അപ്പൊ ആ മീഡിയത്തിന് ഏത് ഉപയോഗിച്ചാലും, തെലുങ്കോ സാൻസ്ക്രിറ്റോ ഭാഷ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ പോലെയാണ്. നമുക്ക് ഏത് ഭാഷയിലാണോ ആ ഫ്ലൂവൻസി, ഏതിലാണോ നമ്മുടെ ആശയം നമുക്ക് പറയാൻ പറ്റുന്നത്, അത് നമ്മൾ ആശ്രയിക്കുക. പിന്നെ ഒരു കാര്യം ഏറ്റവും പ്രധാനമാണ്, ഭാഷ, നമ്മൾ ജനിച്ച ഭാഷ വളരെ ഇമ്പോർട്ടന്റ്. അത് നമ്മുടെ DNA ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. നമ്മുടെ അച്ഛനമ്മമാർ ഏത് ഭാഷയാണോ സംസാരിച്ചത്, ഏത് നാട്ടിലാണോ നമ്മൾ ജനിച്ചത്, നമ്മളിപ്പോ മലയാളി, തെലുങ്കാണെങ്കിൽ തെലുങ്ക്, തമിഴാണെങ്കിൽ തമിഴ്, മലയാളി ആണെങ്കിൽ മലയാളി. ഈ ഭാരതത്തിൽ തന്നെ പല സംസ്ഥാനങ്ങൾക്ക് പല ഭാഷയാണ്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. എന്റെ മാതൃഭാഷ ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മലയാളമാണ്. അത് പറയാൻ നമ്മൾ മടിക്കരുത്. വെച്ചാൽ എന്റെ അച്ഛനും അമ്മയും മലയാളികളാണ്, അവരിൽ നിന്നുണ്ടായതാണ്. അവരുടെ ഒരു ആ ഒരു DNA, ആ ഒരു 7 തലമുറയിലെ ബന്ധം ഭാഷയുമായിട്ട് നമുക്കുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഞാൻ ഒരു ജനിച്ച കുട്ടിയെ ഇംഗ്ലീഷ് അടിച്ചങ്ങോട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ DNA-ക്ക് വ്യത്യാസം. അവർക്ക് ഒരു എപ്പോഴും നിർമ്മലാനന്ദ ഗിരിസ്വാമി പറയാറുണ്ട്, ഭാഷ ആദ്യം മാതൃഭാഷ പഠിപ്പിച്ചതിന് ശേഷം മറ്റു ഭാഷ അറിയാറായി കഴിഞ്ഞിട്ട് ആ കുട്ടികള് വേറെ ഭാഷ സ്വാധീനിക്കട്ടെ, എങ്കിലേ അവർക്ക് ആശയവിനിമയം പറ്റും. പെട്ടെന്ന് അവര് ജനിച്ച ഒരു ഗർഭപാത്രത്തിൽ ആ ഭാഷ എന്ന് പറഞ്ഞ ഉള്ളിലുമുണ്ട്. അമ്മ സംസാരിക്കുന്ന ഭാഷയുമായിട്ട് ആ കുഞ്ഞ് വളരെ കോറിലേറ്റഡ് ആണ്. എന്നിട്ടാ പുറത്തു വരുന്നത്. പെട്ടെന്ന് ആ കുട്ടിയെ 1ാം ക്ലാസ് മുതൽ അടിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ അതിനൊരു മാനസിക വിഭ്രമം ഉണ്ടാവുന്ന പറയണത്. അല്ല, കുറച്ച് വളർന്നു കഴിഞ്ഞിട്ട്, മുതിർന്നു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പല ഭാഷകൾ സ്വായത്തമാക്കാൻ പറ്റുമില്ല എന്നല്ല, ഭാഷയൊന്നും മോശമല്ല. പക്ഷെ ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി, ആ പ്രൗഢി, അതാണ്. അത് കേട്ട ഉടനെ അത് അവതരിപ്പിക്കണം. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ ചെറിയ സെന്റൻസുകളിലൂടെ ആ അവതരണ ശൈലി പറയാൻ കാരണം, നമ്മുടെ സാധകരെ സംബന്ധിച്ച് ഈ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാധനയെ കുറിച്ചാണെങ്കിലും ആര് ചോദിച്ചാലും പറയാതിരിക്കുക. 1. 2, നമ്മുടെ ആ ഒരു ആവശ്യമില്ലാത്തടത്ത് ഇടപെട്ട് സംസാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ കുറയ്ക്കണം. കാരണം ഒരുപാട് സംസാരിക്കുമ്പം നമ്മുടെ ഉപാസനയെ കുറിച്ചും നമ്മൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും പറയേണ്ടി വരും. പറയേണ്ടത് മാത്രം പറയേണ്ട ഒരു സഭയിൽ പറയണം. നോക്കൂ, ഹനുമാൻ ആരുടെ ദൂതനാണെന്ന് പറയുന്നില്ല, ഒന്നും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഞാൻ ആരാണെന്ന്. ഇദ്ദേഹം പറയുക, നിങ്ങൾ ആരാണ്?
ആ അവതരണ ശൈലിയിൽ തന്നെ രാമൻ ആകൃഷ്ടനാവുകയാണ്. അപ്പോൾ നമ്മളെ ആരും വിലയിരുത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആശയവിനിമയ ശൈലിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എത്ര ഒരു ഇലിറ്ററേറ്റ് എന്ന് പറഞ്ഞു ഒന്നും അക്ഷരാഭ്യാസമില്ല ആ ഒരു രീതിയിൽ വളർന്ന ഒരു സ്ത്രീക്ക് ഒരു 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 സമൂഹത്തിൽ ഒരിടത്ത് വരും, ഒരു സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ആ ഒരു വളരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. ആ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ, നമ്മൾ കേട്ട് വളർന്ന ഭാഷ, പ്രസന്റ് ചെയ്യുന്ന ഭാഷ. അപ്പൊ അവരെ കാണുമ്പോൾ ജസ്റ്റ് ഇനി എത്ര നല്ല വില കൂടിയ വസ്ത്രം ഉടുത്ത് വന്ന് ഒരു സഭയിൽ ഇരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്വപ്പം ആ മനസ്സുകൊണ്ട് ഉയർന്നിട്ടില്ല, ഭാഷ കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. അതാണ് നമ്മൾ ഹനുമാനെ കാണുന്നത്. അത് അതായത് ഉള്ളില് ഉള്ളത് അനുസരിച്ച് മാത്രമേ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റില്ല. ഉള്ളിലുള്ളത് കാര്യം എപ്പോഴായാലും പുറത്തു വരും. അതാണ് വാഗ്ദേവി കടാക്ഷം എന്ന് പറയുന്നത്. അപ്പൊ രാമൻ പിന്നെ മനസ്സിലാക്കണോ ഇത് വന്നത് ആരാണ്? വായുപുത്രനായ മാരുതിയാണ്. ഈ 4 അമാത്യന്മാരുമായിട്ട് സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം എത്തിയിരിക്കുകയാണ്. സുഗ്രീവൻ ആരാണ്? സുഗ്രീവൻ 2 സഹോദരന്മാരാണ്, ബാലി സുഗ്രീവന്മാര്. സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഋഷ്യമൂക ജലത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബാലി സുഗ്രീവന്മാര് ആ കഥയും കൂടെ അദ്ദേഹം അറിയാണ്. അതായത് ബാലി സുഗ്രീവന്മാർ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന സഹോദരന്മാരാണ്. ഇടക്കാലത്ത് ബദ്ധ ശത്രുക്കളായി. സഹോദരന്മാര് സ്നേഹിച്ചിരിക്കുന്ന അതേ സഹോദരന്മാര് തന്നെ എന്താ കൊല്ലാനായിട്ട് പരസ്പരം ബദ്ധ ശത്രുക്കളായി. കാരണം എന്താണെന്ന് കേൾക്കൂ. നമ്മുടെ ഇടയിലും ഇതൊക്കെ തന്നെയല്ലേ കാരണങ്ങള്. അതായത് സുഗ്രീവന് ഈ പറഞ്ഞ ആ ബദ്ധ ശത്രുക്കളായപ്പോ സ്വന്തം രാജ്യം, ബാലിയാണ് അവിടുത്തെ രാജാവ്, സുഗ്രീവനുമായിട്ട് വളരെ സ്നേഹത്തിൽ താമസിച്ചിരുന്നു. പക്ഷെ ശത്രുക്കളായപ്പോ എന്ത് ചെയ്തു? ഈ പറഞ്ഞ സുഗ്രീവൻ ആ രാജ്യം വിട്ട് 4 അമാത്യന്മാരുമായിട്ട് ഓടേണ്ടി വന്നു. 4 മന്ത്രി പ്രമുഖരുമായിട്ട് ഈ പറഞ്ഞ സുഗ്രീവൻ, അതായത് ദേഷ്യം വന്നപ്പോ ബാലി പറഞ്ഞു എന്റെ രാജ്യത്ത് നിൽക്കേണ്ട, പൊക്കോളെ. ഉടനെ അന്ന് സ്വന്തമായിട്ട് രാജ്യമില്ലാത്തവൻ എവിടെ പോവും? രാജാവ് പറഞ്ഞാൽ അനുസരിച്ചല്ലേ പറ്റൂ. സുഗ്രീവൻ 4 അമാത്യന്മാരുമായിട്ട് ആ നാട് വിട്ട് ഓടേണ്ടി വന്നു. അതിൽ ഒരാളാണ് ഈ പറഞ്ഞ സുന്ദരനായിരിക്കുന്ന ഹനുമാൻ. സുഗ്രീവന്റെ കൂടെ വന്ന 4 പേരിൽ ഒരാളാണ്. മികവുറ്റ ഒരു കർമ്മയോഗിയാണ് ഹനുമാന്. പിന്നെ രാമനും സുഗ്രീവനുമായിട്ട് സഖ്യം ഉണ്ടാക്കണൊക്കെ നമ്മൾ കാണും. രാമൻ സുഗ്രീവന്റെ അടുത്തെത്തി. ഈ ഹനുമാന്റെ നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ വഴക്കൂടുന്നിടത്ത് ഒരു അനുജനും ജ്യേഷ്ഠനും കൂടെ വഴക്കൂടി ചുമ്മാ വഴിയിൽ പോണ നമ്മളെ കണ്ടുപിടിച്ച നമ്മള് വഴക്ക് തീർക്കാൻ പോവുക. നമ്മൾ പറയും കുടുംബ വഴക്ക് നിങ്ങൾ തീർത്തോളം പറയും. എന്താ ഈ സുഗ്രീവൻ ഇങ്ങനെ ദൂതനായിട്ട് വന്നപ്പോ ഈ രാമനെ ആകർഷിച്ചു കൊണ്ടുപോകാൻ കാരണം? പറയേണ്ട കാര്യങ്ങള് പറയേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇതാണ് സത്യം എന്ന് മനസ്സിലായി. തന്റെ നിയോഗം ഇവിടെ ഉണ്ടെന്ന് രാമന് മനസ്സിലായി. മാത്രമല്ല ഈ പറഞ്ഞ ഹനുമാന്റെ ആ ഒരു വാക്പടുത്വം ഇദ്ദേഹം എനിക്കും പ്രയോജനപ്പെടും. ഈ ദൂതൻ ആർക്ക് കിട്ടിയാലും അയാള് ഭാഗ്യവാനാണ്, ഐശ്വര്യവാനാണെന്ന് രാമൻ ചിന്തിക്കണമെങ്കിൽ രാമന് ഒരു നിയോഗമുണ്ട് സീതയെ കണ്ടുപിടിക്കാൻ. ഈ പറഞ്ഞ ഹനുമാൻ എനിക്കും പ്രയോജനപ്പെടുന്ന രാമൻ ഉള്ളിൽ ആലോചിച്ചു. എത്ര ഉയർന്ന നോക്കൂ, കുറച്ച് 10 നിമിഷങ്ങൾ കൊണ്ട് ഹനുമാൻ ആ രാമന്റെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു രൂപം അത്ര ഉയർന്നതായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ സുഗ്രീവൻ കഥകളൊക്കെ പറഞ്ഞു. അവരെന്താ 2 പേരും കൂടെ ഈ പറഞ്ഞ രാമലക്ഷ്മണന്മാരെ സുഗ്രീവന്റെ അവിടെ കൂട്ടിക്കൊണ്ടുപോണു. സീതാദേവിയെ രാവണൻ അപഹരിച്ചു. അതുപോലെ ഈ പറഞ്ഞ സുഗ്രീവൻ പറഞ്ഞു, അയ്യോ ഞങ്ങള് ഈ കാട്ടിൽ വന്നപ്പോ ഞങ്ങളിങ്ങനെ ഈ പർവ്വത പ്രാന്തത്തില് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വിമാനം പോകുന്ന കണ്ടു. അവിടുന്ന് ഒരു പൊതി വന്ന് താഴെ വീണു. അത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നോക്കൂ, ഇതാ നിങ്ങളുടെ ഈ പറഞ്ഞ സീതാദേവിയെ രാവണൻ കൊണ്ടുപോയതായിരിക്കാം. ഞങ്ങൾ കണ്ടതാണ്. ഈ ഊരിയ ആഭരണങ്ങള് ഒരു പുഷ്പക വിമാനത്തിൽ നിന്ന് താഴെ ഇട്ടു. അത് ഞാൻ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴെ ഇട്ടത് ഞങ്ങളെടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സുഗ്രീവൻ എടുത്തുകൊണ്ടൊന്ന് കാണിക്കുകയാണ് രാമനെ. ഇത് കണ്ടപ്പോൾ സുഗ്രീവനും കൂട്ടരും അത് കാണിച്ച ഉടനെ തന്നെ അപ്പൊ ചോദിച്ചു, ഒരു അബലയായ സ്ത്രീ, അതായത് രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തതെന്ന് രാമൻ ചോദിക്കണില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് പരസ്ത്രീയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിലൊന്നും ആരും അങ്ങോട്ട് ചെന്ന് ഇടപെടാറില്ല. പക്ഷെ അദ്ദേഹം മിണ്ടാതെ എന്താ ആ പൊതി വാങ്ങിച്ച് നോക്കുകയാണ്. ആ പൊതി തുറന്നു നോക്കിയപ്പോ രാമന് മനസ്സിലായി തന്റെ ഭാര്യ അണിഞ്ഞിരുന്ന ആഭരണങ്ങളാണ്. കണ്ണുനീരിന്റെ ഇടയിൽ കൂടെയാണ് അത് കാണുന്നത്. സുഗ്രീവൻ രാമന്റെ മുമ്പിൽ തുറന്നു വെച്ചത്. ആ ഒരു കണ്ണുനീരിന്റെ ഒരു മറയോടുകൂടി ആ ഓരോന്നും കാണുകയാണ്. രാമന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് എന്താ പറയാ അശ്രുക്കൾ പൊഴിഞ്ഞു. അദ്ദേഹം ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ നിനക്കറിയാമോ, നീ നോക്കൂ ഈ ആഭരണങ്ങൾ. പാവപ്പെട്ട ലക്ഷ്മണൻ പറയണ, ജ്യേഷ്ഠ എനിക്ക് ഒരു ആഭരണമേ എൻ്റെ അമ്മയുടേത് ഈ സീതാദേവിയുടേത് അറിയുള്ളൂ. സീതയുടെ പാദസ്ഥലങ്ങളാണ്. കാരണം ഞാൻ അമ്മയെ നമസ്കരിക്കുന്നത് എപ്പോഴും അമ്മമാരെയാണ്, മക്കളാണ് നമസ്കരിക്കുന്നത് ഇല്ലേ. അപ്പൊ അമ്മയുടെ കാലില്
എന്താണ് കിടക്കുന്നതെന്ന് അവർക്ക് അറിയാവൂ. ലക്ഷ്മണൻ പറയുന്നു, ഈ പാദസരങ്ങൾ സീതയുടെയാണ്, യാതൊരു സംശയമില്ല. കാരണം സദാ എന്റെ മനസ്സ് അവിടെ നമസ്കരിക്കാറുണ്ട്. ആ അമ്മ ഇട്ടിരിക്കുന്ന ഈ പാദസരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നോക്കൂ, ഈ ലക്ഷ്മണനെയാണ് സീത നേരത്തെ ഭത്സിച്ചതും അദ്ദേഹം ചെവി പൊത്തി കരഞ്ഞുകൊണ്ട് ഓടിയതും ആ ലക്ഷ്മണൻ പറയാണ്. അപ്പോ എന്താ പറയാ, സീതയുടെ ആഭരണങ്ങളെല്ലാം തന്നെ ശ്രീരാമൻ തിരിച്ചറിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ പറയുന്നു, സീതയെ പിരിഞ്ഞിരിക്കുന്ന രാമനെ പോലെ സുഗ്രീവനും തുല്യ ദുഃഖിതനാണ്. കാരണം സുഗ്രീവന്റെ ഭാര്യ രുമ എവിടെയാണ്? ആ ബാലിയുടെ രാജ്യത്താണ്. ഈ സുഗ്രീവൻ പോയി കഴിഞ്ഞപ്പോ രുമയെ ബാലി സ്വന്തം താരയാണ് ഭാര്യ, പക്ഷെ രുമയും സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് ഈ പറഞ്ഞ ബാലി വച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം ഇനി? ഇവിടെ രാമന്റെ സീതയെ രാവണൻ കട്ടോണ്ടുപോയി, അവിടെ സുഗ്രീവന്റെ ഭാര്യയെ ബാലി കൈവശം വച്ചിരിക്കുന്നു. രണ്ടുപേരും തുല്യ ദുഃഖിതര്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പ്രതിജ്ഞ ചെയ്യാണ്. ധർമ്മത്തിന് വേണ്ടി അവരവരുടെ ഭാര്യമാരെ രാവണൻ പിടിച്ചുകൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തി രാമന് തിരിച്ചു കൊടുക്കാവുന്ന സുഗ്രീവനും, ആ സുഗ്രീവന്റെ രാജ്യം, ഇനിയിപ്പോ സുഗ്രീവന്റെ കഥ കേൾക്കുമ്പോ അറിയാം നമുക്ക് സുഗ്രീവന്റെ രാജ്യം സുഗ്രീവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ആ ഒരു രാജ്യം തിരിച്ചു കൊടുത്ത് സുഗ്രീവന്റെ ഭാര്യയെ തിരിച്ചു കൊടുക്കാമെന്നും രാമൻ സത്യം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്നി സാക്ഷിയായിട്ടാണ് സത്യം ചെയ്യുന്നത്. നമ്മൾ പണ്ട് അഗ്നിയാണ് എല്ലാത്തിനും, വിശ്വമായിട്ടുള്ള ഏത് കർമ്മത്തിനും സാക്ഷി അഗ്നി. നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ പ്രവൃത്തിക്ക് സാക്ഷി ചിദഗ്നി. ആ ചിദഗ്നി ശുദ്ധമാവുമ്പോഴാണ് അവിടുന്ന് ചിദഗ്നി കൊണ്ട് സംഭൂത. ആ അഗ്നിയെ സാക്ഷി നിർത്തി കള്ളങ്ങൾ ചെയ്യുമ്പോൾ ആ ചിദഗ്നിയിൽ നിന്ന് ദേവി ആവിർഭൂതയാവില്ല. കാരണം വിശ്വസാക്ഷിയാണ് ആ അഗ്നി. നമ്മുടെ ഉള്ളിലും ഉണ്ട് ഒരു അഗ്നി, സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മജ്യോതി. അപ്പൊ അവിടെ ദേവിയെ നമുക്ക് അവിടെ ആവിർഭൂതയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സത്യത്തെ തൊട്ട് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ സത്യവും ധർമ്മവും നീതിയും പാലിച്ച് ജീവിക്കണം. അതുപോലെ രാമൻ പറയാണ്, ഞാനിതാ സുഗ്രീവ, നീ എനിക്ക് സഖ്യം ചെയ്ത പോലെ നിന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനും നിന്റെ രാജ്യത്തെ തിരിച്ചു തരാനും ഞാനിതാ സത്യം ചെയ്യുന്നു. ആ അഗ്നിയെ തൊട്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും രാമനോ സുഗ്രീവനോ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അന്ന് അഗ്നിയാണ് ഏറ്റവും വലിയ ഉയർന്ന, അല്ലാതെ പ്രോമിസറി നോട്ടോ കളയുന്ന പ്രമാണമോ ഒന്നും അല്ല. അഗ്നിയെ തൊട്ട് സാക്ഷിയായിട്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പരസ്പരം പ്രതിജ്ഞ ചെയ്തു, സത്യപ്രതിജ്ഞ പരസ്പരം ചെയ്യുന്നു. അപ്പൊ രാമനോട് ചോദിച്ചു, അതായത് രാമൻ പറഞ്ഞു എനിക്ക് സീതയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാമൻ തിരിച്ചു ചോദിക്കാണ് സുഗ്രീവനോട്, എന്തിനാണ്? രാമൻ ചോദിച്ച ഉത്തരമായിട്ടാണ് ബാലിയുടെ കഥ പറയുന്നത്, അല്ല അങ്ങോട്ട് കയറി പറയുന്നില്ല. എന്റെ ചേട്ടൻ മോശമാണ്, നമ്മളാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു പരിചയമില്ലാത്തവരുടെ അങ്ങോട്ട് കയറി പറയും. ഇത് ചോദിച്ചു രാമൻ, സഖ്യം ചെയ്യണതിന് മുമ്പേ ചോദിച്ചു, എന്താണ് സുഗ്രീവ ഉണ്ടായത്? അതെനിക്ക് അറിയണമല്ലോ, ഞാൻ അറിഞ്ഞാലല്ലേ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് പറയൂ, എന്താണ് ഈ ബാലിയുമായിട്ട് പിണങ്ങാനുള്ള കാരണം പറയൂ എന്ന് പറയാം. അപ്പൊ സുഗ്രീവൻ പറയാണ്, മായാവി എന്നൊരു രാക്ഷസൻ ഒരു ദിവസം തന്റെ അഹങ്കാരം, അത് ഭയങ്കര കുറെ വരങ്ങൾ കിട്ടിയപ്പോ അയാള് അഹങ്കാരം കൊണ്ട് കിഷ്കിന്ധ രാജ്യത്തിന്റെ, അതായത് ബാലിയുടെ കൊട്ടാരത്തിന്റെ മുന്നില് ഒരു ദിവസം രാത്രി വന്ന് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അതായത് ഈ പറഞ്ഞ മായാവി ഭയങ്കര ശക്തനാണ്. ഓരോരുത്തരെ പോയി വെല്ലുവിളിക്കുക. അയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല. അയാൾക്ക് എല്ലാവരുടെ മുമ്പിലും അയാളുടെ ശരീരത്തിന്റെ കരുത്ത് കാണിക്കുന്ന, ഈവൻ ശിവന്റെ കൈലാസത്തിൽ ചെന്ന് ശിവനെ വെല്ലുവിളിക്കുക. ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവിന്റെ വരം നേടി ശരീരബലത്തില് അഹങ്കരിച്ചിട്ട് ശിവൻ പറഞ്ഞു, നിന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ എനിക്ക് സമയമില്ല മായാവി, നിന്റെ പാട് നോക്കി പോന്ന് പറഞ്ഞു. ഓരോരുത്തരെയും ചെന്ന് വെല്ലുവിളിക്കുക. അപ്പൊ എല്ലാരും പറഞ്ഞു, ഈ ബാലി ഭയങ്കര ബലവാനാണ്, നീ ചെന്ന് ബാലിയുമായിട്ടൊന്ന് യുദ്ധം ചെയ്യും, നിന്റെ കരുത്ത് തെളിയിക്കെന്ന് പറഞ്ഞുകൊണ്ട് ബാലിയുടെ കൊട്ടാരത്തിന്റെ വെളിയിൽ രാത്രി വന്ന് നിൽക്കുക. വന്നിട്ട് വെല്ലുവിളിക്കുക, ബാലി നീ വലിയ ശക്തനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, എന്റെ അടുത്ത് യുദ്ധം ചെയ്യുന്നു. അപ്പോ ശരിക്കും ബാലിയുടെ രൂപമൊന്നും ഇദ്ദേഹം കണ്ടിട്ടില്ല. ബാലി എന്ന് പറഞ്ഞ ആരാണ്? ആ ബലവാനാണ്. അദ്ദേഹം ആരാണെന്ന് ഒന്നും ഇയാൾക്ക് അറിയില്ല. ഇയാൾ വിചാരിച്ചു വേറെ ഒരു കൊരങ്ങൻ, ഒരു രാക്ഷസനല്ലേ, ഒരു കൊരങ്ങനല്ലേ, എനിക്ക് നിസ്സാരമായിട്ട് ഈ മായാവി എന്ന് പറഞ്ഞാൽ കാണുമ്പോ തന്നെ ഏത് മായയിലൂടെ ഏത് വേഷവും ധരിക്കാൻ പറ്റും ഇയാൾക്ക്. രാക്ഷസന്മാർക്കൊക്കെ രാത്രിഞ്ചരന്മാരാണ്, രാത്രിയിൽ അവരുടെ ബലം കൂടും. അതുകൊണ്ടാണ് രാത്രി വന്ന് വെല്ലുവിളിക്കുന്നത്. കാരണം അജ്ഞാനമാണ്, സൂര്യനാകുന്ന പ്രകാശം അവരുടെ ഉള്ളിലില്ല, അവർക്ക് ജ്ഞാനമില്ല. അവര് രാത്രി ബലം കൂടുന്നു എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് അജ്ഞാനമാണ്, ആവരണമായിട്ട് അജ്ഞാനം. ഇങ്ങനെ ഞാൻ എന്തോ വലിയ ആള് ശരീരബോധത്തിൽ വന്ന് നിൽക്കുക ആ മായാവി. പക്ഷെ ബാലിയാണെങ്കിലോ ഉപാസകനാണ്. നമ്മൾ കാണണുണ്ട് ഇപ്പൊ ബാലി ആരാണെന്ന്. ആ ബാലിയെ ചെന്ന് ആ രാത്രി സമയം, സന്ധ്യ സമയം കഴിഞ്ഞ സമയത്ത് വന്ന്
എന്താ വന്ന് വെല്ലുവിളിക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാന്ന്. ബാലി വെറുതെ ഇരിക്കുവോ വീട്ടിനകത്ത്? അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് ബാലി ഇറങ്ങി വരണ കണ്ടപ്പോ തന്നെ ഈ മായാവി പേടിച്ചു പോയി. ബാലിയുടെ രൂപം കണ്ട് ഉഗ്രമായിട്ടൊരു സ്വരൂപം, ആര് കണ്ടാലും നമസ്കരിച്ചു പോകും. അത്ര ഉയർന്ന ശരീരവും അത്ര എന്താ പറയാ ആ ഒരു സപ്തസാഗരങ്ങളിൽ തർപ്പണം നടത്തുന്നതിന്റെ ഒരു ബലം. ആ ഉപാസകനാണ് ബാലി എന്ന് പറയുന്നത്. ഭയങ്കര എന്താ ശക്തനായിട്ടൊരു ആ തേജസ്സുറ്റ മുഖം. ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുന്ന കണ്ടപ്പോ തന്നെ ഈ മായാവി പേടിച്ചെന്ത് ചെയ്തു? ഓടിപ്പോയി ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചു. ആ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു. ബാലി എന്ത് ചെയ്തു? ആഹാ, എന്റെ വീട്ടിന്റെ നടയിൽ നിന്ന്, എന്റെ കൊട്ടാരത്തിന്റെ നടയിൽ നിന്ന് എന്നെ വെല്ലുവിളിച്ച ആളിനെ എനിക്ക് പിന്തുടർന്ന് അവനെ ഇനി നശിപ്പിച്ചിട്ട് തന്നെ. ബാലി ഒരാളുടെ മുമ്പിൽ വന്നാൽ തിരിച്ച് തോറ്റോടാറില്ല. അതുകൊണ്ടാണ് ബാലി, വാലി എന്നൊക്കെ പറയും. VALI പറയും, BALI പറയും, രണ്ടും പറയും, രണ്ടും ശരിയാണ്. തമിഴില് VALI എന്ന് പറയും. അപ്പൊ ആ ഒരു ബലവാനാണ് ബാലി. അദ്ദേഹം എന്ത് ചെയ്തു? സുഗ്രീവനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സുഗ്രീവ, ഇനി അവനെ ഞാൻ വെറുതെ വിടണില്ല. അവൻ ഇതുവരെ നാടിലെല്ലാം നടന്നു, പക്ഷെ എന്റെ കൊട്ടാരത്തിന് മുന്നിൽ വന്ന് എന്നെ വെല്ലുവിളിച്ചു. ഈ ഗുഹയ്ക്കകത്തോട്ട് ഇവൻ എവിടെ പോയി ഒളിച്ചു? ആ ഗുഹയ്ക്കകത്തോട്ട് ഞാൻ പോവാണ്. അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് മായാവിയെ കൊന്നതിന് ശേഷം മാത്രമേ ഞാൻ വരൂ. നീ ഒരു കാര്യം ചെയ്യണം, ഈ ഗുഹ അടയ്ക്കരുത്, നീ ഇവിടെ കാവല് നിൽക്കണം. കാരണം ഇവിടെ എല്ലാവരും ഉറങ്ങുന്ന സമയം, എല്ലാരും ആരും കണ്ടിട്ടില്ല ഈ മായാവിയെ. ഞാനും നീയും മാത്രമേ കണ്ടിട്ടുള്ളൂ സുഗ്രീവ. അതുകൊണ്ട് ഞാൻ ഗുഹയ്ക്കകത്തോട്ട് പോവാണ്, നീ ഇതിന് കാവല് നിൽക്കണം. പക്ഷേ ഇനി ഒരു കാര്യം ഞാൻ പറയാം, എനിക്കറിയില്ല യുദ്ധത്തിൽ ആര് ജയിക്കുന്നു, ആരെ കൊല്ലും, ആരെ കൊല്ലും, യുദ്ധമല്ലേ, പറയാൻ പറ്റില്ല. പക്ഷേ നീ ഇവിടെ കാവല് നിന്നിട്ട് ഇതിനകത്തുനിന്ന് ചോര ഒലിച്ചു വരികയാണെങ്കിൽ അത് എന്നെ മായാവി കൊന്നു എന്ന് നീ തീരുമാനിച്ചോളണം. അപ്പോഴും മാത്രമേ നീ ഗുഹാദ്വാരം അടയ്ക്കാവൂ, നാട്ടിൽ പറയാവൂ എന്ന് പറഞ്ഞു. സുഗ്രീവൻ പറഞ്ഞു, സുഗ്രീവൻ അറിയാം തന്റെ ജ്യേഷ്ഠന്റെ ബലം. തീർച്ചയായിട്ടും എന്താ ചെന്നിട്ട് ഈ പറഞ്ഞ മായാവിയെ കൊല്ലും. ശരി ശരി ജ്യേഷ്ഠ, തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് വളരെ ദൂരത്തിലായിരുന്നു. ഈ മായാവി ഓടുകയാണ് ഇവിടുന്ന് ഈ കൊട്ടാരത്തിന് മുമ്പ്. അതായത് ഈ പറഞ്ഞ ആ കിഷ്കിന്ധ ഈ രാജ്യത്തിന്റെ ഗോപുരങ്ങൾക്ക് ആയിരുന്നു ഗുഹ. അപ്പൊ ഉടനെ തന്നെ ഈ ബാലി പുറകെ പോവുകയാണ്. തിരിച്ചു കൂടെ സുഗ്രീവനും പോയി. രണ്ടുപേരും കൂടെ ഈ പറഞ്ഞ ബാലി നേരെ ഗുഹയ്ക്കകത്ത് കയറിപ്പോയി. ഈ പറഞ്ഞ സുഗ്രീവൻ വെളിയിൽ കാവലായിട്ട് നിന്നു. അപ്പോ ചന്ദ്രിക ചർച്ചിതമായിട്ടുള്ള രാത്രി, എല്ലായിടത്തും നല്ല നിലാവുണ്ട്. അകത്ത് എന്താണ് നടക്കണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. പാവപ്പെട്ട സുഗ്രീവൻ വെളിയിൽ തന്നെ ഇങ്ങനെ കാവല് നിൽക്കുകയാണ്. ശരിക്കും രണ്ട് രാമായണത്തിൽ രണ്ട് രീതി പറയുന്നുണ്ട്. ചിലർ പറയുന്ന വർഷങ്ങൾ, 1 വർഷത്തോളം യുദ്ധം നടന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ ഈ വർഷത്തിന്റെ കണക്ക്, കാലത്തിന്റെ കണക്ക് നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും സുഗ്രീവൻ കാത്ത് ഗുഹയുടെ വെളിയിൽ നിന്നു. 1 ദിവസമായാലും 3 ദിവസമായാലും. ഇപ്പൊ നമ്മൾ ചോദിക്കും, കുറെ ദിവസമായ നാട്ടുകാരൊക്കെ അന്വേഷിച്ച് വരില്ലേന്ന്. കഥയിൽ ചോദ്യമില്ല എന്ന്. ചിലപ്പോ 1 ദിവസം ആയിരിക്കാം. ചില രാമായണത്തിലെ വേർഷൻ ഞാൻ തന്നെ കണ്ടതാണ്. അതിനകത്ത് ചിലര് പറയുന്നു വർഷങ്ങൾ, 3 വർഷം അതിനകത്ത് യുദ്ധം നടന്നു എന്നാണ്. എന്തായാലും 1 ദിവസം രാത്രി നോക്കിയപ്പോഴത്തേക്ക് ഗുഹയ്ക്കകത്തുനിന്ന് ചോര പുഴ പോലെ ഒഴുകി വരുന്നു. പുഴ ഒഴുകും പോലെ അതിനകത്തുനിന്ന് ചോര വരുന്നു. സുഗ്രീവൻ ഭയങ്കരമായിട്ട് ദുഃഖിതനായി. അദ്ദേഹം വിചാരിച്ചു, എന്റെ ജ്യേഷ്ഠൻ ഒരു വാനരന്റെ ചോര പോലെ അതിനകത്തുനിന്ന്. ഇത് വേറൊരു ഈ പറഞ്ഞ മായാവിയുടെ വേറൊരു വേലയാണ്. ശരിക്കും രാക്ഷസന്മാരുടെ ചോരയ്ക്ക് ഒരു കറുത്ത നിറം എന്നാ പറയണത്. മറ്റത് നല്ല ചുമന്ന ചോരയായിരിക്കും. വന്നത് ചുമന്ന ചോരയാണ്. അപ്പൊ ഈ പറഞ്ഞ സുഗ്രീവൻ വിചാരിച്ചു, തന്റെ ജ്യേഷ്ഠനെ ആ പറഞ്ഞ മായാവി തീർച്ചയായിട്ടും കൊന്നു കാണും. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെ ദുഃഖിതനായിട്ട് എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിച്ചു, എന്റെ ജ്യേഷ്ഠന് മുക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പാവപ്പെട്ട സുഗ്രീവൻ എന്ത് ചെയ്തു? തെറ്റിദ്ധരിച്ചു. ഒരിക്കലും അതിനകത്ത് ഒരു ചീത്ത വിചാരം ഉണ്ടായിരുന്നില്ല. ഇല്ല, അദ്ദേഹം മരിച്ചാൽ എനിക്ക് രാജ്യം കൈക്കലാക്കാം, അങ്ങനെയുള്ള ഈ പറഞ്ഞ ഭരതനെ പോലെ അത്ര ജ്യേഷ്ഠനെ സ്നേഹിച്ച സുഗ്രീവൻ ഈ പറഞ്ഞ ഗുഹ എന്ത് ചെയ്തു? കല്ലെടുത്ത് വെച്ച് അടച്ചു. അടച്ചതിന് ശേഷം നാട്ടിൽ ചെന്നപ്പോ എല്ലാരും ചോദിച്ചു സുഗ്രീവനോട്, എന്ത് പറ്റി, ജ്യേഷ്ഠൻ ബാലി എവിടെ പോയി? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരു മായാവി വന്നിരുന്നു, ആ മായാവിയുമായിട്ട് ഈ ഗുഹയ്ക്കകത്ത് യുദ്ധം നടന്നു, ഞാൻ കാവലിൽ നിന്നു. ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പറഞ്ഞ ചോര വന്നു കഴിഞ്ഞാൽ അതൊരു അടയാളമായിട്ട് കണ്ട് നീ ഗുഹ അടച്ചിട്ട് പൊക്കോളണം. അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് ഉണ്ടോ ഇല്ല പിന്നെ നീ അറിയണ്ട, നീ പൊക്കോളണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചോര കണ്ടു, ഞാൻ അതുകൊണ്ട് അടച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള കൊട്ടാരത്തിലുള്ള താരയൊക്കെ ഒരുപാട് ദുഃഖിച്ചു. എന്താ ചെയ്യാ നമ്മള്, പക്ഷെ രാജ്യത്തിലെ രാജാവ് ഇല്ലാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ എല്ലാരും കൂടെ തീരുമാനിച്ചു ഈ സുഗ്രീവനെ രാജാവാക്കാന്ന്. അങ്ങനെ എന്താ പറയാ, സുഗ്രീവനെ എല്ലാരും കൂടെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. അതായത് ബാലിയോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യവും ഉണ്ടായിരുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സായിരുന്നു. പാവം സുഗ്രീവൻ രാജാവായിട്ടിരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആര് വരണു? നമ്മുടെ ബാലി.
ബാലി മരിച്ചിട്ടില്ലായിരുന്നു. ബാലി മായാവിയാണ് കൊന്നത്. മായാവി ഈ പറഞ്ഞ കൊരങ്ങന്റെ ചോരയായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയാണ് പുറത്തേക്ക് ഒഴുകിയതും തെറ്റിദ്ധരിപ്പിച്ചതും എല്ലാം. അപ്പോ ഈ ബാലി വന്നപ്പോഴെന്താ, അവിടെ രാജാവ്, വേറെ രാജാവ് ഇരുന്ന് ഭരിക്കണം. നോക്കിയപ്പോ തന്റെ അനുജനാണ്. അപ്പോ വളരെയധികം ദേഷ്യപ്പെട്ടു ബാലിക്ക്. പെട്ടെന്ന് ഭയങ്കരമായിട്ട്, എടാ ഒരിക്കലും നമുക്ക് ബാലിയെ കുറ്റം പറയാൻ പറ്റില്ല. ആരാണെങ്കിലും വിചാരിക്കും രണ്ട് സഹോദരന്മാര് ഒരു രാജ്യം, അപ്പൊ ഒരാള് മരിച്ചാൽ വേറൊരാൾക്ക് കിട്ടും. അപ്പൊ ബാലി പറയുന്നത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ബാലി പറഞ്ഞു, നീ മനഃപൂർവ്വം ഞാൻ ഈ ഗുഹയിൽ നിന്ന് തിരിച്ചു വരാതിരിക്കാൻ നീ കല്ലെടുത്ത് വെച്ച് അടച്ചിട്ട് നിനക്ക് രാജാവാകണം, ഈ രാജപദവി നിനക്ക് വേണം, അതാണ് കാരണം, നീ ഇനി എന്റെ സഹോദരനല്ല എന്നും പറഞ്ഞ് ആ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് എന്താ പറയാ യുദ്ധത്തിന്, മല്ലയുദ്ധത്തിന്, കൊരങ്ങന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം കൊണ്ട് യുദ്ധം ചെയ്ത് പാവപ്പെട്ട സുഗ്രീവന് ബാലിയെ എതിർത്ത് നിൽക്കാൻ കഴിവില്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, എത്ര പറഞ്ഞിട്ടും ബാലി വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇല്ല, തന്നെ വധിച്ചിട്ട് രാജ്യം തട്ടിയെടുക്കാൻ തന്നെയാണ് സുഗ്രീവന്റെ ലക്ഷ്യം എന്ന് ബാലി ഉറച്ചു വിശ്വസിച്ചു. അപ്പോ ബാലിയുടെ നേർക്ക് ആര് യുദ്ധം ചെയ്താലും ബാലിക്കൊരു വരമുണ്ട്, ആ കൂടെ നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളിന്റെ പകുതി ബലം ബാലിക്ക് കിട്ടും. അപ്പൊ സുഗ്രീവൻ എങ്ങനെ നിന്ന് യുദ്ധം ചെയ്യും? സുഗ്രീവന് പകുതി ബലേ ഉള്ളൂ. സുഗ്രീവന്റെ പകുതി ബലവും കൂടെ ബാലിക്ക് കിട്ടി. നിസ്സാരനെ പോലെ, നിസ്സാരമായിട്ട് ആ സുഗ്രീവന്റെ ഭാര്യയെ പോലും കൂടെ വിടാതെ ആ കൊട്ടാരത്തിൽ ആ രൂമയെ വിളിച്ച് തന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് ഇറങ്ങി പൊക്കോളാൻ പറയണം. അപ്പോ അദ്ദേഹത്തിന് സുഗ്രീവന്റെ അടുത്ത് വളരെയധികം വിഷമം തോന്നി. 4 പേർക്ക്, 4 മന്ത്രിമാർക്ക്, അവിടെയുള്ള അമാത്യന്മാർക്ക് ദുഃഖം തോന്നി. അതിലൊന്ന് ഹനുമാനായിരുന്നു. ബാക്കി 3 പേരും കൂടെ സുഗ്രീവന്റെ കൂടെ പുറത്തു വരികയാണ്. അപ്പൊ പറഞ്ഞു, വിഷമിക്കണ്ട. ഈ പറഞ്ഞ ഹനുമാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ അതീവ ബലശാലിയായിട്ടുള്ള ബാലിയെ ആർക്കും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയി ആലോചിക്കാം, ഈ രാജ്യത്തിന്റെ വെളിയിൽ പോവാം. അതാണ് മൂകാജലത്തിൽ പോയി നമുക്ക് അവിടെ ഇരുന്നാലേക്ക്. അവിടെ ബാലിക്ക് വരാൻ പറ്റില്ല, കാരണം ബാലിക്ക് ഒരു ശാപമുണ്ട്. മൂകാജലത്തിൽ കയറി കഴിഞ്ഞാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. അവിടെ മാത്രമേ ഇദ്ദേഹം വരാതിരിക്കുള്ളൂ. വേറെ എവിടെ, ഈ പറഞ്ഞ ഈ അണ്ടകടാഹത്തിൽ എവിടെ പോയി ഒളിച്ചാലും ബാലി എത്തും. അത്ര ബലവാനാണ്. കൈലാസം എടുത്ത് അമ്മാനമാടാൻ കഴിവുള്ളവനാണ് ബാലി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തൽക്കാലം ഋഷ്യമൂകാജലത്തിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ 4 പേര്, ഈ സുഗ്രീവനും അദ്ദേഹത്തിന്റെ ഹനുമാൻ ഉൾപ്പെടെ 4 പേര്. അപ്പൊ ആരാണ് ഈ ബാലി? നമ്മളൊന്ന് അറിയണ്ടേ. സാധനയിൽ ഉയർന്ന തലമാണ് ഒരു കൊരങ്ങനായിട്ട് പോലും എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ 7 സാഗരങ്ങളിൽ കുളിച്ച് തർപ്പണം ചെയ്യണ ആളാ. നിത്യ അനുഷ്ഠാനം, അതാണ് ബാലിയുടെ ഉപാസന. നമ്മൾ അറിയണം, നമ്മൾ കണ്ടു തർപ്പണം എന്താണെന്നൊക്കെ. ശരിക്കും പറഞ്ഞ അർപ്പണം, അതായത് സമർപ്പണം, അതാണ് തർപ്പണം. അത് ശരിക്കും പറഞ്ഞ ഈ യോഗ സാധനയില് ഈ പറഞ്ഞ 7 സാഗരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മൂലാതെ 7 സാഗരങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. ഈ പറഞ്ഞ കുണ്ടലിനി യോഗചര്യയിൽ ഇനി നമ്മൾ അടുത്ത തലങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം, പാല്, തൈര്, നെയ്യ്, കരിമ്പ് നീര്, ശുദ്ധജലം, ഉപ്പ് നീര് എന്നൊക്കെ പറഞ്ഞ 7 സാഗരങ്ങൾ. ദേവി നമുക്കറിയാം 15 നിത്യകളായിട്ട് പിരിയുമ്പോൾ ദേവി 9 മേരുവിലും 7 സമുദ്രങ്ങളിലുമുള്ള ഓരോ ശ്രീനഗരത്തിൽ വസിച്ചു എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ 9ഉം 7ഉം, അതായത് 15, 16, അതായത് മഹാനിത്യമായിട്ടുള്ള 16ാമത്തെ ഷോഡശി മന്ത്രം വരുമ്പോൾ മാത്രം പ്യുവർ ആയിട്ടുള്ള അമൃത സാഗരത്തിൽ, ബാക്കി എല്ലാത്തിലും ഈ സാഗരങ്ങൾ, ഈ 7 സാഗരങ്ങൾ കടന്ന് 9 ശിഖരങ്ങൾ, അതും ശരീരത്തിൽ തന്നെയാണ്. അത് യോഗ വഴിയാണ്. ആ 9 ശിഖരങ്ങളായിട്ടുള്ള മേരുവിലും ദേവി ഇരിക്കുന്നുണ്ട്. ഇവിടെ കണ്ട് വന്ദിച്ചതിന് ശേഷം മാത്രമേ ചിന്താമണി ഗ്രഹത്തിലിരിക്കുന്ന ഷോഡശി മന്ത്ര സ്വരൂപിണിയായിട്ടുള്ള മഹാനിത്യയെ നമുക്ക് കാണാൻ പറ്റൂ. അത് യോഗശാസ്ത്രം. അതുപോലെ ഈ ബാലിയുടെ ഈ പറയണത്, 7 സമുദ്രത്തിൽ തർപ്പണം ചെയ്തു എന്ന് പറഞ്ഞാൽ ബാലി ഒരു സാധകനാണെന്ന് അർത്ഥം. തന്റെ ആ ഒരു കുണ്ടലിനി ശക്തിയെ അർപ്പിച്ച് എന്തിനാണോ തനിക്ക് വേണ്ടത് അവിടെ ഒരു പൂർണ്ണമായ സമർപ്പണം സമർപ്പണം ചെയ്യണം. അതായത് ആ ഗായത്രി മന്ത്രം കൊണ്ട് എങ്ങനെയാണോ വെള്ളത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ സൂര്യന് സമർപ്പിക്കുന്നത്, വെള്ളത്തിൽ നിന്ന് എങ്ങനെയാ ഓം ഭൂർഭുവസ്വ തെറിഞ്ഞ് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവിടെയോട്ട് നമ്മൾ ഒഴിക്കും. അപ്പൊ സൂര്യ തർപ്പണം. വെളിയിലാണോ തർപ്പിക്കുന്നത്? അല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സൂര്യമണ്ഡലത്തിനാ തർപ്പിക്കുന്നത്. നമ്മൾ ഒന്നും വെളിയിലല്ല ചെയ്യുന്നത്. ഈ സിംബോളിക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ തർപ്പണം വരുന്നത്. അതുപോലെ സൂര്യന് സമർപ്പിക്കുന്നു. അപ്പൊ ആ വെള്ളം കൈക്കുമ്പിളിലെടുത്ത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഒഴിക്കുന്നതാണ് യഥാർത്ഥ തർപ്പണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പിതൃപൂജയ്ക്കൊക്കെ യഥാർത്ഥ തർപ്പണം മനസ്സുകൊണ്ട് ചെയ്യുന്ന തർപ്പണമാണ്. നമ്മൾ ഒരു സാധകന്മാര്, ഒരു ഉപാസകര് മന്ത്രപുരസ്ചരണാദികൾ കഴിഞ്ഞിട്ട് ഒരു സാധകനോട് പറയും തർപ്പണം ചെയ്യൂ എന്ന്.
കാരണം എന്താ? തൃപ്തി വരണം. ദേവതയ്ക്ക് തൃപ്തി വരണമെങ്കിൽ എന്താ? തർപ്പണം ചെയ്യണം. ആ ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഭഗവാന്റെ മത്സ്യാവതാര കാലത്ത് സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം എന്താ സാഗരത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിൽ ഒരു കൊച്ചു മത്സ്യക്കുഞ്ഞ് വന്നിരിക്കുകയാണ്. ആ മത്സ്യക്കുഞ്ഞിനെ കണ്ടപ്പോൾ നിന്ന നിലയ്ക്ക് അത് വളർന്ന് 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 ആ സമുദ്രം മുഴുവൻ പറഞ്ഞു, നിന്റെ രാജ്യത്ത് കൊണ്ടുപോയി എന്നെ ഒരു പോണ്ടിൽ ഇടാൻ പറയണു. അദ്ദേഹം രാജ്യത്ത് കൊണ്ടുവന്നു കടക്കണ മുറിയിൽ ഒരു കൊച്ചു കുപ്പിക്കകത്ത് വെച്ചു. അത് അവിടെയും വളർന്നു, മുറിക്കകത്ത് മുഴുവനായി. പിറ്റേ ദിവസം വെളിയിൽ വലിയ ഇതിൽ കൊണ്ടിട്ടു. അവസാനം എന്താ? വളർന്ന് വളർന്ന് പറഞ്ഞു, നിന്നെ സാഗരത്തിൽ തന്നെ വിടണം. അതാണ് ഇത് ഭഗവാന്റെ മത്സ്യാവതാരം. ഒരു പോതം, ഒരു ചെറിയ മത്സ്യക്കുഞ്ഞിനെയാണ് കണ്ടത്. അപ്പോ തർപ്പണ ജലത്തിന്റെ മഹിമയാണ് പറയുന്നത്. അതായത് ഭഗവാനെ ആവാഹിക്കാൻ കഴിയും. ഈശ്വര ചൈതന്യത്തെ നമുക്ക് ആവാഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജലം വേണം. എല്ലാം ഏത് പൂജയിലും, പ്രത്യേകിച്ച് ശ്രീചക്ര പൂജയിലും എല്ലാം ജലത്തിലാണ് നമ്മൾ ആവാഹിക്കുന്നത്. ആ കയ്യിൽ വെള്ളമെടുത്ത് 36 തത്വങ്ങള്, ശിവതത്വം, വിദ്യാതത്വം, ആത്മതത്വം എല്ലാം ഏതിലാ പറയണത്? നമ്മൾ ജലത്തിലാ പറയുന്നത്. അപ്പോ തർപ്പണം എന്ന് പറയുന്നത് ഈശ്വരനെ വരുത്തുക, അതാണ് അതിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞത് ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളില് ഉറപ്പിക്കുക, അതാണ് ഈശ്വരനെ ആവാഹിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ ഈ തർപ്പണവും അതിന്റെ മഹത്വവും അറിയുന്ന ഒരു ഉപാസകനാണ് ബാലി. ആ ബാലി എന്താ? ഒരു കൊരങ്ങനാണ്. അദ്ദേഹത്തിന് വേണ്ടി സുഖമായിട്ട് രാജ്യത്തിൽ ആഹാരം കഴിച്ചിരുന്നോടെ ഇല്ല. അദ്ദേഹം രാവിലെ 7 സമുദ്രത്തിൽ തർപ്പണം ചെയ്യും. തന്റെ 7 ഷഡ്ചക്രങ്ങളെ ഉപാസന ചെയ്ത് തന്റെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി യോഗം ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് ഉപാസിക്കും. സൂര്യനെ ഉപാസന, അത് കഴിഞ്ഞ് തന്റെ ആത്മോപാസന, ഇതിന് ശേഷം മാത്രമേ അദ്ദേഹം പുറത്ത്. അപ്പൊ അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ശരീരത്തിന്റെ ബലം എന്ന് പറയുന്നത് എന്താ? മനോബലമാണ്. ഇത് തന്നെയാണ് ഹനുമാനും ഉള്ളത്. ആ ഒരു മഹത്വം, അതാണ് ശരിക്കും പറഞ്ഞത്. ഈ ബാലി പണ്ട് കുളിക്കാനായിട്ട്, അത് കഥയാണ്, നമ്മൾ 7 സാഗരത്തിൽ കുളിക്കാൻ ചെന്നുവെന്നും അവിടെ ചെന്ന് രാവണൻ പറഞ്ഞു ഈ ബാലിയെ ഒന്ന് വെല്ലുവിളിക്കാന്ന് പറഞ്ഞ് രാവണൻ, ഈ പറഞ്ഞ സീതയെ മോഷ്ടിച്ചോണ്ടോയ രാവണൻ എന്ത് ചെയ്തു? ചെന്ന് വാലിലൊന്ന് തൊട്ടുവെന്നും ഇങ്ങനെ കറക്കി 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 രാവണനെ വാലിൽ ചുറ്റി 7 സമുദ്രത്തിൽ ചാടിയപ്പോഴും ഈ രാവണനും കൂടെ അടിച്ചെന്ന് ഓരോന്ന് അടിച്ചടിച്ചടിച്ച് ഈ പറഞ്ഞ രാവണൻ ഒരുപാട് അംഗഭംഗങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ബാലി വിടുന്നത്. അവസാനം സമസ്താപരാധം പറഞ്ഞു. അങ്ങനെയാണ് അത്രയും എന്താ ഈ കഴിവുള്ള ആളാണ് ഈ ബാലി. ആരാണ്? ഇന്ദ്രന്റെ പുത്രനാണ്. അപ്പോ അത്ര ഉയർന്ന ആ ബാലി. സുഗ്രീവനോ ഈ പറഞ്ഞ അമ്മമാരൊന്നാണെങ്കിലും അച്ഛന്മാര് രണ്ടാണ്. സുഗ്രീവൻ സൂര്യന്റെ പുത്രനുമാണ്. അപ്പൊ നമ്മൾ നോക്കൂ രണ്ടിന്റെ വ്യത്യാസം. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ പുത്രൻ. മനസ്സിന് മനോചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട, ഇത്രയും ഉപാസനയിൽ നിന്നാലും മനസ്സിന്റെ ചാബല്യങ്ങൾക്ക് ബാലി അടിമപ്പെടും. സുഗ്രീവനോ ഒരിക്കലും ഇല്ല. സത്യസന്ധനാണ്, സൂര്യവംശജനാണ്, തന്റെ സൂര്യമണ്ഡലത്തെ പ്രകാശിപ്പിച്ചവനാണ് സുഗ്രീവൻ. അവിടെ എന്താ ഇതിനകത്ത് വരുന്ന നമുക്ക് മനസ്സിലാവുന്ന എന്താ? ആ രാമൻ ആരുടെ കൂടെ ചേരും? ഈ പറഞ്ഞ ബാലിയുടെ കൂടെ ചേരുമോ സുഗ്രീവന്റെ കൂടെ ചേരും? രാമൻ ആരാണ്? രാമൻ സൂര്യവംശജനാണ്. സൂര്യവംശത്തില് ദിലീപന്റെയും ഭഗീരഥന്റെയും സഗരന്റെയും ദശരഥന്റെയും കുടുംബത്തിലെ സൂര്യവംശത്തിൽ പറഞ്ഞ രാമൻ സൂര്യവംശത്തിലുണ്ടായ സുഗ്രീവനുമായിട്ട് മാത്രമേ സഖ്യം ചെയ്യാൻ പറ്റൂ. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട, മനസ്സിനടിമപ്പെട്ട ബാലിയുമായിട്ട് ഒരു കാലവും രാമന് സഖ്യം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ യോഗശാസ്ത്ര പ്രകാരം ഒരുപാട് നമ്മൾ ശ്രീവിദ്യയിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ബാലിയുടെ സൈഡ് നിന്നൂടായിരുന്നു, രാമന് വേണമെങ്കിൽ നിന്നൂടായിരുന്നു. പക്ഷെ പറ്റില്ല, അത് നിയോഗമാണ്. അപ്പോ ആ രാമനെ പോലെ ഏത് ദേവതയെ ധ്യാനിക്കുമ്പോഴും നമ്മൾ എന്താ, ഇപ്പൊ നമ്മള് ഈ സൂര്യവംശജൻ എന്ന് പറയുമ്പോ എന്താ, അവര് സൂര്യവംശം എന്ന് പറയാൻ കാരണം എന്താ? അവരാദ്യം സൂര്യമണ്ഡലത്തിനെയാണ് ഉപാസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 3 മണ്ഡലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ അറിയണം. ബിക്കോസ് ശ്രീവിദ്യ ഉപാസകൻ മണ്ഡലങ്ങളെ കുറിച്ച് അറിയണം. എത്ര മണ്ഡലം? 44 ദിവസം ഒരു മണ്ഡലം ശ്രീവിദ്യ ഉപാസനയിൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീചക്രത്തിന് 44 ത്രികോണങ്ങൾ, 43 പ്ലസ് ബിന്ദു, അതാണ് നമ്മുടെ 44 ദിവസം ഒരു മണ്ഡലം. അപ്പൊ എല്ലാവർക്കും 30 ദിവസമാണ് ഒരു മണ്ഡലം, ഇല്ലേ? നമുക്ക് എന്താ 44? ശ്രീവിദ്യ ഉപാസകർക്കെന്ന് ചോദിച്ചാല് നമുക്ക് പറയാം ശ്രീചക്രത്തിലെ 44. അതുപോലെ നിങ്ങളുടെ ശരീരത്തില് എത്ര മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണ്ടേ? ഒന്ന് സൂര്യമണ്ഡലം, ഒന്ന് ചന്ദ്രമണ്ഡലം, ഒന്ന് അഗ്നിമണ്ഡലം. ഏത് ഭാഗവതം എടുത്താലും നമ്മുടെ ഉള്ളിൽ മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ പറഞ്ഞാലും യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനെ ധ്യാനിക്കാൻ പറഞ്ഞാലും ആദ്യം പറയുന്നത് എന്താ? ഹൃത് പത്മത്തില് സൂര്യമണ്ഡലത്തെ ധ്യാനിക്കൂ. ബിക്കോസ് അതാണ് നമ്മുടെ പ്രാണശക്തി, നമ്മുടെ വായു. ഉള്ളിൽ നമുക്ക് എല്ലാം കിട്ടുന്ന 7 നമ്മുടെ ഷഡ്ചക്രങ്ങളിലും ആ പറഞ്ഞ 7 നിറങ്ങളിലൂടെ 7 ശബ്ദങ്ങളിലൂടെ പ്രാണശക്തിയായിട്ട് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് സൂര്യനാണ്. സൂര്യന്റെ രശ്മികൾ ഇല്ലെങ്കിൽ അതാണ് 7 നിറം.
ആ 7 നിറങ്ങളാകുന്ന അത് ഏകമായിട്ടുള്ള ഒന്ന് നമുക്ക് തോന്നും. അതേസമയം ഒരു ഡിസ്ക് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം അതിനകത്ത് 7 നിറങ്ങൾ നമ്മുടെ ഷഡ്ചക്രങ്ങളുടെ 7 നിറങ്ങളാണ്. ആ 7 നിറങ്ങള് ഭൂമി ഓരോന്നിനും നിറമുണ്ട്. ഭൂമി, ജലം, അഗ്നി, വായു, ഒന്ന് വെള്ള, ഒന്ന് ചുവപ്പ്, ഒന്ന് മഞ്ഞ, ഒന്ന് പീതം, അങ്ങനെ ഈ ഷഡ്ചക്രങ്ങൾക്കെല്ലാം എന്താ ഈ സൂര്യരശ്മിക്കനുസരിച്ചുള്ള നിറങ്ങളുണ്ട്. ഈ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിന്റെ ക്വാളിറ്റി, ഗുണത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മളൊരു സാധകനെ സംബന്ധിച്ച് ആദ്യം ആരെയാണ് നമ്മൾ എവിടെയാണ് ധ്യാനിക്കേണ്ടത്? ആദ്യം സൂര്യമണ്ഡലത്തെ ധ്യാനിക്കണം. പിന്നെയാണ് ചന്ദ്രമണ്ഡലത്തെ ധ്യാനിക്കേണ്ടത്. എങ്ങനെ? ഹൃദയത്തെ ധ്യാനിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. ആ ചന്ദ്രമണ്ഡലത്തിൽ പ്രവേശിക്കണം. ചന്ദ്രമണ്ഡലത്തിന് കടന്നതിന് ശേഷം എന്താ? അവിടെയാണ് ചിതഗ്നി, അവിടെയാണ് അഗ്നിമണ്ഡലം. അവിടെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടദേവതയെ കൊണ്ട് ഇരുത്തുന്നത്. അഗ്നിമണ്ഡലത്തിലാണ്. നമ്മൾ ദേവിക്ക് പേരില്ലേ? ആ ഒരു അഗ്നിമണ്ഡലത്തിൽ താമസിക്കുന്ന ദേവി, ആ ചന്ദ്രമണ്ഡലത്തിൽ താമസിക്കുന്ന ദേവി, ഇങ്ങനെയൊക്കെ ലളിതാ സഹസ്രനാമത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഇത് നമ്മുടെ ശരീരത്തിനകത്താണ് ഈ 3 മണ്ഡലങ്ങളും. ശരിക്കും പൂജയില്, ശ്രീചക്ര പൂജയിൽ നമ്മൾ ആവാഹിക്കുമ്പോ സൂര്യമണ്ഡലായ നമഃ, ഓം ചന്ദ്രമണ്ഡലായ നമഃ, മം വന്യമണ്ഡലായ നമഃ എന്നീ മണ്ഡല തത്വങ്ങളെ നമ്മൾ ആദ്യം ആവാഹിക്കും. എന്നിട്ട് മാത്രമേ ഹൃത്പത്മമധ്യേ നമ്മൾ ദേവിയെ കൊണ്ടുവരുന്നത്. അന്തര സുഷുമ്ന പത്മാടവി ഭേദന കുശലാം എന്ന് പറഞ്ഞ് ദേവിയെ കൊണ്ടുവരണം. ആ അന്തരാത്മാവിൽ ഇരിക്കുന്ന സുഷുമ്ന പത്മാടവി സംസ്ഥിത ആ സർവഭൂതഹിതേ മാത ഏഹി പരമേശ്വരി സ്വാഹ എന്ന് പറഞ്ഞ് ഈ 3 മണ്ഡലങ്ങളെ കടന്നിട്ടാണ് മണ്ഡലത്രയങ്ങളെ ഉപാസിച്ചതിന് ശേഷം അതിനകത്ത് പ്രവേശിച്ചാൽ മാത്രമേ ആ സാക്ഷാത്കാരത്തിന്റെ പരമപദത്തിൽ എത്തി ആ അമ്മയെ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ പറ്റൂ. ബിക്കോസ് ഇതെല്ലാം കവറിങ് ആണ്. ഈ കവർ നമ്മള് പിതൃക്കൾ പോകുന്ന എങ്ങനെയാ? നമ്മുടെ മനുഷ്യൻ പോകുമ്പോ ജീവൻ പോകുന്ന എങ്ങനെ? ആ തിരിച്ചുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിതൃമണ്ഡലത്തില് പിതൃക്കളുടെ അവിടെ പോയിട്ട് പിന്നെ അവരെന്താ സൂര്യമണ്ഡലത്തിലൂടെ അവർക്ക് ചന്ദ്രമണ്ഡലത്തിൽ വന്നാലേ തിരിച്ച് ഭൂമിയിൽ വരാൻ പറ്റും. ഇതൊക്കെ ഒരു ശുദ്ധമാക്കുന്ന പ്രക്രിയ. ഈ നമ്മുടെ ആത്മാവിനെ ശുദ്ധമായിട്ട് മാത്രമേ തിരിച്ച് വേറൊരു ജീവനായിട്ട് നമുക്ക് വേറൊരു ശരീരം സ്വീകരിക്കാൻ പറ്റും. ഭൂമിയിൽ വരുമ്പോൾ വീണ്ടും കർമ്മങ്ങൾക്കനുസരിച്ച് എവിടെയാണോ ജനിക്കേണ്ടത് ജനിക്കും. ബിക്കോസ് വായു, പഞ്ചഭൂതങ്ങള് ഭൂമിയിലാണുള്ളത്. അപ്പൊ ഈ യാത്ര, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ഡലത്രയങ്ങളുണ്ട്. സാക്ഷാത്കാരം, അതായത് ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ആദ്യത്തെ പടവ് എന്താണ്? സൂര്യനെ ഉപാസിക്കണം. അതുകൊണ്ടാണ് ശ്രീവിദ്യാ മന്ത്രത്തില് ഈ പറഞ്ഞ സന്ധ്യാവന്ദനം ചെയ്യൂ, നമ്മുടെ ഗായത്രി മന്ത്രം ജപിക്കൂ, 3 സന്ധ്യകളിലും ഗായത്രിയെ ജപിച്ച് സൂര്യനെ ഉപാസിച്ച് ആ ഒരു ഭർഗ തേജസ് കൊണ്ട് നിന്റെ ആത്മസൂര്യനെ, ബാഹ്യത്തിലിരിക്കുന്ന സൂര്യനെ കാണുന്ന പോലെ നിന്റെ ഉള്ളിലുള്ള ആത്മസൂര്യനെ എന്താ പ്രചോദിപ്പിക്കൂ, ബുദ്ധിയെ വികസിപ്പിക്കൂ എന്ന് പറയുന്നത്. ഗായത്രി മന്ത്രം മസ്റ്റാണ്. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ പ്രാരംഭമായിട്ട് എന്നും രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ 11 പ്രാവശ്യം അല്ലെ 12 പ്രാവശ്യം നമ്മൾ ഉള്ളില് ഗായത്രി ജപിക്കണം. വൈകിട്ട് ഗായത്രി ജപിക്കണം. ഗായത്രിയുടെ 3ാമത്തെ പദമാണ്. അതായത് ആ 3ാമത്തെ പദത്തിന് ശേഷം മാത്രമേ തുരീയ അവസ്ഥയിരിക്കുന്ന ശ്രീവിദ്യ നമുക്ക് ആ മന്ത്രം ജപിക്കാൻ നമുക്ക് യോഗ്യത കിട്ടുള്ളൂ. അപ്പോ സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാല് രാമനെ ഉപാസിക്കുക എന്നാണ് അർത്ഥം. ഇതൊരു പിടികിട്ടാത്ത തത്വമാണ് ഈശ്വര തത്വം എന്ന് പറയുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് ചെന്ന് രാമനെ ഉപാസിക്കാൻ പറ്റില്ല. കാരണം സൂര്യമണ്ഡലം എന്ന് പറയുന്ന ആ മണ്ഡലം എവിടെയാണെന്ന് അറിയണം. അത് നമ്മള് ആദ്യം പോയി നമുക്ക് എന്താ രാമനെ വേണം, കൃഷ്ണനെ വേണം, ഓടിച്ചെന്ന് ഗുരുവായൂർ ചെന്ന് നമസ്കരിച്ചു 10 വർഷം ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പന്റെ കൃപ കിട്ടിയില്ല എന്ന് പറയാൻ കാരണം എന്താ? കൃഷ്ണൻ ചന്ദ്രമണ്ഡലവാസിയാണ്. ചന്ദ്രൻ മനസ്സിന്റെ അധിപനാണ് അദ്ദേഹം. അവിടെയോട്ട് കയറണമെങ്കിൽ മനസ്തത്വം ആജ്ഞാചക്രത്തിലാണ് ഇരിക്കുന്നത്. സൂര്യമണ്ഡലം ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ രാമനെ ഉപാസിച്ചതിന് ശേഷം മാത്രമേ കൃഷ്ണനെ ഉപാസിക്കാൻ നമുക്ക് യോഗ്യത വരുള്ളൂ. കാരണം എന്താ? ആ സൂര്യമണ്ഡല ഉപാസനയിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പൊഴിഞ്ഞു പോകണം, നമ്മൾ ശുദ്ധമാവണം. അപ്പൊ ഗുരുവായൂർ ചെന്ന് ആ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കാണുമ്പോ എന്താ? അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ദൃഷ്ടമാത്രേ, കാണുമ്പോ തന്നെ എന്താ? ആ വിഗ്രഹം എന്നിൽ എന്തുണർത്തും? ആ ബ്രഹ്മതത്വം. പിന്നെന്താ? തത്താവത് ഭാതി സാക്ഷാൽ പവനപുരപതേ, എന്റെ പുരത്തിലിരിക്കുന്ന അല്ലയോ പതിയായിട്ടിരിക്കുന്ന എന്റെ ആ ഒരു അധീശനായിട്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ, എന്റെ പുരത്തിൽ ശയിക്കുന്ന പുരുഷനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ആ ഒരു യോഗമാർഗം എന്ന് പറയുന്നത്. ആ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ശരിക്കും ശ്രീകൃഷ്ണ പരമാത്മാവാണ്. അവിടെ എത്തിച്ചേരാൻ ഓടിച്ചെന്ന് പറ്റില്ല. ആദ്യം സൂര്യമണ്ഡലത്തെ ഉപാസിക്കണം, രാമതത്വത്തെ അറിയണം, രാമതത്വത്തിൽ നിന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിലോട്ട് എത്തിച്ചേരണം. അതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുമ്പോൾ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയായിട്ടിരിക്കുന്ന, ഗോപാല സുന്ദരിയായിട്ടിരിക്കുന്ന മഹാശക്തി.
അതുകൊണ്ട് സാധകരല്ലാത്തവര് നമ്മൾ പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സാധകര് ആദ്യം തൃപ്രയാറ് ചെന്ന് രാമനെ കാണൂ, അവിടെ ഹനുമത് സാന്നിധ്യമുണ്ട്. ആ തൃപ്രയാറിയിരിക്കുന്ന രാമന്റെ കൂടെ എപ്പോഴും ഹനുമാനുണ്ട്. ഈ രാമതത്വം അറിയുന്ന പ്രാണശക്തിയായിട്ടിരിക്കുന്ന ഹനുമാൻ നിനക്ക് പ്രാണനെ നിയന്ത്രിച്ച് നിന്റെ കുണ്ടലിനി ശക്തിയെ യോഗമാർഗത്തിൽ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് 3 ഗ്രന്ഥികളെ മുറിച്ചതിന് ശേഷം ആത്മതത്വത്തെ അറിയണമെങ്കിൽ സൂര്യനെ ഉപാസിക്കണം. നിനക്ക് ബുദ്ധി ഉണ്ടാവണം. പ്രചോദിതമായ ഒരു ബുദ്ധി കൊണ്ട് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ പറ്റൂ. സാധാരണ ഒരാൾക്ക് പറ്റില്ല. ഓടിച്ചെന്ന് ഗുരുവായൂർ ചെന്ന് കൃഷ്ണനെ കിട്ടാൻ പറ്റില്ല. സാക്ഷാൽ ബ്രഹ്മതത്വമാണത്. ആ ബ്രഹ്മതത്വത്തെ കാണിക്കാൻ സിംബോളിക്കായിട്ട് ആ പറഞ്ഞ ചതുർബാഹു സ്വരൂപിയായിട്ടുള്ള വിഷ്ണു ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ ഗുരുവായൂർ നിൽക്കുകയാണ്. അതിന്റെ പുറകില് നമ്മുടെ പരമമായിട്ടുള്ള ഉയർന്നിരിക്കുന്ന തത്വമായിട്ടുള്ള ലളിത മഹാത്രിപുര സുന്ദരി ഗോപാലസുന്ദരിയായിട്ട് ശ്രീവിദ്യാ മന്ത്രത്താൽ പൂജിക്കപ്പെടുന്ന ആളാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ സൂര്യ ഉപാസന കൂടിയേ പറ്റൂ. അതായത് നമ്മള് കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും ഈ പറഞ്ഞ ഈശ്വര തത്വത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതായത് അവിടെ ചെന്നാൽ തന്നെയും ഗുരുവായൂർ ചെന്നാൽ തന്നെയും നമ്മള് മുട്ടിലെഴയണ കൃഷ്ണനെ ആദ്യം കാണുന്നത്. കൃഷ്ണനെ ഒരു പൂർണ്ണമായിട്ടുള്ള യോഗഭാവത്തിൽ കാണണമെങ്കിൽ എത്രയോ ജന്മം വേണം, എത്രയോ ജന്മം. കൃഷ്ണൻ എന്ന് പറയുന്ന ആ കൃഷ്ണ തത്വം, ആ ദേവീ തത്വം, അവര് രണ്ടുപേരും ഒരു നാണയത്തിന്റെ 2 സൈഡ്. 2 അഹോ പുരുഷിക എന്ന് പറയുന്ന ദേവിയും ആ പറഞ്ഞ നമ്മൾ പുരുഷ രൂപം മാത്രം നോക്കുമ്പോൾ ശരിക്കും ശ്രീകൃഷ്ണൻ സ്ത്രീ രൂപം എന്നാ പറയണത്. അത്ര ആ ഒരു എന്താ പറയാ കരുണയും വാത്സല്യവും ആ ദേവി നിറഞ്ഞു നിൽക്കുന്ന ആളാണ് കൃഷ്ണൻ. നമ്മള് പേര് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുട്ടിലെഴയണ കൃഷ്ണനെ നമുക്ക് ഒരു തലത്തിൽ നമ്മൾ മൂലാധാരം സ്വാധിഷ്ഠാനം കഴിയുമ്പോൾ ഭഗവാനെ മുട്ടിലെഴഞ്ഞ് വെണ്ണ കഴിക്കണം. വെണ്ണ എന്ന് പറയുന്ന തൃക്കൈ വെണ്ണ, ആ പറഞ്ഞ പാലില് ഈ സമുദ്രമാകുന്ന ആ പാല് കടഞ്ഞെടുക്കണം. 2ാമത്തെ തലത്തിൽ എത്തണം. നമ്മള് മൂലാധാരത്തിൽ പാല് കൊടുക്കും, 2ാമത് കൊടുക്കുന്ന തൈര് കൊടുക്കും, തൈരിൽ നിന്ന് വെണ്ണ കൊടുക്കും, പിന്നെയാണ് മണിപൂരക ചക്രത്തെ ദേവിക്ക് വരുമ്പോൾ അഭിഷേകം കൊടുക്കുന്ന നെയ്യ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കും. ഫ്രൂട്ട് ജ്യൂസ് കൊടുത്ത് ഹണി കൊടുക്കും. ഇതാണ് പഞ്ചാമൃതം. ഈ ഓരോ തലത്തിലും നമ്മുടെ മനസ്സിന്റെ ഉയർച്ചയാണ് ഈ 5 അമൃതങ്ങൾ, 5 എണ്ണം കൂടെ ചേർന്ന് ഒരുമിച്ച് ശ്രീചക്രത്തിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം. അപ്പൊ മുട്ടിലെഴയണ കൃഷ്ണനെ കാണുമ്പോൾ നമ്മുടെ മുട്ടുകള് പ്രയാസങ്ങൾ ഇല്ലാതായി തീരും. കാരണം അവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേർന്നില്ലേ? നമ്മുടെ മുട്ടുകൾ, ഈ പ്രയാസങ്ങളാണ് നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി ഓടുന്നത്. വിഷമങ്ങള്, ദുഃഖങ്ങള്, ഈ മുട്ടുകള്, അത് നമുക്ക് മാറണം. അപ്പോ ഈ ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ച വ്യക്തി ഇത് അറിയുമ്പോ ആ സത്യത്തെ അറിയുമ്പോ നമ്മുടെ മുട്ടുകള്, പ്രയാസങ്ങളെല്ലാം മുട്ടറുക്കണ്ട. നമ്മൾ മുട്ട അറുക്കുക എന്നല്ല, മുട്ട് ഇറക്കുക എന്നാണ്. ശരിക്കും കാടാമ്പുഴ ഇരിക്കുന്ന ആ ഗുഹാവാസിയായിട്ടുള്ള അമ്മ ദേവി കാടാമ്പുഴ ഭഗവതിയുടെ ചെന്ന് മുട്ട ഇറക്കാൻ കാരണം അവിടെയാണ് നമുക്ക് വിഷമങ്ങൾ കിടക്കുന്നത്. പാശുപതാസ്ത്രം കിട്ടിയ ആ ഒരു പൂക്കളെ കൊണ്ട് കിരാത ഭാവത്തിൽ നിന്ന് ശിവനെ പൂജിച്ച അർജുനന് പാശുപതാസ്ത്രം കിട്ടിയ ആളാണ്. അപ്പൊ ഈ ഗുഹയ്ക്കകത്തോട്ട് ഒരു പന്നി പോയി അവര് തമ്മിൽ യുദ്ധം ഉണ്ടായതാണ്. അവിടെ മുട്ട ഇറക്കുക എന്ന് വെച്ചാൽ നമ്മളെ ദുഃഖങ്ങള് അവിടെ ഇറക്കി വെക്കണം അമ്മയുടെ പാദത്തിൽ. അത് അറുത്ത് കളയാൻ പറ്റില്ല, ഇറക്കണം. അപ്പൊ ഒരു തേങ്ങ പൊട്ടിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ? യോഗമാർഗത്തിൽ മുട്ട ഇറക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ദുഃഖങ്ങളെല്ലാം തന്നെ ഇറക്കി ആ ദേവിയുടെ പാദത്തിൽ വെക്കുക, ബാക്കി ദേവി നോക്കിക്കോളൂ. അതാണ് നമുക്ക് ആ ഒരു സമർപ്പണ മനോഭാവം വരിക. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാല് ആ ചേർച്ച, നമ്മുടെ സുഗ്രീവനും ശ്രീരാമനും തമ്മിലുള്ള ചേർച്ച സൂര്യവംശത്തിലെ രാമനും സൂര്യവംശത്തിലെ സുഗ്രീവനും ചേർന്നാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല, അവർ ഒരുമിച്ച് നിൽക്കും. അപ്പോ ബാലിയുടെ ഭയങ്കരമായിട്ടുള്ള ശക്തി, നമ്മൾ ഉപാസനാ മാർഗത്തിൽ അദ്ദേഹത്തിന്റെ ആ ബലം, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ ലോകത്തിൽ എല്ലാവരും ചെറുത്തു നിൽക്കാനുള്ള ആ ഒരു കഴിവ് കൊടുത്തത്. അപ്പോ രാമൻ എന്ത് ചെയ്യും? അപ്പൊ രാമൻ ചോദിക്കുകയാണ്, നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. രാമന് 2 പ്രശ്നങ്ങളാണ്. കാരണം ഈ ബാലി, ഒരു കുറ്റവും ബാലി ഡയറക്റ്റ് രാമനോട് ചെയ്തിട്ടില്ല. എന്ത് കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ കൊല്ലും? ഞാൻ ഇന്ന സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു കൊല്ലുന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം നേരിട്ട് കണ്ടാൽ തന്നെ ഓടി വന്ന് ബാലി ഈ പറഞ്ഞ രാമപാദങ്ങളെ നമസ്കരിക്കും. തന്നെ ആശ്രയിക്കുന്നത്, തന്റെ പാദസ്പർശമേറ്റ് നമസ്കരിച്ച ഒരാളിനെ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റുമോ? രാമന് പറ്റില്ല. ഒരു ദേവതയും ആശ്രയിച്ചാൽ നിഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് പ്രശ്നം വരുന്നത്. തപസ് ചെയ്ത് ഈ പറഞ്ഞ രാക്ഷസന്മാരെല്ലാം അവിടെ ചെന്ന് പാദത്തിൽ വീണങ്ങ് നമസ്കരിക്കും. അപ്പൊ അവർക്ക് നിഗ്രഹം പറ്റില്ല, അവർ അനുഗ്രഹിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന കൊടുക്കും. അങ്ങനെയാണ് ഈ മണ്ടത്തരങ്ങൾ മുഴുവൻ പറ്റി ഈ ലോകത്ത് ഈ പറഞ്ഞ അസുരന്മാരെല്ലാം ഈ ദേവന്മാരെ ഭരിക്കാൻ കാരണം. അതുകൊണ്ട് രാമൻ പറഞ്ഞു, ഞാൻ നേരിട്ട് ചെല്ലില്ല. നേരിട്ട് ചെന്നാല് എന്താ ചെയ്യും? ഈ പറഞ്ഞ ബാലി എന്റെ പാദ നമസ്കാരം ചെയ്താൽ എനിക്ക് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാനേ പറ്റൂ, അനുഗ്രഹിക്കാനേ പറ്റൂ, നിഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും?
അപ്പോഴാണ് സുഗ്രീവൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം. ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒളിയം പെയ്ത് കൊല്ലാം. നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നിസാരമായിട്ട് എന്താ രാവണനെ വധിക്കാമായിരുന്നല്ലോ എന്ന് ബാലി പറയും, നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്താ, എനിക്ക് നേരിട്ട് വന്ന് നിൽക്കില്ലേ ഭഗവാനെ, എന്നെ എന്തിനാണ് ഇങ്ങനെ മറഞ്ഞു നിന്ന് കൊന്നതെന്ന് ബാലി ചോദിക്കില്ല. പക്ഷെ ആ ഒരു ചോദ്യവും ഒഴിവാക്കണം രാമന്. കാരണം ബാലിക്ക് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൊല്ലേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നീ ഒരു കാര്യം ചെയ്യ് സുഗ്രീവ, നീ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് യുദ്ധത്തിന് വെല്ലുവിളിക്കുക ബാലിയെ. നിങ്ങൾ രണ്ടുപേരും യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ മറഞ്ഞു നിൽക്കാം, മറഞ്ഞു നിന്ന് ആ ബാലിയെ ഒളിയം പെയ്ത് കൊള്ളാം. ശരിക്കും നമ്മളിപ്പോ വിചാരിക്കും, ഈ രാമന് ധർമ്മിഷ്ഠനായ രാമൻ ഇത് ചെയ്യാമോ? എന്താ പറയാ, എങ്കിൽ പിന്നെ രാവണനെ നേരിട്ട് ചെന്നങ്ങ് കൊന്നാ പോരെ, എന്തിനാ ഇങ്ങനെ ഈ ബാലിയെ വിട്ട് ഈ സുഗ്രീവൻ സഖ്യം ഉണ്ടാക്കി ഇങ്ങനത്തെയൊക്കെ എന്താ കാര്യങ്ങളിലൊക്കെ പോകുന്നത് എന്തിനാ? അദ്ദേഹത്തിന് എവിടെയാണെന്ന് നിശ്ചയിക്കാം, ഡയറക്റ്റ് പോയി സീതയെ കൊണ്ടുവരും. എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തില്ല? ഇപ്പൊ ഈ ചെയ്യുന്നത് ധാർമ്മികമാണോ? ബാലി ഇതുവരെ കണ്ടിട്ടില്ല രാമനെ, ഡയറക്റ്റ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പരസ്പരം ഒരു ദോഷവുമില്ല. ആ പറഞ്ഞ പാവപ്പെട്ട ബാലി, ഇത്രയും ഉപാസകനായിരിക്കുന്ന ബാലിയെ കൊല്ലാമോ? ഇതാണ് ഇതിന്റെ രഹസ്യം. എന്തിനാണ് ഈ സഖ്യം ഉണ്ടാക്കിയത്? അതായത് സുഗ്രീവൻ ഈ സഖ്യം ഉണ്ടാക്കിയത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ സുഗ്രീവനെയും രാമനെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചത് ആരാ? വായുപുത്രനായ ഹനുമാനാണ്, അല്ലേ? ഹനുമാനാണ് പറയണത് സുഗ്രീവനുമായിട്ട് രാമനെ കൊണ്ടുവന്ന. ആ ഹനുമാന്റെ ആ ഒരു വീര്യത്തിലും ആ ഒരു പഠിത്വത്തിലും രാമന് സ്നേഹം വന്നിട്ടാണ് സുഗ്രീവനെ കാണാൻ വരുന്നത്. ആദ്യമേ ഒരു നെഗറ്റീവ് ഫീലിംഗ് വന്നിരുന്നെങ്കിൽ സുഗ്രീവനുമായിട്ട് രാമൻ പോകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഘടിപ്പിച്ചത് ആരാണ്? ഹനുമാൻ. അപ്പൊ പരമാത്മാവായിട്ടുള്ള രാമൻ, സുഗ്രീവൻ ജീവാത്മാവ്, യോജിപ്പിച്ചതോ വായുപുത്രനായിട്ടുള്ള പ്രാണൻ. അപ്പൊ ഇത് സത്യധർമ്മത്തിലൂന്നിയാണ്. അതായത് പ്രാണായാമത്തിലൂടെ നിയന്ത്രിതമായ ജീവൻ പരമാത്മ തത്വത്തിൽ എത്തുന്ന വിദ്യയാണ് രാമതത്വം എന്ന് നമ്മൾ അറിയണം. അത് ഈ രാമന്റെ കഥകളിലൂടെ പോകുമ്പോഴും നമ്മൾ അറിയണം, അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന വ്യക്തിയാണ് പ്രാണൻ. അതായത് നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ജീവാത്മാവ് പ്രാണായാമത്തിലൂടെ അല്ലെങ്കിൽ ജപത്തിലൂടെ എന്തിലോട്ടായിക്കോട്ടെ, നമ്മുടെ പ്രാണൻ ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ്, സോഹം ഹംസ അജബ ഗായത്രി, ഏത് മന്ത്രജപമായിക്കോട്ടെ, ആ മന്ത്രജപത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയന്ത്രിതമായിട്ടുള്ള ആ ഒരു ഭാവത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ ഇടാപിങ്കള നാഡിയിലൂടെ ഒഴുകുന്ന ശ്വാസം സുഷുമ്നയിലൂടെ സഞ്ചരിച്ച് അവസാനം ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഈ ജീവൻ പരമാത്മാവില് ലയിച്ചു തേരും. ഇതാണ് രാമതത്വം എന്ന് നമ്മൾ അറിയണം. അത് തേടിപ്പോകുന്ന ആരെയാ? സീത. സീത ആരാണ്? ഉഴവുചാലാണ്. ആ ഉഴവുചാലിൽ നിന്ന് കിട്ടുന്ന ആളാണ് സീത. അപ്പൊ വിദ്യയുടെ പ്രതീകമാണ് സീത, ഇല്ലേ? നമുക്കറിയാം ദേവി തത്വങ്ങളെല്ലാം തന്നെ ഈ സീത, ദ്രൗപദി എല്ലാരും തന്നെ വിദ്യയുടെ പ്രതീകമാണ്. ഉഴവുചാൽ എന്ന് പറഞ്ഞാൽ യാഗത്തിന് വേണ്ടിയിട്ടാണ് ഉഴുതു മറിക്കുന്ന സ്ഥലം. എന്താണ് യാഗം? നമുക്കറിയാം, ഒരു യാഗം പണ്ടത്തെ രാജാക്കന്മാർ, അശ്വമേധ യാഗമാവട്ടെ, ഇപ്പൊ തന്നെ നമ്മൾ പല യാഗങ്ങൾ യജ്ഞഭൂമി എന്ന് നമ്മൾ കാണാറുണ്ട്. ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തിട്ട് മന്ത്രപൂരിതമായിട്ട് അതിനൊരു വേലി കെട്ടി തിരിച്ച് ശുദ്ധമാക്കും. അതായത് പല ജന്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാതെ ആദ്യം അതിനെ സ്ഥലശുദ്ധി വരുത്തി പഞ്ചശിരസ് സ്ഥാപിച്ച് വാസ്തുപുരുഷനെ സ്ഥാപിച്ചതിന് ശേഷം സ്ഥലശുദ്ധി വരുത്തിയിട്ട് അത് ഉഴുതുമറിക്കും. ഉഴുതുമറിച്ചതിന് ശേഷം യാഗഭൂമിയാക്കി, അതെല്ലാം മന്ത്രങ്ങളാണ്, മന്ത്രപൂരിതമായിട്ട് ആ സ്ഥലത്തിനെ ശുദ്ധമാക്കുകയാണ്. ആ ശുദ്ധമാക്കുന്ന പ്രക്രിയ. അപ്പോ നമുക്ക് ഈ സീതയെ എവിടുന്നാ കിട്ടിയത്? ഉഴുതുമറിച്ച ഒരു വയലിൽ നിന്ന്, ഉഴുതുകൊണ്ടിരുന്നപ്പോ വയലിൽ നിന്ന് കിട്ടിയാണ് സീത. അപ്പൊ ആദ്യം ഒരു പ്രദേശം നമ്മൾ കാണുന്നത് എന്താ? ഉഴുതുമറിക്കണം. ഏത് വിത്ത് വിതയ്ക്കണമെങ്കിലും ഉഴുതുമറിക്കണം. അപ്പോ എന്താ? പിന്നെ അഗ്നിയിലൂടെ അവിടെ അഗ്നിയിട്ട് കത്തിക്കും. കത്തിച്ചതിന് ശേഷം ജലമൊഴിക്കും. ഇതൊക്കെ യാഗഭൂമി ഒരുക്കുന്നതാണ്. നമുക്കറിയാം യജ്ഞത്തിന് യാഗഭൂമി ഒരുക്കണം എങ്ങനെയാണ്, അതിന് പ്രത്യേക ഒരു രീതിയുണ്ട്. പഞ്ചഭൂത ശുദ്ധീകരണമാണ് അവിടെ വരുന്നത്. ആദ്യം മണ്ണിനെ ഉഴുതും, പിന്നെ എന്താ അവിടെ അഗ്നിയിട്ട് കത്തിച്ച് ശുദ്ധമാക്കും, പിന്നെ ജലമൊഴിച്ച് അതിനെ അടിച്ചു നിരത്തും. ഇതൊരു യാഗഭൂമിയാക്കും. അതുപോലെ നമ്മുടെ ശരീരം ഒരു യാഗഭൂമിയാണ്. എന്താ ചെയ്യേണ്ടത്? ഈ യാഗഭൂമിയായിട്ടുള്ള ശരീരത്തെ ഒന്ന് ഉഴുതു മറിക്കണം. എവിടുന്ന്? മൂലാധാരം, ഭൂമിയിൽ നിന്ന് മുതൽ ഒന്ന് ഉഴുതിട്ട് ആ വെള്ളം ഒഴിക്കണം. സ്വാധിഷ്ഠാനത്തിലെ അഗ്നി കൊണ്ട് കത്തിക്കണം. ഓരോ സ്ഥലവും ശുദ്ധമായിട്ട് വരണം. എന്നതിന് ശേഷം നമുക്ക് ആ വായുതത്വത്തിൽ പ്രവേശിക്കണം. വായുതത്വത്തിൽ കയറിയ പിന്നെ ഈ ശുദ്ധം അവിടെ ഒരുവിധം ബേസിക് ആയിട്ടുള്ള അന്തരീക്ഷം ശുദ്ധമായി, അതായത് മനസ്സ് ശുദ്ധമായി. ഈ 3 തലങ്ങൾ ശുദ്ധമായി കഴിയുമ്പോൾ മനസ്സ് സ്വാഭാവികമായിട്ടും ശുദ്ധമാവും. അവിടെ പ്രവേശിച്ച ജീവന് പിന്നെ ഈതറിക് സ്റ്റേറ്റ്, അതായത് നമ്മുടെ വിശുദ്ധി ചക്രം, ആജ്ഞാചക്രത്തിൽ പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ബിക്കോസ് അതിന്റെ ഭാരം കുറഞ്ഞു. മറ്റത് ഭയങ്കര ഭാരമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ജീവൻ ശുദ്ധമായി താൻ കൊണ്ടുവന്ന കർമ്മങ്ങളെ ദഹിപ്പിച്ചു കഴിഞ്ഞിട്ട് തന്റെ ശരീരമാകുന്ന യാഗഭൂമിയിൽ, അതാണ്
പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അർജുനനോട് കൃഷ്ണൻ പറയുന്നു, നിന്റെ ശരീരമാണ് ഈ വയല്, അവിടെ വേണം നീ പുണ്യപാപങ്ങള് ഉഴുതു മറിക്കാനും വിതയ്ക്കാനും കൊയ്യാനും. അപ്പൊ ഈ വിദ്യ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ശ്രീവിദ്യ, മഹാവിദ്യ, ആത്മവിദ്യ, രാമവിദ്യ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇതാണ് ശരിക്കുള്ള ശ്രീവിദ്യ ഉപാസന. അതായത് ശരീരത്തിന്റെ മൂലാധാരം മുതല് ആജ്ഞ വരെയുള്ള തട്ടുകളെ പത്മങ്ങളായിട്ട് കാണണം, അതിനെ ഉഴുതുമറിച്ച് ജപിക്കണം. ഉഴുതുമറിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് മഥിക്കുക, ജപിക്കുക. അവിടെ ഇരിക്കുന്ന പെറ്റൽസിൽ ഇരിക്കുന്ന ഓരോ അക്ഷരങ്ങളെയും എന്താ പറയാ, ആ ഒരു മഥനം ജപിക്കും കൂടുതൽ കൂടുതൽ സ്പന്ദനത്തിനെ, ഈ മങ്ങിക്കടന്ന സ്പന്ദനത്തിനെ അഗ്നിയെ പോലെ ജ്വലിപ്പിച്ചു കൊണ്ടുവരിക. അപ്പൊ അതിനെ കണ്ടെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഈ പരാശക്തിയെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ പരമശിവനാകുന്ന ബ്രഹ്മതത്വത്തില് സഹസ്രാര പത്മത്തിൽ വിലയിക്കുക. ഇത് തന്നെയാണ് ശ്രീവിദ്യ ഉപാസനയുടെ പരമലക്ഷ്യം. ഇവിടെ ഇദ്ദേഹം ബാലിയൊക്കെ അത് നേടിയവരായിരുന്നു. എന്താ, കുറച്ച് നമ്മളാണെങ്കിലോ കുറച്ച് മന്ത്രങ്ങൾ ജപിച്ച് ഇപ്പൊ കിട്ടും, നാളെ വരും, അവിടെ പോവും, ഇവിടെ പോവും, അത് കിട്ടുമോ ഇത് കിട്ടുമോ, ശരീരത്തെ ഒന്ന് ഉഴുതു മറിക്കാൻ നമ്മൾ തയ്യാറല്ല. 10 മന്ത്രം മതിയോ, 10 പ്രാവശ്യം മതിയോ, 1 പ്രാവശ്യം മതിയോ, 21 പ്രാവശ്യം മതിയോ, അങ്ങനെയൊന്നും അല്ല. എത്ര ചെയ്തോ അത്രയും നമുക്ക് എന്താ, നമ്മുടെ എത്രത്തോളം ഓരോരുത്തരുടെ എന്താ പറയാ, ആ ഒരു ശരീരത്തിന്റെ കോൺഫിഗറേഷൻ പലതും ഡിഫറെന്റ് ആണ്. ഒരാൾ ഒരുപാട് പാപം ചെയ്ത് കാണും, ഒരാൾ കുറച്ച് ചെയ്ത്, നമുക്കറിയില്ല. പൂർവജന്മാർജിതം കർമ്മം വ്യാധി രൂപേണ സംസ്ഥിത എന്ന് പറയും പോലെ കൊണ്ടുവന്നിരിക്കുന്ന സഞ്ചിയിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരാൾ പെട്ടെന്ന് വരും, ഒരാൾ പതുക്കെ പോവും. അതുകൊണ്ടാണ് ഡോണ്ട് കമ്പയർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരാളുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. എല്ലാവരും ഓരോരുത്തരും എന്താ പറയാ പ്രത്യേകമാണ്. അതിനുള്ള ധൈര്യം വേണം. ഒരു സാധനയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു അറ്റാച്ച്മെന്റ്സ് വിടണം. അതിനുള്ള ധൈര്യം. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മക്കൾ വിട്ടുപോകുമോ, ഭർത്താവ് വിട്ടുപോകുമോ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ആ വിടാനുള്ള ധൈര്യം, ആ അറ്റാച്ച്മെന്റ്സിനെ വിട്ടിട്ട് എന്ത് ചെയ്യണം, അതാണ് കളകള്. ഈ പറഞ്ഞ എന്താ പറയാ, വിതയ്ക്കാനുള്ള വയല് കുറച്ച് സമയം അങ്ങനെ ഉഴുതിട്ട് കഴിഞ്ഞാൽ അവിടെ കളകള് വരും ഇല്ലേ. അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ആണ് കളകള്, രാഗദ്വേഷങ്ങള്. അതിനെന്ത് ചെയ്യണം, അതെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം നട്ടലിന് നല്ല മൂപ്പും ഉറപ്പും വേണം. അതാണ് അദ്ദേഹം എപ്പോഴും പറയും, നമ്മുടെ സാർ എപ്പോഴും പറയും, നട്ടലിന് നല്ല ഉറപ്പ് വേണം. കിട്ടിയിട്ട് മാത്രമേ ഉപാസനയിലേക്ക് കടന്നാലേ ഈ പറഞ്ഞ ലക്ഷ്യപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ. അതില്ലെങ്കിൽ എന്ത് ചെയ്യും, പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകും. ബാഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് കുറ്റം പറയും, അവരാണ് ഇവരാണ് മറ്റവരാണ്. അല്ല, എന്താ, ആ വളയുന്ന നട്ടലിലോട്ട് ഈ പറഞ്ഞ ശക്തിക്ക് നേരെ പോവാൻ പറ്റില്ല. അത് ഈ ഉപാസനയെ തന്നെ പല ഭാഗത്തോട്ട് വളച്ചുകൊണ്ടേയിരിക്കും. ഒരു കാറ്റ് വരുമ്പോ ഒരു മുളയോ ഇല്ലെങ്കിൽ ഒരു കരിമ്പ് വൃക്ഷം, ആ ഒരു ഇത് കരിമ്പ് എന്താ പറയാ, കരിമ്പിന്റെ ചെടി ഒരു കാറ്റ് വരുമ്പോ എങ്ങോട്ടൊക്കെ വളയണോ അതുപോലെ വളയും. പക്ഷെ കാറ്റ് പോകുമ്പോഴത്തേക്ക് അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. എന്താ അമ്മയുടെ കയ്യിൽ കരിമ്പ് വില്ല് വെച്ചിരിക്കുന്നത്, മനോരൂപേക്ഷ കോദണ്ഡം. ഇത് തന്നെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാറ്റിൽ കളിച്ചുകൊണ്ടിരിക്കും. ഒരാൾ വന്ന് ഇത് പറഞ്ഞു, ഒരാൾ മറ്റത് പറഞ്ഞു, രാഗം വന്നു, ദ്വേഷം വന്നു, കരിമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. അമ്മയുടെ കയ്യിലിരിക്കുന്ന കരിമ്പ് സ്ട്രെയിറ്റ് ആയിട്ട് യാതൊരു മുട്ടുകൾ, കരിമ്പിന് ഓരോ മുട്ടുണ്ട്, ഓരോ ഭാഗങ്ങള്, എന്നാ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത, അതായത് ആ മുട്ടുകളിൽ നിന്ന് പുതിയ കരിമ്പുകൾ വരും. രക്തബീജനെ പോലെയാ. ഒരു തുള്ളി രക്തം വരുമ്പോ 1000 രക്തബീജന്മാരുണ്ടാകും പോലെ കരിമ്പിനെ ഒന്ന് വെച്ച് നോക്കൂ, കുറച്ചൊന്ന് മണ്ണിലോട്ട് കുഴിച്ചിട്ട് നോക്കൂ, അതിന്റെ ഓരോ മുട്ടിൽ നിന്നും 1000 കരിമ്പ് ചെടികൾ തിരിച്ചു വരും. അതുപോലെ മനസ്സാകുന്നത് ഒരു ചിന്തയിൽ നിന്ന് 1000 ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. എന്താ, അതിന് ഒരിക്കലും എന്താ, ഭവാരണ്യ കുഠാരിക അമ്മയുടെ പേര്. ഭവ ആരണ്യം, ഈ ആരണ്യത്തിലെ കുഠാരിക ആക്കണേ അമ്മ. അമ്മ തന്നെ അത് വേണം, അമ്മ തന്നെ അത് വന്ന് വെട്ടി നശിപ്പിക്കണം. അപ്പോ എന്താ ചെയ്യുക, ഉപാസന എന്നാല് എന്തെങ്കിലും കുറച്ച് കാട്ടിക്കൂട്ടലുകളോ തമാശയോ പ്രഹസനമോ ഒന്നും അല്ല. മറ്റുള്ളവരെ കാണിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നതല്ല. നമ്മള് ഏകാന്തമായിട്ടുള്ള ഏകാന്ത പതികന്റെ ഒരു സ്വതന്ത്ര യാത്ര, സ്വാതന്ത്ര്യം തേടിയുള്ള യാത്ര. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം? ഈ ശരീരമാകുന്ന കൂട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇതിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ദേഹി സ്വതന്ത്രമായിട്ട് പുറത്തു പോകണം. നമ്മുടെ മനസ്സുകൊണ്ട് സ്വാതന്ത്ര്യം. ശരീരത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴാണോ ശരീരം വിടുമ്പോ ഇല്ലെങ്കിലും ദേഹി സ്വതന്ത്രനാണ്. ഈ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ ഈ സ്വാതന്ത്ര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മള് ആരുടെയും കീഴിലല്ല, നമ്മളെ ഭരിക്കാൻ ആർക്കും അധികാരമില്ല. ഒരേ ഒരു ശക്തിക്ക്, ആ അമ്മയ്ക്ക് മാത്രമേ നമ്മുടെ പുറത്ത് അധികാരമുള്ളൂ. അത് ഉറയ്ക്കണം. ആ ഉറയ്ക്കാൻ എന്താ, ഈശ്വരനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കണം. അത് ഒറ്റയ്ക്ക് വന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോകണം. രമണ മഹർഷി പറഞ്ഞ പോലെ വந்த വഴിയേ പോ. ഈ ബാഹ്യമായിട്ട് ഒരുപാട് പ്രദക്ഷിണങ്ങൾ വെക്കേണ്ട. ഈ പ്രപഞ്ച ബഹളങ്ങളിൽ നിന്ന് എല്ലാം നമ്മൾ കുറച്ച് വിട്ടുവരണം. ഇത് നമ്മുടെ എന്താ പറയാ, ആ ഒരു സാധനാ തലത്തിൽ വന്ന് നമ്മൾ ഉള്ളിലോട്ട് സഞ്ചരിക്കണം, എന്നാലേ പറ്റൂ. ഇന്നിപ്പോ നമുക്കറിയാം, ഈ രാമഭൂമിയെ തിരിച്ചെടുത്ത് അവിടെ രാമക്ഷേത്രം പണിയാൻ
എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നിട്ടും കാലങ്ങൾ സത്യത്തിന്റെ കൂടെ നിന്നു. രാമതത്വം അറിഞ്ഞ ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയായിട്ട് വന്നു. അദ്ദേഹം ആ ഒരു മഹാത്മാഗാന്ധി, ഹേ രാം എന്ന് പറഞ്ഞ് മരിച്ച നമ്മുടെ രാഷ്ട്രപിതാവിന്റെ മഹാത്മാഗാന്ധിയുടെ പാദങ്ങൾ, രാമന്റെ ഒരു ഉപാസകനായിരുന്നു മഹാത്മജി. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് രണ്ടുപേരും ഗുജറാത്തിലാണ് ജനിച്ചത്. ആ രാമതത്വമാണ് രാഷ്ട്രത്തിന്റെ ഉയർച്ച എന്ന് മനസ്സിലാക്കി ആ വ്യക്തിത്വം, ആ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് തന്റെ പ്രജകൾക്ക്, ഈ പറഞ്ഞ മനുഷ്യർക്ക് എല്ലാവർക്കും നല്ലത് വരണം എന്ന് പറഞ്ഞ് രാമക്ഷേത്രത്തിന്റെ കല്ലിടിയിലിന് പോയതാണ് നമ്മൾ കണ്ടത്. അതെങ്ങനെ മതമായിട്ട് തീരും? അത് മതമാണോ? അത് ഹിന്ദുക്കളുടെ മതമാണോ? അവിടെ വേറെ ബ്രാഹ്മണത്വം വല്ലതും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും, ഈ പറഞ്ഞ ഒരു മതേതര രാഷ്ട്രമായ ഭാരതത്തിന്റെ എല്ലാ പ്രജകൾക്കും നല്ലത് വരാൻ വേണ്ടി രാമതത്വത്തെ ഈ ഒന്നും അറിഞ്ഞുകൂടാതെ കലപില കൂട്ടുന്ന കുറെ അവരവരുടെ വ്യക്തിഗതമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന ജാതി കോമരങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ. അല്ലാത്തവർക്കറിയാം ആരാണ് അദ്ദേഹം, എന്തിനു വേണ്ടി ഈ രാമതത്വം എന്തിനു കൊണ്ടുവരണം. എല്ലാവർക്കും മതേതരത്വം, അതായത് എല്ലാവർക്കും മതമില്ലാത്ത, തന്റെ മതം തന്റെ വിചാരങ്ങൾ, തന്റെ ചിന്തകളാണ് തന്റെ മതം. അതിനെ ഉറപ്പിച്ചു നിർത്താൻ പറ്റണം. അല്ലാതെ മുസ്ലിം രാഷ്ട്രം, പാകിസ്ഥാനോ വെട്ടിമുറിക്കാനോ അതൊക്കെ കഴിഞ്ഞു. അപ്പോ ആ ഒരു ഒന്നിലും നമുക്ക് മതം കൊണ്ട് വേർതിരിക്കുന്നതല്ല, അവന്റെ വിശ്വാസ പ്രമാണത്തിലൂടെ പ്രയാണമാണ് നമ്മൾ ആത്യന്തികമായ സത്യത്തിലേക്ക്. ഇന്ന് നമുക്ക് ഭാരതത്തില് അതെല്ലാം കൈമോശം വന്നു. കാരണം സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളാണ് നമ്മളെ ഭരിച്ചത്. അന്യ സംസ്കാരങ്ങളാണ് ഇവിടെ വന്നത്. നമ്മുടെ പൂർവികരെ നമ്മൾ മറന്നു, പിതൃക്കളെ മറന്നു, നമ്മുടെ പെറ്റമ്മയെ മറന്നു, ഭാരതാംബയെ മറന്നുപോയി. അങ്ങനെ മറവികളുടെ ഒരു വലിയ ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം. വിദേശ പൗരത്വം എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. അവിടെ സെക്കൻഡ് സിറ്റിസൺ ആയാലും സാരമില്ല, അത് അഭിമാനത്തോടെ പറയണു. ഞാൻ അവിടെ സെക്കൻഡ് സിറ്റിസൺഷിപ്പിന് വേണ്ടി കരയണു. കാരണം പണം എന്ന ഉപാസന. നമുക്ക് ജീവിക്കാൻ പണം വേണം, പക്ഷെ ഒരുപാട് ഉയർന്ന തലത്തിൽ വേണമെങ്കിൽ വിദേശത്ത് പോയി പണം, അതൊന്നും സാരമില്ല. എവിടെ പോയാലും മനസ്സിൽ സ്വന്തം രാഷ്ട്രം, അതായത് ആ ഒരു മോക്ഷ പദവി എത്തണമെങ്കിൽ ഈ മണ്ണിനെ, ഈ ഭാരതത്തിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതിന് ഒരു സംശയമില്ല. ഇനി ഏത് രാജ്യത്തിൽ പോയാലും അവരെത്ര ഉയർന്നവരെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇന്ന് ഭാരതത്തിൽ വരിക. കാരണം ഈ മണ്ണിന്റെ പ്രത്യേകതയാണ്. അത് അലംഘനീയമായിട്ടുള്ള ഒരു സത്യമാണ്. രാമക്ഷേത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിന്റെ ആ ഒരു എന്നെന്നുമുള്ള ഉത്തരോത്തരമുള്ള ആ ഒരു ഉത്കർഷമാണ് എന്നറിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഭരണാധികാരി. ഇതാണ് രാമവിദ്യ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദേവി പാർവതി കൈലാസനാഥനായ ശിവനോട് രാമതത്വത്തെ കുറിച്ച് ചോദിക്കുക. ആരാ ചോദിക്കുന്നത്? പാർവതി ദേവി ആ പരമശിവനോട് ചോദിക്കുന്നു, എനിക്ക് രാമതത്വത്തെ പറഞ്ഞു തരൂ. അതായത് ഈ ആധ്യാത്മിക വിദ്യ എനിക്ക് പറഞ്ഞു തരൂ. ഭാരതീയ പൈതൃക സ്വത്താണ് ഈ നമ്മുടെ വിദ്യ, ഈ ആത്മവിദ്യ. ഈ പറഞ്ഞ ഋഷിമുനിമാര് എത്രയോ ജന്മങ്ങൾ കൊണ്ട്, എത്രയോ വർഷം തപസ് ചെയ്ത് ഈ ഭാരതീയർക്ക് കൊടുത്ത ആത്മവിദ്യ, ആ ഒരു മരണമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള വിദ്യ, അതൊരു നിയോഗമായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ പൈതൃക സ്വത്ത് നഷ്ടപ്പെടുത്താൻ നമുക്ക് യാതൊരു അർഹതയില്ല. നമുക്ക് കിട്ടി, നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ, ഇനി ഇവിടെ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. കാരണം കാക്ക സപ്തസാഗരത്തിൽ കുളിച്ചാലും കൊക്കാവോ? ഒരിക്കലും ഇല്ല. കാക്ക ഏത് സമുദ്രത്തിൽ കുളിച്ചാലും കാക്കാന്. കൊക്കാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ഈ ഒന്നിലും ഉറയ്ക്കാത്ത ഈ മനോഭാവത്തെ മാറ്റി ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ത്യജിക്കേണ്ടത് ത്യജിക്കണം, വേണ്ടതിനെ കുറിച്ച് അറിയണം, അജ്ഞാനത്തെ മാറ്റണം. ആ അജ്ഞാനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ അറിവ് നമ്മൾ സമ്പാദിക്കണം. അതിന് നമ്മുടെ ശാസ്ത്രങ്ങളെ പഠിക്കണം, പുരാണങ്ങളെ പഠിക്കണം. എല്ലായിടത്തും പോയിട്ട് ഒന്നും ത്യജിക്കാതെ അവിടെ വല്ലതും കിട്ടുമോ, ഇവിടെ വല്ലതും കിട്ടുമോ, അതിനു വേണ്ടി നമ്മൾ ഒന്നിനും മെനക്കെടാൻ തയ്യാറല്ല. എനിക്ക് ചുമ്മാ ഇരിക്കണം, കിട്ടണം, ഞാൻ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കും, എനിക്ക് അതൊക്കെ എൻ്റെ പൗര അവകാശമാണെന്നും പറഞ്ഞ് സുഖമായിട്ട് ജീവിക്കണം, പക്ഷെ എനിക്ക് ഒട്ടും മെനക്കെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് നമ്മൾ പലതിനെയും കുറ്റം പറഞ്ഞ് ജീവിതാവസാനം വരെ ഇങ്ങനെ എന്തിനെയോ തേടി നടക്കാം. ഇല്ലേ? നമ്മളിലെ തത്വം അസി നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഓരോന്നും ഉപേക്ഷിച്ച് അതിന് ഭരണം ഒന്നിനെ സ്വീകരിക്കണം. അതിൽ നമ്മൾ ശ്രദ്ധയോടെ ഉപാസിക്കണം. എന്നാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റൂ. ഭാഗവതം പറയണു, ഇതാണ് പരമമായ സത്യം. അതായത് ഈ സത്യത്തെ അറിയുന്നവൻ, അതായത് ജ്ഞാനം വദന്തിയത് തത്വം യത് തത്വവിധ തത്വം. അതായത് ആരാണ് ഈശ്വരൻ എന്ന് നീ അറിയണമെങ്കിൽ ഭഗവാൻ എന്നും ഒന്നേ ഉള്ളൂ, പരമാത്മാവ് ഒന്നേ ഉള്ളൂ, ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അത് അദ്വയമായിട്ടുള്ള വിജ്ഞാനമാണ്. അവിടെ ദ്വൈതമില്ല, രണ്ടില്ല. അതായത് തത്വം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. അതിനെ കാണേണ്ടത് എന്ത് ചെയ്യണം?
ആ കാണേണ്ട കണ്ണോടുകൂടി ആ ജ്ഞാനത്തിലൂടെ അറിവിലൂടെ അവിടേക്ക് സഞ്ചരിക്കണം. അപ്പൊ കൃഷ്ണനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണാൽ പരം കിമ അഭിതത്വം അഹം ന ജാനേ. കൃഷ്ണന് അപ്പുറം ഒരു ജ്ഞാനമുണ്ടോ? കൃഷ്ണനെ അറിയുന്നതിൽ പരം ഒരു അറിവില്ല, കൃഷ്ണനേക്കാൾ വലിയൊരു സത്യമില്ല. ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമം പറയുന്നു. ദേവിയെ തത്വാസന, തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, ബ്രഹ്മവിദ്യ. എന്താ പറയണത്? എല്ലാം ഒന്നിനെ തന്നെ പറയണു. ഇത് സത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, പലതില്ല. ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് സത്താണ്, ഉണ്മയാണ്, എക്സിസ്റ്റൻസ് ആണ്. നമ്മൾ വന്നു പോകുന്ന നാമരൂപങ്ങളാണ്. ഈശ്വര സങ്കല്പം അതിനെ അറിയണമെങ്കിൽ അതിന് കുറച്ച് നമ്മൾ മെനക്കെടണം. നമ്മളെ രാമനും കൃഷ്ണനും ഒന്നുമായിട്ട് നമുക്ക് എല്ലാത്തിനും നിരസിക്കാം. ഇതൊക്കെ വെറും കള്ളാണ്, ഇങ്ങനെ ഒന്നുമില്ല, അതും നമുക്ക് ചെയ്യാം, ഇല്ലേ? അതാണ് ഭഗവാൻ പറയുന്നത്, വ്യാമിശ്രേത് തഥശീർഷാണി യഥേച്ഛസി തഥാ കുരു. നിന്റെ ബുദ്ധിയാകുന്ന മൂശയിലിട്ട് ഇതെല്ലാം കേട്ടിട്ട് നീ ആലോചിക്കൂ ശരി ഏതാണെന്ന്. നിന്റെ അഭിപ്രായം നീ പ്രാവർത്തികമാക്കൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് നീ വരണ്ട. എന്തിനെ നിരസിക്കാം? പക്ഷേ നമുക്ക് ആശ്രയസ്ഥാനം എവിടെയാണ്? നമുക്കൊരു അഭയസ്ഥാനം വേണ്ടേ? ആ മരണം വരുമെന്ന് ഓർത്ത് നിലച്ചുക, മരണം വരുമെന്ന് കാത്ത് കട്ടിലിൽ കിടക്കുമ്പോ ആരെ നമ്മൾ അഭയം പ്രാപിക്കും? ഈ ശരീരം ഉപേക്ഷിക്കുമ്പോ ഞാൻ എങ്ങോട്ട് പോണു ഈശ്വര? അപ്പോഴും വിളിക്കും, ഈശ്വര ഞാൻ എങ്ങോട്ട് പോണു, എനിക്ക് അറിയില്ലല്ലോ. ഈ ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മാർഗമാണ്, നമ്മുടെ വഴിയാണ്. അപ്പോ ആ ശാസ്ത്രത്തിനെ ഇന്ന് ഇപ്പോ എപ്പോഴെങ്കിലും ആ ജീവിതത്തിൽ അറിയുന്ന മുഹൂർത്തം സുമുഹൂർത്തം. അന്ന് നമ്മൾ പറയുന്നു ലളിതാ ത്രിപുര സുന്ദരിയെ പൂജിക്കുന്ന മുഹൂർത്തം സുമുഹൂർത്തോ. അപ്പൊ എന്താ? സകല ദേവതാഗണാൻ, ആ യക്ഷ കിന്നര ഗന്ധർവ അപ്സരസ് ദേവന്മാര് ത്രിമൂർത്തികള്, ഈ ലോകം പ്രപഞ്ചം മുഴുവനും ആ മുഹൂർത്തത്തിന് കാത്തു നിൽക്കുന്നു. അവരവിടെ സന്നിഹിതരാകുന്നു. ആ ഒരു ശ്രീചക്രത്തിൽ ഇരിക്കുന്ന പ്രപഞ്ച സ്വരൂപിണിയായിട്ടിരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ ഫോം ആയിരിക്കുന്ന ശ്രീചക്രത്തില് ഉപവിഷ്ടയാവുന്ന അമ്മയെ തൊഴാനായിട്ട് ഈ പ്രപഞ്ചത്തില് 64 കോടി ദേവതകളും കൈകൂപ്പി നിൽക്കുന്നു. ആ അമ്മയെ ഉപാസനാ മാർഗത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി, ആ മുഹൂർത്തം, ഒരു വിവാഹത്തില് ഭർത്താവ് താലി കെട്ടുന്ന മുഹൂർത്തം സുമുഹൂർത്തം. അതുപോലെ നമ്മുടെ ഒരു സാധകന്റെ തലത്തിൽ ഒരു ദേവതയെ ഇഷ്ടദേവതയായിട്ട് സ്വീകരിക്കുന്നത് സുമുഹൂർത്തം, ഏറ്റവും ഐശ്വര്യപൂർണമായിട്ടുള്ള മുഹൂർത്തം. കാരണം ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മുടേതാക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അവിടെ പരാജയ ഭീതി ഇല്ല, ഞാൻ തോക്കില്ല. കാരണം ഈ തത്വം വെളിയിലല്ല, എൻ്റെ ഉള്ളിലാണ്. അതെനിക്ക് കണ്ടെത്താൻ പറ്റും, അത് കണ്ടെത്തിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതിൽ ജീവിക്കാൻ പറ്റും. ജീവിതം മുഴുവനും എന്താ സന്തോഷമായിട്ട്, ആ പ്രഹർഷേണ, ആ ഒരു സന്തോഷത്തോടുകൂടി, ഹർഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ആ തലത്തിൽ ജീവിച്ച് അമ്മയുടെ പാദപത്മങ്ങളെ എന്ന് സ്മരിച്ച് ഈ പറഞ്ഞ ജീവിതയാത്രയില് ദേഹം ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ പോവും. അതായത് പൂന്താനത്തിന് എങ്ങനെയാണോ ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോയത്, അതുപോലെ നമ്മുടെ ഉടൽ ഒരിക്കലും അത് പറ്റില്ല ഉടലോടെ പോവാൻ. ആ ഉടലിനെ, അത് വളരെ കീടങ്ങൾ നിറഞ്ഞ നശ്വരമായിട്ടുള്ള വസ്തുവിനെ വലിച്ചെറിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ആ ഒരു യാത്രയ്ക്ക് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതുകൊണ്ടാണ് ശ്രീവിദ്യ ഉപാസന ഇത്ര മേന്മയായിട്ട് ആത്മവിദ്യയാണെന്ന് പറയാൻ കാരണം. ആത്മാവിനെ അറിയണ വിദ്യ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നമുക്ക് എല്ലാം അറിയാം ആ ദേവീ സ്വരൂപം. ഇന്ന് അടുത്ത ഈ പറഞ്ഞ ഈ എല്ലാ വെള്ളിയാഴ്ചയും, ലാസ്റ്റ് വെള്ളിയാഴ്ച വരലക്ഷ്മി വ്രതമാണ്. വരങ്ങൾ തരും. എന്താ ദേവി വരം തരാൻ കാരണം? ദേവിയെ ഉപാസിക്കണം. ഉപാസിക്കാതെ ചുമ്മാ ചെന്ന് ചോദിച്ചു, നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും പോയി ചുമ്മാ ഒരു 10 രൂപയുടെ തുണ്ടെടുത്തിട്ട് വരങ്ങൾ ചോദിക്കുക. 1/2 ലിറ്റർ പായസം വരം. ഉടനെ നമ്മൾ ചോദിക്കുക, കൊടുക്കുക, വാങ്ങുക. നമ്മൾ ഭയങ്കര നല്ല എന്താ പറയാ ഒരു വൈശ്യരാണ്, നമുക്ക് കച്ചവടം നന്നായിട്ട് അറിയാം. എന്ത് ചോദിക്കുന്നു അതിന്റെ 10 ഇരട്ടി ഇങ്ങോട്ട് ചോദിക്കും. എടുക്കുന്നത് 50 രൂപയുടെ പായസം. അങ്ങനെ അല്ല, ഇവിടെ കൊടുക്കൽ വാങ്ങലുകൾ ഇല്ല. ഒന്നും കൊടുക്കാനില്ല, ഒന്നും വാങ്ങാനില്ല. അറിയുന്നതിന്റെ ആവരണം ഒന്ന് മാറ്റുക, അതാണെന്ന് അറിയുക. അവിടെ കൊടുക്കലില്ല. ബിക്കോസ് കൊടുക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും ഒരേ തട്ടില്ല, അതായത് വലിയ സമുദ്രത്തിൽ ഉപ്പുപാവ പോയി ഉപ്പിൽ ലയിക്കുന്ന പോലെ നമുക്കിവിടെ രണ്ടില്ല. ഏകമായിട്ടുള്ള സത്യം നാമരൂപങ്ങളിലൂടെ പ്രപഞ്ചമായിട്ടിരിക്കുന്നു. ഇത് നാളെ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്ന ആള് നാളെ ഇല്ല. പക്ഷെ ആ ഒരു മരണ രഹസ്യം, അതിന്റെ രഹസ്യം, അതാ യമന്റെ അടുത്ത് യുധിഷ്ഠിരർ പറയുന്നു, ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ഇതാണ് ശ്മശാന വൈരാഗ്യം. ഇത് കണ്ടിട്ട് മനസ്സിലാക്കൂ, നാളെ നീയും ഇല്ലാതാകും. ആ എത്തേണ്ട സ്ഥാനത്ത് നിന്റെ മനസ്സിനെ എത്തിച്ചാല് ധൈര്യമായിട്ട് പിന്നെ എന്താ പോവാൻ കാരണം? ഇവിടെ നമുക്ക് രണ്ടില്ല. ആത്മാവിനെ അറിഞ്ഞ് ആ വിദ്യ, ദാറ്റ് ഈസ് എ ടെക്നിക്, ആ മഹാവിദ്യ അറിഞ്ഞതിന് ശേഷം അതിലോട്ട് ലയിച്ചു ചേരുക. ഓരോ ഉപാസകന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ ആ
മഹാത്രിപുര സുന്ദരി, മഹാഭട്ടാരിക, ശ്രീ രാജരാജേശ്വരി ആ പാദങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാമായണം ഇവിടെ നിർത്താം. ബിക്കോസ് രാമായണം എന്ന് പറയുന്നത് കഥകൾ മാത്രമല്ല, ഈ തത്വങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ലളിതാ സഹസ്രനാമം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഞാൻ ഈ സൂര്യമണ്ഡല അവിടെയും വരുന്നുണ്ട്, സൂര്യമണ്ഡല മധ്യസ്ഥ, ഭാനുമണ്ഡല മധ്യസ്ഥ. അപ്പൊ സംശയം വരരുത്. അതിനു വേണ്ടിയിട്ട് ഒരു എന്താ പറയാ കളം ഒരുക്കൽ, ഒരു യാഗഭൂമി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ യാഗത്തിൽ നിങ്ങൾ തന്നെ എന്താ പറയണം, വെള്ളമൊഴിച്ച് നല്ല ഉറപ്പിച്ചോളണം, അഗ്നി വെച്ച് ശുദ്ധമാക്കിക്കോളണം, അതിനെ പാകപ്പെടുത്തണം. ശ്രീവിദ്യയാകുന്ന ബീജത്തെ അവിടെ നട്ട് ആ പാദപത്മങ്ങളില് അമ്മയുടെ ആ ഒരു വൃക്ഷം വളർന്ന് ഊർധ്വമൂലമധശാഖം, നമ്മുടെ ശിരസിൽ നിന്ന് താഴോട്ട് വന്ന വേരുകൾ, അതായത് ബുദ്ധി എല്ലായിടത്തും പ്രവഹിച്ച ആ അമൃതത്തെ 72,000 നാഡീ ഞരമ്പുകൾ ശുദ്ധമാക്കി ആ തത്വത്തെ അറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ആ പാദപത്മങ്ങളിലേക്ക് ചെല്ലാനായിട്ട് ആ മഹാദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് രാമായണ യാത്ര ബാക്കി തിങ്കളാഴ്ച തുടരാം. ഓം ശ്രീമാത്രേ നമഃ.